അതിൻ്റെ പ്രമാണങ്ങൾ മുൻനിർത്തി സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുക എന്ന ദൗത്യ നിർവഹണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങൾ കൃത്യമായി വ്യവസ്ഥാപിതമായി നാം നടത്തിക്കൊണ്ടുപോകുന്നത്. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മെ സംബന്ധിച്ചിടത്തോളം ആദർശരംഗത്തും പ്രമാണങ്ങളുടെ വിഷയത്തിലും നമുക്ക് യാതൊരുവിധ അപാകതയും പിഴവും വ്യതിയാനവും സംഭവിച്ചിട്ടില്ല എന്നത് കൃത്യമായി ബോധ്യപ്പെടുത്തുക എന്നത് വിമർശകരുടെ വിമർശനങ്ങളെയും ആരോപണങ്ങളെയും പരിഗണിച്ചുകൊണ്ട് നിർബന്ധമായ കാര്യമാണ്. പല ആളുകളും അതെല്ലാം കേട്ട് സംശയത്തിൽ അകപ്പെടുന്നു, ചോദിച്ച് കാര്യങ്ങൾ വ്യക്തമാക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകളുടെ തെറ്റിദ്ധരിപ്പിക്കലിലൂടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണ്, വസ്തുത എന്താണ് എന്ന് ബോധ്യപ്പെടുത്തൽ വളരെ അനിവാര്യമാണ്. ഇവിടെ ശിർക്കാകാത്ത ഒരു കാര്യം പ്രയാസപ്പെട്ട് ശിർക്കാക്കാൻ കാണിച്ചതാണ് എല്ലാ പ്രശ്നങ്ങളുടെയും മൂലകാരണം എന്നത് എതിരാളികൾക്കും അറിയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ആ കാര്യം ആവർത്തിച്ച് ചോദിച്ചിട്ടും അതിനുള്ള മറുപടി നൽകാൻ കഴിയാതെ അവർ വിയർക്കുന്നത്. കോഴിക്കോട് വെച്ച് നാം നടത്തിയ ആദർശ സമ്മേളനത്തിൽ അവർ പ്രതികളായ അല്ലെങ്കിൽ അവർ പിടിക്കപ്പെടാൻ കാരണമായ ആ സംസാരം കൃത്യമായി നമ്മൾ കേൾപ്പിച്ചിരുന്നു. അത് കേട്ടുകൊണ്ട് ഇൻഷാ അല്ലാഹ് കാര്യങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ജിന്നിനോട് സഹായം തേടുക എന്നുള്ളത് അവനല്ല. ഇത് സൂക്ഷ്മമായിട്ട് ഞാൻ പറയട്ടെ, ഒരു ജിന്നിന്റെ കഴിവുപെട്ട ഒരു കാര്യം ജിന്ന് ചെയ്യുന്നതിൽ സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ അവിടേക്ക് ഇങ്ങനെ പോയി എന്നിട്ട് ആ കഴിവിൽപ്പെട്ട കാര്യം ജിന്ന് ചെയ്യാണെങ്കിലോ എന്നിങ്ങനെ പറഞ്ഞു പോയി അതിന്റെ വാചകങ്ങൾ ഓരോന്നോടും എടുത്തു നോക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ ഒരു കുടിച്ചിരിക്കാൻ പറ്റുന്ന നിലക്ക് ഓനെ എഴുതിയതിൽ കാണാം. ഓനെ നമ്മൾ ആവശ്യമില്ലാത്തവർക്ക് നമ്മൾ പോകണ്ട. ഞാനത് ആ ലേഖനങ്ങൾ എടുത്ത് വായിച്ചു നോക്കിയിട്ടുണ്ട്. മനുഷ്യന്റെ കഴിവ്, ജിന്നിന്റെ കഴിവ്, ഒരാനക്ക് ആനന്റെ കഴിവ്. ആന നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ആനന്റെ കഴിവിന്, മനുഷ്യന്റെ കഴിവിനല്ല. പക്ഷെ ജിന്നും ആന തമ്മിലുള്ള വ്യത്യാസം. ആന നമ്മൾ കാണും, മരപ്പലിക്ക് ആനെ പറ്റും. അതുകൊണ്ട് ആന ഉപയോഗിച്ചിട്ട് നമ്മൾ മരപ്പലിക്കുന്നുണ്ട്. ജിന്നിനെ നമ്മൾ കാണൂല. കാണാത്ത ഈ സാധനത്തിന്റെ കഴിവും പറഞ്ഞുകൊണ്ട് ആ കഴിവിൽപ്പെട്ട സാഹചര്യം ഇത്ര വലിയ ബുദ്ധിമുട്ടും പോകാറില്ല. എന്നാലും അതിനപ്പുറം ഈ സഹായ ചോദിക്കലിൽ തൊട്ട് ചെന്നെത്തിക്കുന്നത് അവസാനം ശ്രദ്ധിക്കാം. ഒരു മുവഹിദ് അതിനപ്പുറം ഈ സഹായ ചോദിക്കലിൽ തൊട്ട് ചെന്നെത്തിക്കുന്നത് അവസാനം ശ്രദ്ധിക്കാം. ഒരു മുവഹിദായ ഒരാൾ ഇങ്ങനെ പറഞ്ഞിങ്ങനെ വെക്കുമ്പോ ആ വാചകത്തിൽ നമുക്ക് പിടിച്ച് ശുദ്ധാക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാകും. പ്രത്യേകിച്ച് ഈ ഘടനപ്രസംഗത്തിന്റെ ഫീൽഡിൽ തന്നെ നിൽക്കുന്ന സക്കരിയാന്റെ വാക്കുകൾ. അപ്പൊ ശിർക്കാക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാകും എന്നാണ് ബഹുമാനനായ അബ്ദുറഹ്മാൻ സലഫി ഒരു സ്വകാര്യ മീറ്റിങ്ങിൽ പറഞ്ഞ കാര്യമാണ്. അഥവാ മർക്കസുദ് ദഅവ വിഭാഗം മുവഹിദുകൾക്ക് നേരെ നടത്തിയ ആരോപണം പ്രയാസപ്പെട്ട് നമ്മളും ഏറ്റെടുക്കുക എന്ന് പറഞ്ഞു. ഇത് കൃത്യമായി നമ്മൾ കോഴിക്കോട് ചോദിച്ചു. പല സ്ഥലങ്ങളിലും അവർ മറുപടി പറഞ്ഞിട്ട് ഇതിനെപ്പറ്റി ഒന്നും മിണ്ടിയിട്ടില്ല. അതുകൊണ്ട് ഇവിടെയും ഞങ്ങൾ ആവർത്തിക്കുന്നു, ശിർക്കാക്കാൻ നിങ്ങൾക്ക് കിട്ടിയ തെളിവെന്താണ്? ആ തെളിവ് കൃത്യമായി ഞങ്ങളെയും കേൾപ്പിക്കണം. ബോധ്യപ്പെട്ടാൽ നമുക്കും സ്വീകരിക്കാം. പക്ഷേ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ഇതുവരെ എന്തായിട്ടില്ല, അതിനെപ്പറ്റി ഒന്നും മുണ്ടിയിട്ടില്ല. ഈ യോഗമുണ്ടായതെന്നാണ് 5/6/2011 ഈ യോഗം ഉണ്ടായത്, ശിർക്കാക്കൽ യോഗമുണ്ടായത്. അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ അടുത്ത ഒരു പണി കൂടി ആരംഭിച്ചു. അഥവാ 5/6/2012
ഇതിനെ തുടർന്ന് അല്ലെങ്കിൽ ഇതിനോടനുബന്ധിച്ച് നടന്ന അടുത്തൊരു പരിപാടിയുണ്ട്. ആ സംസാരം കേൾക്കുക. എന്താ ഓൻ പറയണേ? അത്ര ഇപ്പൊ കുഴപ്പമില്ലേ? അത്രക്കല്ലേ നമുക്ക് ചെയ്യാൻ കഴിയും. ഒരാൾക്ക് അതൊക്കെ ഉണ്ടാക്കാനല്ലാതെ. ഭയങ്കര ആവേശത്തിൽ വിളിച്ചതാ, ഭയങ്കര വിളിച്ചത്. കേട്ടല്ലോ, ഇത്രയൊക്കെയല്ലേ നമ്മളെ കൊണ്ട് കഴിയുള്ളൂ. ഒരാളെ വസ്വാസിലാക്കി ഇടുക. 16 മിനിറ്റുള്ള വോയിസാണ്. അതിലേറ്റവും പ്രധാന ഭാഗമാണ് ഈ കേൾപ്പിച്ചത്. സഹോദരങ്ങളെ, ഇത് ആരാ പറയുന്നത്? ഇപ്പോൾ സെക്രട്ടറി ആയിരിക്കുന്ന ആള്, ജംഇയ്യത്ത് ഉലമയുടെ സെക്രട്ടറി ആയിരിക്കുന്ന ആളാണ് ഈ പറയുന്നത്. എന്തിൻ്റെ വിഷയത്തിലാണിത്? ശിർക്കും തൗഹീദും വേർതിരിക്കപ്പെടുന്ന കാര്യത്തിൽ സംശയമുള്ളവരെ നമുക്ക് വസ്വാസിലാക്കിയിടാം. അതുകൊണ്ട് അടുത്ത ഒരു ചോദ്യം, ഇതിൻ്റെ മതവിധി എന്താണ്? തൗഹീദും ശിർക്കും കൃത്യമായി വേർതിരിച്ച് പ്രമാണങ്ങളിലൂടെ പഠിപ്പിച്ചു കൊടുക്കേണ്ടതിന് പകരം ജനങ്ങളെ സംശയത്തിലാക്കുക എന്നതിൻ്റെ മതവിധി എന്താണ്? അതാണ് ആ സ്ഥാനത്തിരിക്കുന്ന വ്യക്തി പറയേണ്ടത്. ഇങ്ങനെ സാധാരണക്കാരെ, പ്രവർത്തകരെ സംശയത്തിലേക്ക് തള്ളിയിട്ട് അതിനുവേണ്ടി വിശുദ്ധ ഖുർആന്റെ ആയത്തുകളെ പച്ചയായി ദുർവ്യാഖ്യാനിക്കുന്ന ദുരവസ്ഥയാണ് പിന്നെ നമ്മൾ കണ്ടത്. കോഴിക്കോട് നമ്മൾ കാണിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇവിടെയും നമ്മൾ കാണിക്കുന്നു. അത് കേൾക്കുക. വിശുദ്ധ ഖുർആൻ പറയുന്നത്, മക്കയിലെ ബഹുദൈവ വിശ്വാസികള് ജിന്നിനോട് സഹായം ചോദിച്ചിരുന്നത് കേൾക്കാത്ത ജിന്നിനോടല്ല, കഴിവില്ലാത്ത ജിന്നിനോടല്ല, മരിച്ചുപോയ ജിന്നുകളോടല്ല, ഹാജറുള്ള കേൾക്കുന്ന ജിന്നിനോടാണ്. എന്ത് സഹായമാ ചോദിച്ചത്? എന്നെ സ്വർഗത്തിലാക്കണേ എന്നല്ല ചോദിച്ചത്, എന്നെ നരകത്തിൽ നിന്ന് രക്ഷിക്കണേ എന്നല്ല ചോദിച്ചത്, എനിക്ക് ഈമാൻ തരണേ എന്നല്ല ചോദിച്ചത്, എനിക്ക് ഹിദായത്ത് നൽകണേ എന്നല്ല ചോദിച്ചത്. മറിച്ച് അന്നഹു കാന റിജാലുൻ മിനൽ ഇൻസി യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി ഫസാദൂഹും റഹഖാ. മക്കയിലെ മുശ്രിക്കീങ്ങൾ ചെയ്തിരുന്ന ജിന്നിനോടുള്ള സഹായ തേട്ടത്തെപ്പറ്റി അല്ലാഹു വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ജിന്ന് എന്ന അധ്യായത്തിൽ തന്നെ പറഞ്ഞതൊന്ന് നോക്കൂ. എന്താണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്? ഈ ആയത്ത് അവതരിപ്പിക്കാനുണ്ടായ കാരണം കേട്ടല്ലോ. ഇത് കോഴിക്കോട് നമ്മൾ കേൾപ്പിച്ചിരുന്നു. എന്തിനാണ്? മർക്കസുദ്ദഅവ വിഭാഗം ഇതേ ആയത്തോതിയിട്ട്, അഥവാ പച്ചയായ ശിർക്ക് സംബന്ധിച്ച് പറയുന്ന ആയത്തോതിയിട്ടാണ് ഹയ്യും ഹാലിറും ഖാദിറുമായ ഒരു സിട്ടിയോട് ചോദിക്കുന്ന ചോദ്യം ശിർക്കാണ് എന്ന് പറയാൻ അവർ അങ്ങാടികളിലൂടെ ഓടിയത്, ലേഖനങ്ങൾ എഴുതിയത്. അതേ ആയത്തിനെ അവരുടെ തോളിൽ കൈയിട്ട് ഏറ്റെടുത്തു, പച്ചയായി ദുർവ്യാഖ്യാനിച്ചു, രഹസ്യ മീറ്റിംഗ് കൂടി ജനങ്ങളെ വസ്വാസിലാക്കി. ഇനി പിടിച്ചു നിൽക്കാൻ ദുർവ്യാഖ്യാനമല്ലാതെ നിർവാഹമില്ല. അതുകൊണ്ട് MD വിഭാഗത്തിൽ നിന്നത് പഠിച്ച് അബ്ദുറഹ്മാൻ സലഫി അത് കൃത്യമായിട്ട് പയറ്റി. ഇത് നമ്മൾ കൊടുത്തപ്പോൾ, കോഴിക്കോട് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അത് വല്ലാതെ അവർക്ക് പൊള്ളിയിട്ടുണ്ട്. സഹോദരങ്ങളെ, ഈ 3 പ്രശ്നങ്ങൾ, അഥവാ പുതിയൊരു വിധി ഉണ്ടാക്കുക, ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുക, അതിനുവേണ്ടി പ്രമാണ വക്രീകരണം നടത്തുക എന്നത് ഒരു മുസ്ലിമിന് പറ്റിയതല്ല, ഒരു വിശ്വാസിക്ക് പറ്റിയതല്ല. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിശക്തമായി കൊടുത്ത ഒരു താക്കീതുണ്ട്. ഇമാം അൽ ബുഖാരി റഹിമഹുല്ലാ മതവിധി കൊടുക്കുന്ന ആളുകൾ പാലിക്കേണ്ട മര്യാദകൾ എന്ന് പറയുന്ന അധ്യായത്തിൽ ആ ആയത്ത് എടുത്തു കൊടുത്തിട്ടുണ്ട്. അവിടെ എന്താണ് പഠിപ്പിച്ചത്? സത്യസന്ധമായി വിധിക്കണമെന്നാണ്. വലാ തത്തബിഇൽ ഹവാ, ഒരിക്കലും ദേഹേച്ഛയെ പിൻപറ്റി പോകരുത്, ജനങ്ങളെ പിഴപ്പിക്കരുത് എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ആയത്ത് ഇത്തരം ആളുകൾ ഓർക്കണമെന്നാണ് വളരെ വിനയത്തോടുകൂടി ഓർക്കാനുള്ളത്. ഇനി നോക്കൂ നിങ്ങൾ, ഈ ദുർവ്യാഖ്യാനം അവർക്ക് നന്നായി കൊണ്ടത് എവിടെയാണ് തെളിഞ്ഞത്? സെക്രട്ടറിയുടെ മറുപടി എന്ന പരിപാടിയിലൂടെ തെളിയുകയാണ്. അദ്ദേഹം എന്താ ചെയ്തത്? സലഫിയെ ന്യായീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പിന്നാലെ കൂടുകയാണ്. ആ ഭാഗം നമ്മളൊന്ന് കേൾക്കുക. തേടിയ കാര്യം കുദറത്തിൽപ്പെട്ടതാണോ, അവരുടെ കഴിവിൽപ്പെട്ടതാണോ? ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നത് കാണാം. കുന്നാ നറാ അന്ന ലനാ ഫളൻ അലൽ ഇൻസി ലിഅന്നഹും കാനൂ ലയഊദൂന ബിനാ ഐ ഇദാ നസലൂ വാദിയൻ ഔ മകാനൻ മൂഹിസൻ മിനൽ ബറാരി വഗൈരിഹാ കമാ കാന ആദത്തുൽ അറബി ഫീ ജാഹിലിയതിഹാ. ജാഹിലിയത്തിൽ ഇവർ
കേട്ടല്ലോ, ഇതിങ്ങനെ മുറിച്ച് മുറിച്ച് പറഞ്ഞുതരാം. അഥവാ ഹയ്യും ഹാദിറും ഖാദിറും, ജീവനുള്ള സാന്നിധ്യമുള്ള കഴിവുള്ള ഒരു ജിന്ന്, ഒരു സൃഷ്ടി, അതാണ് ഇവിടെ വിഷയം. അപ്പം ആ ജിന്നിനോടുള്ള ചോദ്യം ഷിർക്കാണ് എന്ന് പറയാനാണ് ഈ ആയത്ത് ഇവർ ഓതിയത്. എന്നാൽ ഈ ആയത്ത് എന്തല്ല, ഹയ്യാകാം ഹാദിറാകാം, പക്ഷേ കഴിവുള്ള ജിന്നല്ല. അതോടുകൂടി എന്ത് ചെയ്തു? ഇവരെ വാദം പൊളിഞ്ഞു. സലഫിയെ ന്യായീകരിക്കാൻ വേണ്ടി ഇബ്നു കസീറാണ് ആരുദ്ധരിച്ചത്? സാക്ഷാൽ സെക്രട്ടറി ഉദ്ധരിച്ചത്. സെക്രട്ടറി ഓതിയയിൽ തന്നെ പൊളിഞ്ഞു. എന്താണ്? കമാ കാനത്ത് ആദത്തുൽ അറബി ഫീ ജാഹിലിയത്തിഹാ യഊദൂൻ, ജാഹിലിയത്തിലെ അറബികൾ ചെയ്തിരുന്ന പണിയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചതിനുള്ള തെളിവല്ല ഇത്. അദ്ദേഹത്തിന്റെ വാക്കുകൊണ്ട് തന്നെ അത് പൊളിഞ്ഞു. ശരി, വായിക്കട്ടെ. ജാഹിലിയത്തിൽ ഇവർ മരുഭൂമിയിലെത്തിയാൽ ഇങ്ങനെ തേടും, യഊദൂന ബിഅലീമി ദാലിക്കൽ മക്കാനി മിനൽ ജാന്നി, അവിടെയുള്ള ജിന്നുകളുടെ നേതാക്കന്മാരോട് ഇവർ പറയും, ഐ യുസീബഹും ബിശൈഇൻ യസൂഹും. ശരി, കേൾക്കുക. ഐ യുസീബഹും ബിശൈഇൻ യസൂഹും, അവർക്ക് ദോഷമുണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അവർക്ക് രക്ഷ കൊടുക്കണേ, അവർക്ക് അഭയം നൽകണേ. ആരാ ഈ പണി ഇവിടെ ചെയ്യുന്നത്? ഒരു വിശ്വാസി ചെയ്യുന്ന പണിയാണോ ഇത്? അല്ല. എന്നിട്ട് മക്കത്തെ മുശ്രിക്കിന്റെ ശിർക്കൻ വിശ്വാസം എടുത്തു പറഞ്ഞ ആയത്ത്, ആ ആയത്ത് എടുത്ത് ദുർവ്യാഖ്യാനം ചെയ്യേണ്ട ഒരു ഗതികേടിലാണ് ഈ വിഭാഗം ആളുകൾ അകപ്പെട്ടിട്ടുള്ളത്. പിന്നെ മാത്രവുമല്ല, ഇനി അതുകൊണ്ട് അവസാനിക്കുന്നില്ല. ഇതിന് ഈ ആയത്ത് വെച്ചുകൊണ്ട് തന്നെ ഇസ്ലാമിക ലോകത്ത് പണ്ഡിതന്മാർ നൽകിയ ഒട്ടേറെ വിശദീകരണങ്ങളുണ്ട്. ആ വിശദീകരണങ്ങളെല്ലാം ഇവർ കൃത്യമായി വായിക്കണം എന്നാണ് പറയാനുള്ളത്. മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ല, അദ്ദേഹത്തിൻ്റെ കിതാബ് തൗഹീദ്, ഇതെല്ലാം കൃത്യമായി പഠിപ്പിക്കാനുള്ളതാണ്. ആ കിതാബിന് എത്ര വിശദീകരണങ്ങളുണ്ട്! ഷെയ്ഖ് ഉസൈമി റഹിമഹുല്ല, ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ല, ഷെയ്ഖ് ഫൗസാൻ ഹഫിദഹുല്ല, ആലു ഷെയ്ഖ് ഹഫിദഹുല്ല, ആ 4 പണ്ഡിതന്മാരുടെയും വിശദീകരണം വായിച്ചിട്ട് നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചതിന് തെളിവുണ്ടെന്ന് കാണിക്കാൻ സാധിച്ചാൽ അപ്പോഴാ ശരിയാകുക. അത് കൃത്യമായുള്ള കിതാബാണ് എൻ്റെ കയ്യിലുള്ളത്. 4 പണ്ഡിതന്മാരുടെ വിശദീകരണവും ഇതിലുണ്ട്. ജാഹിലിയ കാലഘട്ടത്തിലെ അറബികളുടെ പണിയായിരുന്നു, അവർക്ക് ചെയ്തു കൊടുക്കാൻ കഴിയാത്ത കാര്യത്തിലായിരുന്നു. അത് കൃത്യമായി തെളിയിക്കുന്ന 4 വിശദീകരണങ്ങളും അടങ്ങിയ ഗ്രന്ഥമാണിത്. അതല്ലാത്തതുണ്ട്. അപ്പോൾ ഒരിക്കലും ഇത്തരം ദുർവ്യാഖ്യാനങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഇനി മാത്രവുമല്ല, പരപ്പനങ്ങാടിയിൽ വെച്ച് ഈ കാര്യത്തിന് കൃത്യമായ മറുപടി ബഹുമാനനായ അബ്ദുൽ മാലിക് സലഫി കൊടുത്തു. ഇതുവരെ മിണ്ടിയിട്ടില്ല. ഏതാണ്? ഇമാം തൊബരി റഹിമഹുല്ലയുടെ തഫ്സീർ വായിച്ചുകൊണ്ടാണ് കൊടുത്തത്. ആ ജിന്നുകൾക്ക് കഴിവുണ്ടായിരുന്നില്ല. അവർ ഹയ്യാകാം ഹാദിറാകാം, പക്ഷേ കഴിവുള്ള, അവരെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല അത്. വായിച്ചു കൊടുത്തു. സെക്രട്ടറി അത് കേട്ടിട്ടുണ്ടാകും. ഒന്നുകൂടി വായിക്കാം, കേട്ടോളൂ. ഇത് പറയുമ്പോൾ ആ ജാഹിലിയത്തിലെ അറബികൾ അവർ മരുഭൂമിയിലെത്തിയാൽ അവർ പറയും, നഊദു ബിസയ്യിദി ഹാദൽ വാദി മിൻ ശർരി മാ ഫീഹി, ഇവിടെയുള്ള എല്ലാ ഷർറിൽ നിന്നും ഈ താഴ്വരയുടെ നേതാവിനോട് ഞങ്ങൾ കാവൽ തേടുന്നു. ഇത് കേൾക്കുമ്പോൾ ഫതഖൂലുൽ ജിന്ന്, ജിന്നുകൾ കൊടുക്കുന്ന മറുപടി, മാ നംലികു ലക്കും വലാ ലി അൻഫുസിനാ ദർറൻ വലാ നഫ്ആ, ഞങ്ങൾക്ക് തന്നെ ഉപകാരം ചെയ്യാൻ സാധിക്കൂല, നിങ്ങൾക്ക് ചെയ്തുതരാനും കഴിയൂല. അപ്പൊ ജിന്നുകൾ കഴിയൂലാന്ന് അവരെന്നെ പറഞ്ഞു. ഇനി അതേ തഫ്സീറിൽ കാണാം, ഫയഖൂലുൽ ജിന്നിയൂൻ തതഅവ്വദൂന ബിനാ, ഞങ്ങളെ കൊണ്ട് നിങ്ങൾ കാവൽ തേടുകയാണോ? വലാ നംലികു ലി അൻഫുസിനാ ദർറൻ വലാ നഫ്ആ, ഞങ്ങൾക്ക് തന്നെ ഉപകാരം ചെയ്യാൻ വയ്യ, ഞങ്ങൾക്ക് തന്നെ ഉപദ്രവം തടുക്കാൻ വയ്യ. ആ ഞങ്ങളെ കൊണ്ടാണോ നിങ്ങൾ തേടുന്നത്? മറുപടി നിങ്ങൾ പറയണം. എന്തെങ്കിലും പറഞ്ഞ് ഒളിച്ചോടിയാൽ പോരാ. ഇനി ഒരു വിശ്വാസിയോ എവിടെ ചെന്നിറങ്ങിയാലും, മരുഭൂമിയല്ല, ജനമുള്ള സ്ഥലത്താകട്ടെ, ഏത് കാട്ടിലാകട്ടെ, എവിടെ പോയാലും, അഊദു ബികലിമാത്തില്ലാഹി താമാത്തി മിൻ ശർരി മാ ഖലഖ്, എല്ലാ സൃഷ്ടികളുടെയും ഷർറിൽ നിന്ന് പടച്ച റബ്ബിനോട് കാവൽ തേടുന്നു എന്നാണ് വിശ്വാസി പഠിപ്പിക്കപ്പെട്ടത്. അതാണ് വിശ്വാസിയുടെ ജീവിതം. അതുകൊണ്ട് ശിർക്ക് ആക്കി എടങ്ങേറായി മുവഹിദുകളെ മുശ്രിക്കുകളാക്കാൻ നിങ്ങൾ ഇത്ര ദുർവ്യാഖ്യാനം ചെയ്ത് പ്രയാസപ്പെടണ്ട. സമൂഹത്തോട് നിങ്ങൾ മാപ്പ് പറയണം എന്നാണ് പറയാനുള്ളത്.
ഇനി നോക്കൂ നിങ്ങൾ, അദ്ദേഹം ഒന്നുകൂടി തറപ്പിച്ച് പറയണം കേട്ടോ. ദോഷമൊന്നും വരുത്താതിരിക്കാൻ ഏതുപോലെ ഈ ഒറ്റ ആയത്ത് മതി അത് തെളിയിക്കാൻ. ഇവരുടെ വാദം പിഴച്ചതാണ് എന്ന് തെളിയിക്കാൻ. അത് തെളിയിച്ചപ്പോഴാണ് ഇവര് പറയുന്നത് ഇത് ദുർവ്യാഖ്യാനമാണ്. കേട്ടല്ലോ, ഈ ഒറ്റ ആയത്ത് മതി. മൂപ്പരോധിയ ഇബ്നു കസീർ കൊണ്ട് തന്നെ നമ്മൾ പൊളിച്ചെടുത്തു. നിങ്ങൾ സ്ഥാപിക്കാൻ നോക്കുന്ന വിഷയമല്ല സെക്രട്ടറി അത്. 1, 2 വീണ്ടും ഇതാ ഞങ്ങൾ ഉദ്ധരിച്ചിരിക്കുന്നു, തഫ്സീർ തൊബരി വായിച്ചിരിക്കുന്നു, മറുപടി പറയണം. പിന്നെയോ 4 ഇമാമുമാരെ ഇവിടെ ഉദ്ധരിച്ചു, അതിനാ നിങ്ങൾ മറുപടി പറയേണ്ടത്. കാടടച്ച് വെടിവെക്കാൻ സുഖ, പക്ഷേ വാദത്തിനുള്ള തെളിവാണ് നിങ്ങൾ ഹാജരാക്കേണ്ടത്. ഇനി നോക്കൂ നിങ്ങൾ, അടുത്ത വിഷയം എന്താണ്? അടുത്തത് പച്ചയായ ദുർവ്യാഖ്യാനം. നമ്മൾ ഖുർആൻ ദുർവ്യാഖ്യാനിച്ചു എന്ന് എന്ത് ചെയ്യുക? ആൾക്കാരോട് പറയാം. എന്നിട്ട് ഇവിടെ കൊപ്പത്തുള്ള പരിപാടിയിലും കൊടുവള്ളിയുള്ള പരിപാടിയിലും രണ്ടാളും ഒരേ ആയത്തോതിയിട്ട് ഈ വാദം സ്ഥാപിക്കാൻ നോക്കുന്നു. ഏതാ വാദം? ഹയ്യും ഹാദിറും ഖാദിറുമായിട്ടുള്ള ഒരു ജിന്നിനോടുള്ള ചോദ്യം അത് ശിർക്കാണ് എന്ന് പറയാൻ ഇവരോടുന്ന ആയത്താരെ നമ്മൾ കേൾക്കുക. ജീവിച്ചിരിക്കുന്ന ജിന്നുകളോട് അല്ല, മുസ്ലിം ജിന്നുകളോട് തന്നെയും സഹായം തേടിയ ആളുകൾ മക്കത്തുണ്ടായിരുന്നു. അവരോടാണ് അല്ലാഹ് പറഞ്ഞത്, കുലുദുല്ലദീന സഅംതും മിൻ ദൂനിഹി ഫലാ യംലികൂന കശ്ഫൽ അൻകും വലാ തഹ്വീല ഉലൈകല്ലദീന യദ്ഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീലത അയ്യുഹും അഖറബു യർജൂന റഹ്മതഹു വയഖാഫൂന അദാബഹു ഇന്ന അദാബ റബ്ബിക കാന മഹ്ദൂറാ. അല്ലാഹ് പറയാണ്, മുസ്ലിമായ ജിന്നിനോട്, അതും മക്കയിൽ ജീവിച്ചിരുന്ന ജിന്നുകളോട് അവിടുത്തെ മുശ്രിക്കുകൾ സഹായം തേടിയപ്പോൾ അതിനെതിരെ അല്ലാഹു ഖുർആനിൽ ആയത്തിറക്കിയിട്ടുണ്ടെങ്കിൽ ഈ ആയത്തിനെ മൻസൂഹാക്കാൻ ഈ പറയുന്ന വിസ്റ്റം പണ്ഡിതന്മാർ സഭ കൂടി പുതിയ സുനഹദോസ് കൊണ്ടുവന്നാൽ അള്ളാന്റെ ആയത്ത് ദുർബലമാകൂല. കേട്ടല്ലോ, എന്താ ആവേശാണ്! അദ്ദേഹം തന്നെ തട്ടിക്കൂട്ടിണ്ടാക്കിയൊരു വാദം, എന്നിട്ട് ആ വാദത്തിന് ഇല്ലാത്ത തെളിവ് ഉരുട്ടിപ്പിടിച്ചു കൊണ്ടുവരിക. എന്നിട്ട് നമ്മൾ സുനഹദോസ് കൂടി അത് പോകൂല. പൊന്നാർ അനസ് മൗലവി, നിങ്ങൾ സ്ഥാപിക്കാൻ നോക്കുന്ന വിഷയം എന്താ? ഈ ആയത്തിലുള്ള വിഷയം എന്താ? ഇതുപോലും തിരിച്ചറിയാനുള്ള ഒരു ത്രാണി നിങ്ങൾക്കില്ലാതെ ഈ നിലക്ക് പറഞ്ഞാൽ ആരാ അപകടത്തിലാകുക? ഞങ്ങൾക്ക് യാതൊരു പേടിയില്ല. കാരണം എന്താ? അഹ്ലുസുന്ന വൽ ജമാഅയുടെ നിലപാടിലൂടെ പോകുന്ന ഞങ്ങൾക്ക് എതിരല്ല ഈ ആയത്ത്. എന്താ തെളിവ്? നേരത്തെ കാണിച്ച അതേ കിതാബ് നിങ്ങൾ വായിക്കുമോ എന്ന് ഞങ്ങൾക്കറിയില്ല. നിങ്ങൾ കിതാബിലേക്ക് കണ്ണുവിടുമോ എന്നറിയില്ല. എന്തുകൊണ്ട്? നിങ്ങൾക്കതാണ് ശീലമായിട്ടുള്ളത്. ഇൻഷാ അല്ലാ നിങ്ങൾ കാണിച്ച ഓരോ കള്ളത്തരങ്ങൾ ഇവിടെ തുറന്നു കാണിക്കുമ്പോൾ അത് കൃത്യമായി ബോധ്യമാകും. ഷെയ്ഖുൽ ഇസ്ലാമിന്റെ കിതാബ് തൗഹീദ്, ആ കിതാബ് തൗഹീദിൽ അദ്ദേഹം ഈ ആയത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. സൂറത്ത് ഇസ്രായിലെ ഈ ആയത്ത് കൊണ്ടുവന്നു. ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ലാഹ് അതിന് കൊടുത്ത വിശദീകരണം നോക്കൂ നിങ്ങൾ. യദ്ഊനഹും മിൻ ദൂനില്ലാഹ്, അല്ലാഹ്ക്ക് പുറമെ പ്രാർത്ഥിക്കുന്നവർ, വഹുമുൽ മലായിക വൽ അംബിയാഇ വസ്വാലിഹീൻ, ജിന്നുകൾ മാത്രല്ല, അംബിയാക്കളും സ്വാലിഹീങ്ങളും മലക്കുകളും എല്ലാവരും ഉണ്ട്. അത് മൂപ്പരും പറയുന്നുണ്ട്. പക്ഷേ ജിന്നിനെയാണ് മൂപ്പർ മുന്നിക്കിടുന്നത്. കാരണം എന്താ? ജിന്നും പറഞ്ഞ് കുറച്ചാളുകളെ ശിർക്കിലാക്കണം, നടക്കൂല. ഇനി കേൾക്കൂ, ഈ ആയത്തിന്റെ കൃത്യമായിട്ട് പറയുന്നു, അന്നല്ലാഹ സുബ്ഹാനഹു വ തആല യുഖ്ബിറു അന്ന ഹൗലാഇ അല്ലദീന യദ്ഊഹുമുൽ മുശ്രികൂന മിൻ ദൂനില്ലാഹി മിനൽ മലായികതി വൽ അംബിയാഇ വസ്വാലിഹീൻ. കണ്ടോ, മുശ്രിക്കുകൾ മലക്കുകളോട്, അംബിയാക്കളോട്, സ്വാലിഹീങ്ങളോട്, അള്ളാഹിനോട് ചോദിക്കേണ്ട കാര്യം ചോദിച്ച വിഷയത്തെ പറ്റിയാണ് ഈ ആയത്ത്. അതാർക്കാ സംശയം? അത് ജിന്നിനോട് പാടില്ല, മനുഷ്യനോട് പാടില്ല, കല്ലിനോട്, മരത്തിനോട്, ഒരു സൃഷ്ടിയോടും പാടില്ല എന്ന് മുജാഹിദുകൾക്കറിയാം. അത് നിങ്ങൾ പ്രയാസപ്പെടണ്ട. ഇനി തീർന്നില്ല. ഓരോന്നും ആലു ഷെയ്ഖ് റഹിമഹുല്ലാഹ് കൊടുത്തത്, ഹഫിളഹുല്ലാഹ് കൊടുത്തത്, ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ലാഹ് കൊടുത്തത് എല്ലാം ഇതിലുണ്ട്. ഇതൊക്കെ കൃത്യമായി വായിച്ചു നോക്കിയിട്ട് വേണ്ടേ വാദത്തിനാണോ തെളിവ്? അതാണല്ലോ പ്രധാനം. വാദത്തിനാണോ തെളിവ് എന്ന് കൃത്യമായി നിങ്ങൾ നോക്കേണ്ടിയിരുന്നു. ഇനി സെക്രട്ടറി അതേ ആയത്തോതിയിട്ട് രസകരമായി പറയുന്ന ഒരു കാര്യമുണ്ട്, അതുകൂടി നമുക്ക് കേൾക്കാം കേട്ടോ. ഇനിയും നോക്കിക്കോ, രണ്ടാമത്തെ വിശുദ്ധ ഖുർആനിൽ തന്നെ സൂറത്തുൽ ഇസ്രായിലെ 56, 57 ആയത്തുകൾ, ഖുലിദുല്ലദീന സഅംതും മിൻ ദൂനിഹി ഫലാ യംലികൂന കശ്ഫൽ ദുരി അൻകും വലാ തഹ്വീല
എന്ന ആയത്ത് വിശദീകരിക്കുന്ന പണ്ഡിതന്മാരുടെ തഫ്സീറുകൾ എടുത്തോ. അവിടെയുള്ള എന്താ? ഈ ജിന്നുകളെ അവരാരാധിച്ചു, ജിന്നുകളെ ആരാധിച്ചു, ജിന്നുകളോട് അവർ പ്രാർത്ഥിച്ചു. ഇതല്ലേ തഫ്സീറുകളിൽ രേഖപ്പെടുത്തിയത്? ഖുൽ, തുബരി പറയുന്നത് കാണാം, ഖുൽ യാ മുഹമ്മദ് ലിമുശ്രികീ ഖൗമിക് അല്ലദീന യഅബുദൂന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന മിൻ ഖൽഖിഹി, അല്ലാഹുവിന്റെ സൃഷ്ടികളോട് തേടിക്കൊണ്ടിരിക്കുന്ന ആളുകളോട് പറയുക. എന്താ പറയേണ്ടത്? ഉദൂ അയ്യുഹൽ ഖൗം, ജനങ്ങളെ നിങ്ങൾ പ്രാർത്ഥിക്ക്, നിങ്ങൾ സഹായം തേട്, നിങ്ങൾ സഹായാർത്ഥന നടത്ത്, നിങ്ങൾ അഭയം തേട്. ആരോട്? അല്ലാഹുവിനോട് അഭയം തേട്. അല്ലദീന സഅംതും അന്നഹും അർബാബുൻ വാലിഹ മിൻ ദൂനിഹി ഇൻദ ളുരി യൻസിലു ബിക്കും. ഒന്ന് നിർത്തി. കേട്ടല്ലോ നിങ്ങള്? ജിന്നുകളെ ആരാധിക്കുന്ന, ജിന്നുകളോട് പ്രാർത്ഥിക്കുന്ന സെക്രട്ടറി, നിങ്ങൾ തെളിവെടുത്തത് പൊളിയുന്നു. ഏത് മുജാഹിദാണ് ഇവിടെ ജിന്നെ എന്ന് വിളിച്ചുകൊണ്ട് ആരാധനയും പ്രാർത്ഥനയും നടത്തിയത്? അതൊന്ന് പറയും, അപ്പോഴേ തെളിവാകുള്ളൂ. കഴിഞ്ഞില്ല. പിന്നെന്താ പറഞ്ഞത്? അയ്യുഹൽ ഖൗം അല്ലദീന സഅംതും അന്നഹും അർബാബ്. പൊളിഞ്ഞു സെക്രട്ടറി. ആരാ ഇവിടെ ജിന്നുകളെ അർബാബുകളാക്കിയത്? പറയണം. തഫ്സീർ വായിച്ചു പോയാ പോരാ, കാര്യം വ്യക്തമാക്കണം. വആലിഹ, ആരാ ഇവിടെ ആരാധ്യന്മാരാക്കിയത്? അലാ, എപ്പോ? മിൻ ദൂനിഹി ഇൻദ ളുരി യൻസിലു ബിക്കും, നിങ്ങൾക്ക് പ്രയാസം ഇറങ്ങുമ്പോൾ അല്ലാ എന്ന ഇലാഹിനെ മാറ്റി, അല്ലാ എന്ന റബ്ബിനെ മാറ്റി നിങ്ങൾ ജിന്നിനെയോ മലക്കിനെയോ അമ്പിയാക്കളെയോ സ്വാലിഹീങ്ങളെയോ ലാത്തയെയോ ഉസ്സയെയോ ആരെയും വിളിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ച ആയത്തോതിയിട്ട് മുജാഹിദുകൾക്ക് നേരെ, മുവഹിദുകൾക്ക് നേരെ ശിർക്കാരോപണം നടത്താൻ നിങ്ങൾ കാണിച്ച ധൈര്യമുണ്ടല്ലോ, അത് ഇൻഷാ അല്ലാഹ് പരലോകത്ത് ഞങ്ങൾ കൃത്യമായി നിങ്ങളോട് ചോദിക്കും. ശരി, ബാക്കി വായിക്കട്ടെ. കേൾക്കി. നിങ്ങൾ സഹായം തേട്, നിങ്ങൾ സഹായാർത്ഥന നടത്ത്, നിങ്ങൾ അഭയം തേട്. ആരോട്? അല്ലാഹുവിനോട് അഭയം തേട്. അല്ലദീന സഅംതും അന്നഹും അർബാബുൻ വാലിഹ മിൻ ദൂനിഹി ഇൻദ ളുരി യൻസിലു ബിക്കും, നിങ്ങൾ ഈ ആളുകളെ ഉപേക്ഷിക്കുകയും അവരെ നിങ്ങൾ ഒഴിവാക്കുകയും എന്നിട്ട് നിങ്ങൾ ആലോചിക്കുക, ഫൻദുറു ഹൽ യഖ്ദിറൂന, നിങ്ങൾ അവരോട് പ്രാർത്ഥിക്കുക, ഈ ആളുകളോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ആരോട്? നിങ്ങൾ ഈ തേടിക്കൊണ്ടിരിക്കുന്ന ജിന്നുകളുണ്ടല്ലോ, ഈ മലക്കുകളുണ്ടല്ലോ, അവരോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. എന്നിട്ട് നിങ്ങൾ നോക്കുക എന്ത്? ഫൻദുറു ഹൽ യഖ്ദിറൂന അലാ ദഫഇ ദാലിക അൻകും, എന്തെങ്കിലും പ്രയാസം തടയാൻ ഇവർക്ക് കഴിയോ, എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ കഴിയോ എന്ന് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്ക് എന്നാണ് ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത് എന്ന് ഇമാം തുബരി വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. ആരോടൊക്കെയാ തേടിയത്? ഈസാ നബിയോട്, ഉസൈർ നബിയോട്. കേട്ടല്ലോ സെക്രട്ടറി, അവിടെ അവസാനിച്ചിട്ടില്ല. ബാക്കി കൂടി വായിച്ചാൽ മൂപ്പരിങ്ങനെ നോക്കുന്നുണ്ട്. എന്താ അറിയോ? ബാക്കി വായിച്ചാൽ മൂപ്പര അവസ്ഥ പൊളിഞ്ഞു. എന്താണ്? ഹയ്യും ഹാദിറും ഖാദിറും ആണ് എന്ന വാദം പൊളിയുന്നു. എന്താ ബാക്കി? ദാ കേട്ടോളിയും. ഔ തഹവീലിഹി അൻകും ഇലാ ഗൈരിക്കും, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപദ്രവം തടുക്കാനോ അത് മാറ്റാനോ സാധിക്കുമെന്ന്. ഫതദ്ഉഹും ആലിഹ, നിങ്ങൾ ആലിഹത്തിനോട് പ്രാർത്ഥിക്കുക. ഫഇന്നഹും ലാ യഖ്ദിറൂന അലാ ദാലിക്, ണ്ടോ? ഫഇന്നഹും ലാ യഖ്ദിറൂന അലാ ദാലിക് വലാ യംലികൂനഹു, അവർക്കതിന് കഴിയില്ല, അവർക്കതിന് സാധിക്കില്ല. വഇന്നമാ യംലികുഹു വയഖ്ദിറു അലൈഹി ഖാലിഖുകും വഖാലിഖുഹും, നിങ്ങളുടെയും അവരുടെയും സൃഷ്ടാവിനെ കൊണ്ട് മാത്രം കഴിയുന്ന കാര്യമാണ്. എന്തിനാ നിങ്ങളിത് മറച്ചു വെച്ചത്? എന്തിനാ നിങ്ങളിത് പൂഴ്ത്തി വെച്ചത്? നിങ്ങൾക്ക് നിങ്ങളുടെ ആശയം ഈ ആയത്തിലൂടെ സ്ഥാപിച്ചെടുക്കണം. അതിന് നിങ്ങൾ കിതാബിനെ ദുർവ്യാഖ്യാനിക്കുന്നു, ആയത്തുകളെ വളച്ചൊടിക്കുന്നു. നിങ്ങളെപ്പോലെയുള്ള ഒരാൾ ചെയ്യേണ്ട പണിയല്ല സെക്രട്ടറി ഇത്. നിങ്ങളിരിക്കുന്ന സ്ഥാനത്തിരുന്ന പണ്ഡിതന്മാരൊന്നും ഇങ്ങനെ ചെയ്തവരല്ല. അതുകൊണ്ടാണ് പറയണത്, ഈ നിലക്ക് നിങ്ങൾ സമൂഹത്തെ കബളിപ്പിച്ച് ജനങ്ങളെ പറ്റിച്ച് നിങ്ങൾ എന്താകരുത്? ശിർക്കും കുഫറും റിദ്ദത്തും ആരോപിക്കുന്നവരെ കൂട്ടത്തിൽ പെടരുത്. അതാണ് നിങ്ങളെ കൂട്ടത്തിൽ ആളുകൾ ചെയ്യുന്നത്, നിങ്ങളടക്കമുള്ളവർ ചെയ്യുന്ന പണി അതാണ്. അങ്ങനെ നിൽക്കരുത്. ശരി, ഇനി നോക്കൂ നിങ്ങൾ. ഇദ്ദേഹം നമ്മൾ ഇദ്ദേഹത്തോട് കോഴിക്കോട് ചോദിച്ചതിന് ഇദ്ദേഹം ഒന്ന് രസകരമായ അടുത്തൊരു പ്രശ്നം ഇതേപോലെ തട്ടിക്കൂട്ടി കൊണ്ടുവരുന്നു. അതൊന്ന് കേൾക്കുക.
ഞാൻ ചോദിക്കുന്നു KNM-ന്റെ പ്രഭാഷകന്മാരോടും ഇതെഴുതിയ ആളുകളോടും, ഷേഖ് നാസറുദ്ദീൻ അൽബാനി നിങ്ങൾ പറഞ്ഞതുപോലെ യാ ഇബാദല്ലാ എന്നതിന്റെ ഉദ്ദേശം ജിന്നാണ് എങ്കിൽ അത് ശിർക്കുൻ ബയ്യിനാണെന്ന് ഷേഖ് നാസറുദ്ദീൻ അൽബാനി എവിടെ പറഞ്ഞു? നിങ്ങൾ തെളിയിക്കണം. ആദർശത്തിന്റെ വിഷയത്തിൽ സത്യം കൊണ്ട് നേരിടാൻ കഴിയാ എവിടെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ സിൽസിലയിലാണ് പറഞ്ഞിരിക്കുന്നത്. സിൽസിലത്തുൽ ഹദീസിൽ ലഈഫയിൽ 655 നമ്പർ ഹദീസിനെ വ്യാഖ്യാനിക്കുന്നിടത്താണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം കൃത്യമായി അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. കേട്ടല്ലോ, ഷെയ്ഖ് അൽബാനി റഹിമഹുള്ളയുടെ സിൽസിലത്തുൽ അഹാദീസുൽ ലഈഫയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ആ സർക്കുലർ. കോഴിക്കോട് നമ്മൾ കാണിച്ചിരുന്നു. അദ്ദേഹം കുടുങ്ങും അല്ലെങ്കിൽ എടങ്ങേറാകും എന്നൊക്കെയുള്ള വിഷയം മാത്രം എടുത്താണ് മറുപടി. പക്ഷെ അതുകൊണ്ട് എടങ്ങേറായി, അങ്ങനെയാണല്ലോ. എടങ്ങേറാവുമെന്ന് കരുതിയത് എടുത്തു, അതിനേക്കാൾ എടങ്ങേറായി. എന്താ ഇതിലുള്ളത്? നമ്മൾ പറഞ്ഞത് എന്താണ്? ഈ സർക്കുലറിൽ പറഞ്ഞ പ്രകാരം ഷിർക്കുൻ ബയ്യിൻ എന്നല്ല ഷെയ്ഖ് അൽബാനി റഹിമഹുള്ള പറഞ്ഞത്. അത് നിങ്ങൾ കബളിപ്പിച്ചതാണ്. നിങ്ങൾ അവിടെ കൃത്യമായ കൃത്രിമം നടത്തിയിട്ടുണ്ട്. അതാണ് ഞങ്ങൾ അവിടെ പിടിച്ചത്. ഇതാണ് ആ കിതാബ്. ഇതാ കണ്ടോളി. ആ കിതാബില് 2 വാള്യമാണ്, 111 പേജ് വായിക്കാം. എന്താണ് ആ ഹദീസ് കൊണ്ടുവന്നു? യാ ഇബാദല്ലാ എന്ന ഹദീസ് കൊണ്ടുവന്നു. എന്നിട്ട് ആ ഹദീസിനെ പറ്റി പറയുന്നു, അന്നൽ മുറാദ ബിഖൗലിഹി ഫിൽ ഹദീസിൽ അവ്വൽ. ഒന്നാമത്തെ ഹദീസിന്റെ മുറാദ് യാ ഇബാദല്ലാ എന്ന് പറഞ്ഞാൽ ഇന്നമാഹുമുൽ മലായിക, അത് മലക്കുകളാണ്. ഇന്നമ എന്ന് പ്രയോഗിച്ചില്ലേ? എന്തിനാണ് അവിടെ ഇന്നമ എന്ന് വന്നത്? സെക്രട്ടറി, നിങ്ങൾക്ക് ഭാഷാ നിയമം അറിയാലോ. ഇന്നമ നിശ്ചയം, ഉറപ്പിച്ചു, ഹുമുൽ മലായിക, അത് മലക്കുകളാണ്. എന്നാലോ ഈ സർക്കുലർ നിങ്ങൾ പറഞ്ഞത് എന്താണ്? അവിടെ യാ ഇബാദല്ലാ എന്നത് അള്ളാഹുവിൻ്റെ അടിമകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അദൃശ്യമായ മഹാന്മാരാണെന്നോ മലക്കുകളാണെന്നോ മറ്റാരെങ്കിലുമാണെന്നതോ പ്രസക്തമല്ല. ഇതാണ് ഞങ്ങൾ പറഞ്ഞത്. KJU അടക്കം ഫത്വാ ബോർഡ് അടക്കം തീരുമാനിച്ച് എഴുതിവിട്ട ഈ സർക്കുലറിൽ നുണയാണ്, സത്യമല്ല. ഷെയ്ഖ് അൽബാനി പറഞ്ഞു എന്ന നിലക്കുള്ളത് നിങ്ങൾ പറഞ്ഞത് ശരിയല്ല. ശരി, ഇനി ഇവിടെ ഇത് മലക്കല്ലെങ്കിൽ ഷെയ്ഖ് അൽബാനി റഹിമഹുള്ള ഈ പറഞ്ഞത് പ്രകാരം അദ്ദേഹത്തെ നിങ്ങൾ മുശ്രിക്കാക്കുമോ? കാഫിറാക്കുമോ? അദ്ദേഹത്തിന് നേരെ റിദ്ദത്ത് ആരോപിക്കുമോ? അതാ നിങ്ങൾ പറയേണ്ടത്. ഇവിടെ കേരളത്തിൽ മാത്രം നിൽക്കൂല ഈ വിഷയം. ഇനിയോ, ഇനി പിന്നെ അദ്ദേഹം പറയാണ് ഫലാ യജൂസു അയ്യുൽഹഖ ബിഹിം അൽ മുസ്ലിമൂന മിനൽ ജിന്നി അവിൽ ഇൻസി. ഈ ഹദീസിലെ യാ ഇബാദല്ലയിലേക്ക് മുസ്ലിങ്ങളിലും ജിന്നുകളിലും പെട്ട അഥവാ സൂഫികൾക്കൊരു വിശ്വാസമുണ്ട്, ഷിയാക്കൾക്കൊരു വിശ്വാസമുണ്ട്. അതെന്താ? റിജാലുൽ ഗൈബ്, അവർ ഔലിയാക്കൾ, അഖ്താബുകൾ, അങ്ങനെ പലരും ഉണ്ട്. അവര് എന്തിനും ഏതിനും കഴിവുള്ളവരാണ്. അതുകൊണ്ടാണ് ഈ ദുർബലമായ ഹദീസിനെ തെളിവെടുത്തുകൊണ്ട് സൂഫികൾ കൊണ്ടുവരാറുള്ളത്. അത് ഇതിൽ പെടുത്താൻ പാടില്ല. സവാഉൻ കാനു അഹ്യാഅൻ ഔ അംവാതൻ, അവർ മരിച്ചവരാകട്ടെ ജീവിച്ചവരാകട്ടെ. എന്നിട്ട് പറഞ്ഞു ഫൈനൽ ഇസ്തിഗാസ ബിഹിം വതലബൽ ഔനി മിൻഹും ശിർകും ബയ്യിൻ ലാ ലിഅന്നഹും ലാ യസ്മഊന അദ്ദുആ. ഇതാ ഞങ്ങൾ പറഞ്ഞത്. ഈ സർക്കുലർ അങ്ങനെയല്ല. ഈ സർക്കുലറിൽ നിങ്ങൾ കൊടുത്തത് റിജാലുൽ ഗൈബോ ജിന്നോ ആണെന്ന് കരുതി യാ ഇബാദല്ലാഹ് ഗീസൂനി എന്ന് വിളിക്കുന്നത് വ്യക്തമായ ശിർക്കാണ്. ശിർക്കുൻ ബയ്യിൻ ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി ഗണ്ഡിതമായി പ്രസ്താവിച്ചിട്ടുണ്ട്. ഇല്ല സെക്രട്ടറി, തട്ടിപ്പാണ്, പേരും തട്ടിപ്പാണ്. ഈ സർക്കുലർ തിരുത്താൻ നിങ്ങൾക്ക് മടിയുണ്ടെങ്കിൽ നിങ്ങൾ മിനുട്സിൽ എഴുതി വെക്കും. തൽക്കാലം മടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് തിരുത്തണ്ട, അവിടെ കിടന്നോട്ടെ. ഇനി നമ്മളത് വിടണ്ട. ന്യായീകരിച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത്, തടി ഊരാൻ നോക്കരുത്. അത് പറ്റൂല. ഇതൊക്കെ കിതാബിലുള്ള കൃത്രിമത്താണ്. നാളെ പരലോകത്ത് ഈ കിതാബൊക്കെ ഹാജരാക്കപ്പെടും, സംശയമില്ലല്ലോ. എന്തിനാ കുടുങ്ങുന്നത്? കുടുങ്ങിയെന്ന് പറഞ്ഞാൽ പോരെ. മുവഹിദുകളെ നേരെ നിങ്ങൾ എന്തൊക്കെ ചോദിക്കുന്നു, ഏതൊക്കെ രൂപത്തിൽ നിങ്ങൾ കയർത്ത് വർത്തമാനം പറയുന്നു. ഞങ്ങൾ നല്ല നിലക്ക് ചോദിക്കുന്നു, ഇത് തട്ടിപ്പാണ്. ഈ സർക്കുലറിൽ പറഞ്ഞ പ്രകാരമല്ല ഷെയ്ഖ് അൽബാനി റഹിമഹുള്ളയുടെ കിതാബിലുള്ളത് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല. അതാ പറയാനുള്ളത്. ഇനിയോ, നമ്മൾ കോഴിക്കോട് ഇപ്പൊ യാ ഇബാദല്ലയുടെ വിഷയം, കോഴിക്കോട്
മഹാനായ ഉമർ മൗലവി റഹിമഹുല്ലാ സൽസബീലിൽ കൊടുത്ത മറുപടി, യാ ഇബാദല്ലാ എന്ന ദുർബല ഹദീസ് ഉദ്ധരിച്ച് പയ്യോളിയിലെ മുസ്ലിയാർ പ്രസംഗിച്ചപ്പോൾ അത് ചോദ്യമായി വന്നു. അതിന് മറുപടി എഴുതാൻ പാലത്ത് അബ്ദുറഹ്മാൻ മദനിയെ ഏൽപ്പിച്ചു. അദ്ദേഹം മറുപടി എഴുതി. ആ മറുപടി പൂർണ്ണമായും സൽസബീൽ അംഗീകരിച്ച് ഉമർ മൗലവി റഹിമഹുല്ലാ സൽസബീലിൽ കൊടുത്തു. എന്താ നിങ്ങൾ മിണ്ടാത്തത്? ഞങ്ങളുടെ ചോദ്യം പ്രസക്തമാണ്. ഇപ്പോൾ നിങ്ങൾ വാദിച്ച് ജലിപ്പിച്ച് നടക്കുന്ന കാര്യപ്രകാരം ഈ ലേഖനം വിചിന്തനം വാരികയിൽ കൊടുക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അതാ ചോദ്യം. ആ ചോദ്യം കണ്ടില്ല എന്ന് നടിച്ച് നിങ്ങൾ പോകാൻ പാടില്ല. നിങ്ങൾ വിഷയത്തിന്റെ മറുമത്തിക്ക് തന്നെ വരണം. തീർന്നില്ല. കോഴിക്കോട് ഞങ്ങൾ ചോദിച്ചിരുന്നു, അല്ലാതെയും ചോദിച്ചിരുന്നു. ഇഹ്യാഉ തുറാസുൽ ഇസ്ലാമി ഈ പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ട് അയച്ച ഫത്വ എത്ര വായിച്ചു? എന്താ സെക്രട്ടറി നിങ്ങൾ കേൾക്കാത്തത്? കേൾക്കണ്ടേ? എന്താ ഇത് കണ്ടില്ല എന്ന് നടിക്കുന്നത്? കാണണ്ടേ? നിങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലേ? ഔദ്യോഗിക വേദികളിൽ ഈ കാര്യം നിങ്ങളല്ലേ കൈകാര്യം ചെയ്യുന്നത്? ഒന്നുകിൽ നിങ്ങൾ പറയണം വിസ്ഡം കളവാണ് പറയുന്നത്, അങ്ങനെയില്ല. അല്ലെങ്കിലോ അങ്ങനെയുണ്ട്, നമുക്കത് വേണ്ട, നമ്മൾ കുടുങ്ങി. ഇതാർക്കയച്ച കത്ത? ഇതാർക്കയച്ച കത്ത? KNM-ന്, അന്നത്തെ KNM-ന് അയച്ച കത്താണ്. എന്താ ഇതിലുള്ളത്? ആരാ ഇത് പറഞ്ഞത്? ചില്ലറക്കാരൊന്നുമല്ല. ലോകം അംഗീകരിച്ച, ലോകത്തറിയപ്പെട്ട ഒരുപാട് വിശ്വാസ കർമ്മ പ്രശ്നങ്ങൾക്ക് പ്രാമാണികമായി മറുപടി കൊടുക്കുന്ന നിരവധി ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാരെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. ചില്ലറക്കാരൊന്നുമല്ല. നിങ്ങൾക്കറിയാലോ, ആളെ പേരൊന്നും ഞാൻ പറയണ്ട. എന്നിട്ട് ഇതാ നമ്മുടെ വിഷയം പറഞ്ഞു, നമുക്കിടയിലെ പ്രശ്നം പറഞ്ഞു, രണ്ട് വാദം പറഞ്ഞു. ഫതറഫുൻ യറാ അന്നൽ ഇസ്തിഗാന ബിൽ ജിന്നി ശിർകുൻ മുത്ലഖ ബിജമീഇ അൻവാഇഹാ. ഒരു വിഭാഗം പറയുന്നു നിരുപാധികം ഈ സഹായത്തേട്ടം ശിർക്കാണ്. രണ്ടാമത്തെ വിഭാഗം പറയുന്നു അതിൽ ശിർക്കായതുണ്ട്, ശിർക്കാകാത്തതുണ്ട്, പക്ഷേ എല്ലാം ഹറാമാണ്. മിംബാബി സദ്ദിദ്ദരിയ ഇല ശിർക്ക്, ശിർക്കിലേക്കുള്ള വാതിൽ തുറക്കുന്നതിനാൽ എല്ലാം ഹറാമാണ്. എന്നിട്ട് പറയാണ് വറാജിഹ്. എന്താ റാജിഹിന്റെ അർത്ഥം? പറയണം. സെക്രട്ടറി ഓരോ പദങ്ങളും വായിച്ചു പറയണം. വറാജിഹ് വല്ലാഹു അഅലം അന്നൽ ഇസ്തിഗാന ബിൽ ജിന്നി അൻവാ. ജിന്നിനോടുള്ള ഇസ്തിആനത്തിന് ഇനങ്ങളുണ്ട്. മിൻഹാ മാ ഹുവ ശിർകുൻ, ശിർക്കായതുണ്ട്. വമിൻഹാ മാ ഹുവ വസീലത്തുൻ ഇല ശിർക്ക്, ശിർക്കിലേക്ക് നയിക്കുന്നതുണ്ട്. എല്ലാം ഹറാമാണ്. മിൻബാബി സദ്ദിദ്ദരിയ ഇല ശിർക്ക്, ശിർക്കിലേക്ക് വാതിൽ തുറക്കുന്നതിനാൽ. പിന്നെയോ ഫൽ ഉലമാഉ മുത്തഫിഖൂന അലാ ഹാദൽ ഖൗലി റാജിഹ് വലാ ഖിലാഫ ഫീഹി ബൈന അഹ്ലിൽ ഇൽമ്. കണ്ടോ, അഹ്ലുൽ ഇൽമിന് ഖിലാഫില്ല, അഭിപ്രായ വ്യത്യാസമില്ല. എന്താ നിങ്ങൾക്ക് ഇത് തൊടാനൊരു പേടി? അതുകൊണ്ട് ആരോപണം പറഞ്ഞു പോയാൽ പോരാ. ശിർക്കും കുഫറും റിദ്ദത്തും ഒരു മടിയുമില്ലാതെ ആരോപിച്ചാൽ പോരാ. വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ മറുപടിയാണ് നിങ്ങൾ പറയേണ്ടത്. വേറെ എന്തെങ്കിലും നാടകം കളിച്ചു പോയിട്ട് കാര്യമില്ല. പിന്നെയോ കായക്കൊടിയുടെ തന്നെ പ്രബന്ധം, സെക്രട്ടറിയുടെ തന്നെ പ്രബന്ധം, അത് അദ്ദേഹത്തിന് വല്ലാത്ത പ്രശ്നമാണ്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു, പലപ്പോഴും നമ്മൾ സൂചിപ്പിച്ചു. പക്ഷേ ഒന്നുകൂടി ആവർത്തിക്കുന്നത്, ഈ പ്രബന്ധം അദ്ദേഹത്തിന് വിനയായിട്ടുണ്ട്, പ്രയാസമായിട്ടുണ്ട്. എന്താ തെളിവെന്നറിയോ? ഇതിൽ അദ്ദേഹം പറഞ്ഞു, ചില പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിലും ഫത്വകളിലും ജിന്നിനോട് സഹായം തേടുന്നതിനെ കുറിച്ച് വസായിലു ശിർക്ക്, ദറായു ശിർക്ക് എന്നിങ്ങനെയൊക്കെ വിശേഷിപ്പിക്കുന്നത് കാണാൻ കഴിയും. പറയണം നിങ്ങൾ, ആരാണ് ആ പണ്ഡിതന്മാർ? അതാ ഞങ്ങൾക്ക് കിട്ടേണ്ടത്. ഞങ്ങൾ മാത്രല്ല, ഇത് അഹ്ലു സുന്ന പറഞ്ഞതാണ്. എന്താ നിങ്ങൾ പൂഴ്ത്തി വെക്കുന്നത്? എന്താ നിങ്ങൾക്കൊരു പേടി? കഴിഞ്ഞൊരു പ്രൂഫ് പോയിന്റ് ചർച്ചക്കെടുത്തപ്പോൾ ഒരു സാധാരണക്കാരൻ മൂപ്പരോട് പോയി, അല്ല നിങ്ങൾക്ക് ആ പേരൊന്ന് പറഞ്ഞു കൊടുത്തൂടെ? അപ്പം അയാളെ രസകരമായ മറുപടി എന്താ അറിയോ? ശിർക്ക് തീരുമാനമാകട്ടെ, പിന്നല്ലേ ശിർക്കിലേക്കുള്ള വഴി. നല്ല സെക്രട്ടറിയാ. തീരുമാനാകേണ്ട ശിർക്ക് വന്നത് എങ്ങനെ? അത് വസായിലൂടെയല്ലേ? രൂപങ്ങളും കോലങ്ങളും ഉണ്ടാക്കി വെച്ചു, അതിലൂടെയല്ലേ ശിർക്ക് വന്നത്? അപ്പൊ ശിർക്കിന്റെ വസീല എന്നത് പ്രധാനം തന്നെയാണ്, അത് ഗൗരവമുള്ളതാണ്. അതുകൊണ്ടാണ് ഹറാം, അത്തരം കാര്യങ്ങൾ പാടില്ല, രൂപങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല എന്നൊക്കെ ഇസ്ലാം പറഞ്ഞത്. നിങ്ങൾ അങ്ങനെ നൈസായിട്ട് എളുപ്പത്തിൽ ഊരി വിടാൻ പാടില്ല. നിങ്ങൾ കൃത്യമായി, ഇത് നിങ്ങൾ എഴുതിയ പ്രബന്ധമാണ്, നിങ്ങളെ പ്രബന്ധമാണ്, വേറെ ആരതുമല്ല. അതുകൊണ്ട് ആരാണവർ എന്ന മറുപടി നിങ്ങൾ പറയണം. അതുപോലെ
ലജ്നത്തു ദായിമയുടെ ഫത്വ എത്രയായി ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നു. അവർ ശിർക്കിലും കുഫറിലും റിദ്ദത്തിലുമാണോ? പറയണം. നിങ്ങൾ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന് നേരെ അല്ല നിങ്ങൾ ഇത് പൊട്ടിക്കേണ്ടത്. ഇത് പൊട്ടിക്കുകയാണെങ്കിൽ ഒരു തലക്കെന്ന് പോരേണ്ടി വരും. അപ്പോൾ ഇത്തരം കളികൾക്ക് നിൽക്കാതെ കൃത്യമായ ഉത്തരമുണ്ടെങ്കിൽ അതാണ് നിങ്ങൾ പറയേണ്ടത്. ഇനി കേൾക്കൂ, അദ്ദേഹം പറയുന്നൊരു കാര്യം കേൾക്കുക. കാര്യമായിട്ട് ഉദ്ധരിക്കാറുള്ള എന്താ? സാലിഹ് അലി ശേഖിന്റെ ഫത്വയാണ്. സാലിഹ് അലി ശേഖിന്റെ ഫത്വയിൽ ആദ്യത്തെ വരി എന്താ? അൽ ഇസ്തിആനത്തു ബിൽ ജിന്നി, ജിന്നിനോട് സഹായം തേടൽ. സവാം കാക്കാനും മുസ്ലിമീനാം ഗൈറു മുസ്ലിമീൻ, മുസ്ലിം ആയാലും മുസ്ലിം അല്ലെങ്കിലും വസീല മിൻ വസായിൽ ശിർക്കി, അത് വസീലത്തു ശിർക്കേ ആകുള്ളൂ. ആദ്യത്തെ വരിയാണ്. എന്താ പറഞ്ഞത്? മുസ്ലിം ജിന്നാണെങ്കിലും കാഫിർ ജിന്നാണെങ്കിലും അത് വസീലത്തു ശിർക്കാണ്. ഫത്വ ഇങ്ങനെ വന്ന് അവസാനത്തെ വരിയിലെത്തുമ്പോ ഫമിൻഹാ മാ ഹുവ ശിർക്കുൻ, അതിൽ ശിർക്കായതുണ്ട്. ഏതുപോലെ? കല്ലിസ്തിആനതി ബിശയാത്തീനിൽ ജിന്നി, ശൈത്താന്മാരോട് തേടുന്നത് പോലെ. ഫത്വന്റെ അടിയിലെത്തിയപ്പോ എന്തായി? അത് ശിർക്കായി. ആരോടുള്ളത്? കാഫിറിനോടുള്ളത് ശിർക്കായി. വമിൻഹാ മാ ഹുവ വസീല ഇല ശിർക്കി, വസീലത്ത് ശിർക്കായതുണ്ട്. കല്ലിസ്തിആന ബി മുസ്ലിമിൽ ജിന്നി, മുസ്ലിം ജിന്നിനോട് തേടിയാൽ. ഇപ്പൊ കാര്യകാരണ ബന്ധമൊക്കെ പോയി. ദീനായി തെളിവ്. ജിന്ന് മുസ്ലിമാണോ വസീലത്ത് ശിർക്ക്, കാഫിറാണോ ശിർക്ക്? എന്താ ശിർക്കിന്റെയും അതേപോലെ ശിർക്കല്ലാത്തതിന്റെയും ഇതൊരു നിസ്സാര വിഷയമല്ലല്ലോ. കേട്ടല്ലോ, നിസ്സാര വിഷയമല്ല. അതുകൊണ്ട് തന്നെ ഈ പറയണത്, നിങ്ങളെ ഈ വർത്താനം പാമ്പ് വാള ഊരിപ്പോണ സ്വഭാവമാണ് ഞങ്ങൾക്കറിയാം. അങ്ങനെ ഊരാൻ പറ്റൂല. ഇവിടെ ജിന്നിൻ്റെ മതം നോക്കല്ല. നിങ്ങളോട് ഞങ്ങൾ ചോദിച്ചത് എന്താ? ആലു ഷെയ്ഖ് ഹഫിളഹുല്ല ഈ മറുപടി കൊടുത്തത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? പത്തപ്പിരിയത്ത് കൃത്യമായി ഞങ്ങൾ പറഞ്ഞല്ലോ. അന്നും ഇതേ ഒരു അടവുമായി നിങ്ങൾ വന്നല്ലോ. പക്ഷേ നിങ്ങളെ മർമ്മത്തിലിട്ടാണ് ഞങ്ങൾ പിടിച്ചത്. കുതറാൻ ഞങ്ങൾ സമ്മതിക്കില്ല. നിങ്ങൾ പറയണം, ഈ നിലപാട് കൊണ്ടുപോകുന്ന ഞങ്ങൾക്ക് നേരെ ശിർക്കും കുഫറും ആരോപിക്കുന്ന നിങ്ങൾ ആലു ഷെയ്ഖ് ഹഫിളഹുല്ലക്ക് നേരെ അതേ ആരോപണം കൊണ്ടുവരുമോ? അതേ ആരോപണം സർക്കുലറുള്ള പാസ്സാക്കുമോ? അവരെ ഗ്രന്ഥങ്ങൾ നോക്കുന്നുണ്ടല്ലോ, ഗ്രന്ഥങ്ങളൊക്കെ അവലംബിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഇത്തരം തമാശകൾ പറഞ്ഞ് ഗൗരവകരമായൊരു വിഷയത്തെ നിങ്ങൾ നിസാരമാക്കണ്ട എന്നാണ് പറയാനുള്ളത്. ഇനി നോക്കി നിങ്ങൾ, അറബിയിൽ കിതാബിൽ മാത്രമല്ല, തഫ്സീറിൽ മാത്രമല്ല, മലയാള പുസ്തകത്തിൽ പോലും ഇവർ കാണിക്കുന്ന ചില തമാശകൾ ഒന്ന് കണ്ടോ, കേൾക്കി. ഇനി ഇവർ പറയുന്ന കാര്യകാരണ ബന്ധമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ 2 ബുക്ക് ഇറക്കണവരേ ഉള്ളൂ. ഇത് ആദ്യം ഇറക്കിയ ബുക്കാണ് ഈ വിഷയത്തിൽ. തൗഹീദിന്റെ മൗലികത എന്ന് പറഞ്ഞിട്ട് ഫൈസൽ മുസ്ലിയാർ ആദ്യം ഇറക്കിയ പുസ്തകമാണ് എൻ്റെ വലത് കൈയിലുള്ളത്. അതേ പുസ്തകത്തിന്റെ 2ാമത്തെ പതിപ്പാണ് എൻ്റെ ഇടത് കൈയിലുള്ളത്. ഈ പുസ്തകത്തിന്റെ 54ാമത്തെ പേജിൽ ഞാൻ വായിക്കാം. ചുരുക്കത്തിൽ മനുഷ്യനും തമ്മിലും മനുഷ്യനും ജിന്നുകളും തമ്മിലും പല നിലയിലും കാര്യകാരണ ബന്ധങ്ങൾ നിലനിൽക്കുന്നു എന്നാണ് ഉപരിസൂചിത സ്വഹീഹായ തെളിവുകളിൽ നിന്ന് ഏതൊരു സുമനസ്സിനും വ്യക്തമാവുക. എന്താ പറഞ്ഞത്? ചുരുക്കത്തിൽ മനുഷ്യനും തമ്മിലും മനുഷ്യനും ജിന്നുകളും തമ്മിലും പല നിലയിലും കാര്യകാരണ ബന്ധങ്ങൾ നിലനിൽക്കുന്നു. ഇത് 1ാമത്തെ പതിപ്പ്. ഫൈസൽ മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ 5 നൂറ്റാണ്ട് മുമ്പ് ജീവിച്ച ആളൊന്നല്ല. ഇത് 10-100 കൊല്ലം മുമ്പ് ഇറക്കിയ ബുക്കുമല്ല. ഈ ബുക്ക് ഇറക്കി 2ാമത്തെ പതിപ്പിറക്കുമ്പോൾ അതിൽ എന്തായി? ചുരുക്കത്തിൽ മനുഷ്യനും തമ്മിലും മനുഷ്യനും ജിന്നുകളും തമ്മിലും പല നിലയിലും ബന്ധങ്ങൾ നിലനിൽക്കുന്നുവെന്നാണ്. കാര്യകാരണം പോയി. എന്തേ കാര്യകാരണം പോയത്? ആ കാര്യകാരണ ബന്ധം തെളിയിക്കാൻ കഴിയില്ല. എന്താണ് സെക്രട്ടറി, ഇതൊക്കെ വല്ലാത്തൊരു തമാശ തന്നെയാണ്. ഇതാ വലത്തെ കയ്യിൽ 1ാമത്തെ എഡിഷൻ, ഇടത്തെ കൈ 2ാമത്തെ എഡിഷൻ. നോക്കാം നമുക്ക്. ഇയാളൊരു അവസ്ഥ ആലോചിച്ച് നോക്കുകയാണ്. ഏതായാലും CD ടവർ വിഭാഗത്തിൽ ആളുകൾ ഒന്ന് മനസ്സിലാക്കി, നിങ്ങളൊക്കെ മലയാള പുസ്തകം പോലും വായിക്കൂല എന്നുള്ള ധാരണയിൽ ആരുള്ളത്? നിങ്ങളെ സെക്രട്ടറി ഉള്ളത്. എന്താ 1ാമത്തെ എഡിഷൻ? എന്താ 1ാമത്തെ എഡിഷൻ 2015 1ാമത്തെ എഡിഷൻ. കണ്ടോളി, എന്താ ഹെഡിങ് അറിയോ? ഇതാ ശരിക്ക് പൊളിച്ചാൽ നിങ്ങൾക്ക് മലയാളവും തിരിയില്ല. അതാ ജിന്നും മനുഷ്യനും തമ്മിലെ കാര്യകാരണ ബന്ധം. 1ാമത്തെ എഡിഷനിൽ 41ാമത്തെ പേജിലാണ്. സെക്രട്ടറി ഇത് കേൾക്കണ്ടേ? ശരിക്കും നോക്കണം. ഇതാ ജിന്നും മനുഷ്യനും തമ്മിലെ കാര്യകാരണ ബന്ധം. കണ്ടില്ലേ? ശരി, പോകുക. സെക്രട്ടറി വായിച്ച അവസാന പേജിലേക്ക് പോകുക. ഈ അധ്യായത്തിലെ അവസാന പേജ് എടുത്തിട്ടാണ് മൂപ്പർ എന്ത് പറയണത്? ഇതാ ചുരുക്കത്തിൽ മനുഷ്യനും തമ്മിലും മനുഷ്യനും ജിന്നുകളും തമ്മിലും പല നിലയിലും കാര്യകാരണ ബന്ധങ്ങൾ
നിലനിൽക്കുന്നുവെന്നാണ് ഉപരി സൂചിത സ്വഹീഹായ തെളിവുകളിൽ നിന്ന് ഏതൊരു സുമനസ്സിനും വ്യക്തമാവുക. അപ്പൊ ഇവിടെ എന്താണ്? കാര്യകാരണ ബന്ധങ്ങൾ എന്ന് ഒന്നാമത്തെ എഡിഷനിലുണ്ട്. സമാധാനം, അത് കണ്ടല്ലോ. ശരി, രണ്ടാമത്തത് വരട്ടെ. രണ്ടാമത്തെ എഡിഷൻ 2016 നോക്കുക. രണ്ടാമത്തെ എഡിഷനിലെ 43ാമത്തെ പേജ്. എന്താ ഹെഡിങ്? ജിന്നും മനുഷ്യനും തമ്മിലെ കാര്യകാരണ ബന്ധം. തീരുമാനായി. ഇതാ രണ്ടിലും ഒരേ ഹെഡിങ് മാറ്റണ്ടോ? ഒരേ ഹെഡിങ് മാറ്റണ്ടോ? ഇല്ല. ശരി, അവസാനത്തേക്ക് പോകുക. അവസാനത്തിൽ ഉപരി കണ്ടെത്തിയത് എന്താണിതാ? ചുരുക്കത്തിൽ മനുഷ്യനും തമ്മിലും മനുഷ്യനും ജിന്നുകളും തമ്മിലും പല നിലയിലും ബന്ധങ്ങൾ നിലനിൽക്കുന്നുവെന്നാണ്. അവിടെ കാര്യകാരണല്ല. പൊന്നാര സെക്രട്ടറി, മലയാളത്തിൽ ഇത്ര പച്ചയായി എഴുതിയ ഒരു കാര്യം ഇനി പോകട്ടെ. ഇയാൾ പറഞ്ഞ പോലെ, ഇയാൾ കണ്ടെത്തിയ പോലെ കാര്യകാരണം ഇല്ലാന്നാണെങ്കിൽ, നമ്മളത് ഒഴിവാക്കാൻ തീരുമാനിച്ചതാണെങ്കിൽ ആദ്യം എവിടുന്ന് മാറ്റണം? ഈ ഹെഡിങ് പൊളിച്ചു മാറ്റണ്ടേ? ആരെങ്കിലും ആലോചിച്ചൂടെ ഇയാൾക്ക്? ഈ ഹെഡിങ് പൊളിച്ചു മാറ്റണ്ടേ? ജനങ്ങൾ വായിച്ചു പഠിക്കുന്ന പുസ്തകം വെച്ച് ഇങ്ങനെ കബളിപ്പിക്കണോ? നിങ്ങളെ കൂടെയുള്ള അനുയായികളെ സത്യം പറഞ്ഞ് പിടിച്ചു നിർത്താനുള്ള ത്രാണിയില്ലെങ്കിൽ ഇത്ര വലിയ കബളിപ്പിക്കൽ നടത്തണം? ഈ ഹെഡിങ് മാറ്റിയോ? ഇല്ല. ഇനി പോകട്ടെ, അടുത്ത വരിയും കൂടെ അയാൾക്ക് എതിരാണ്. എന്താ അറിയോ? ഇതാ, മുകളിൽ ഉദ്ധരിച്ച സ്വഹീഹായ തെളിവുകളിൽ നിന്ന് ഏതൊരാൾക്കും വ്യക്തമാവുക. അപ്പൊ എന്താ ഈ അധ്യായത്തിലുള്ളത് അറിയോ? ജിന്നുകളും മനുഷ്യരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയുള്ള കാര്യകാരണ ബന്ധം തെളിയിക്കുന്ന എത്ര ഹദീസ് അതിലുള്ളത്? അപ്പൊ ഇയാൾ സ്ഥാപിക്കാൻ നോക്കിയ കളവ് അത് ശരിയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ ഹദീസൊക്കെ എടുത്ത് ഒഴിവാക്കണ്ടേ? ആ അധ്യായം എടുത്ത് ഒഴിവാക്കണ്ടേ? എന്തിനാണ് സെക്രട്ടറി ഈ നിലക്കുള്ള ഒരു പുളിച്ച നാടകം? എന്തിനാ? അതിൻ്റെ ആവശ്യമുണ്ടോ? ഇതൊക്കെ ആരെ തോൽപ്പിക്കാനാണ്? ആരെ മുമ്പിൽ ജയിക്കാനാണ്? ഞങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ ജയിക്കണ്ട. നിങ്ങളിരിക്കുന്ന സ്ഥാനം വേണ്ട, നിങ്ങളെ ഓഫീസ് വേണ്ട. ഞങ്ങൾക്ക് ആദർശം മതി, പ്രമാണ പാരമ്പര്യം മതി. അത് ഞങ്ങൾ ആർക്കും വിട്ടുതരികയില്ല എന്നാണ് ഉച്ചസ്ഥരം പ്രഖ്യാപിക്കുന്നത്. അതിന് ഈ മലയാള പുസ്തകം എടുത്തുകാണ്ട് ഈ നിലക്കുള്ള തട്ടിപ്പ് നടത്തിക്കാണ്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട? കാര്യം സാധിക്കണ്ട. ഇനി കേൾക്കുക അദ്ദേഹത്തിൻ്റെ ഒരു അന്തം കെട്ട വെല്ലുവിളി. ഞാൻ അന്തം കെട്ടാന്ന് പ്രയോഗിക്കണത് അദ്ദേഹത്തിൻ്റെ ആ വയസ്സിനെയും അറിവിനെയും ഒന്നും ആദരിക്കാതല്ല, അത് അന്തം കെട്ട വെല്ലുവിളി ആയതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. കേട്ടോളി. വിശുദ്ധ ഖുർആൻ എടുക്കുക. വിശുദ്ധ ഖുർആൻ എടുത്ത് സൂറത്തുൽ ജിന്നിലെ 6ാമത്തെ ആയത്തെടുക്കുക. അതൊന്ന് ഓതി നോക്കുക. അതിലുള്ളത് ജിന്നിനോടുള്ള സഹായവേട്ടമാണ്. ജിന്നിനോടാണ് കാവൽ തേടുന്നത്. അത് ശിർക്കാണ് എന്ന് പറയാത്ത ഏതെങ്കിലും ഒരു മുഫസ്സിർ ഉണ്ടെങ്കിൽ ആ ജിന്നിനോടുള്ള സഹായവേട്ടം അത് ശിർക്കല്ല. ജിന്നിനോട് നടത്തിയ ഇസ്തിആനത്ത്, ജിന്നിനോട് നടത്തിയ ഇസ്തിആദത്ത്, ജിന്നെ രക്ഷിക്കണേ എന്നീ ആളുകൾ പറഞ്ഞത്, ജിന്നെ കാക്കണേ എന്നിവർ പറഞ്ഞത് അവിടെയുള്ള ജിന്നുകളോടാണ്, ഹാജറുള്ള ജിന്നുകളോടാണ്, കേട്ട ജിന്നുകളോടാണ്. അതുകൊണ്ട് തന്നെ അത് വസീലത്തു ശിർക്കാണ്, അത് ഹറാമാണ് എന്ന് ഈ ആയത്ത് തഫ്സീർ ചെയ്തുകൊണ്ട് പ്രാമാണികരായ ഏതെങ്കിലും ഒരു മുഫസ്സിർ പറഞ്ഞത് തെളിയിച്ചാൽ എന്നോട് നേരിട്ട് പറയൊന്നും വേണ്ട. തെളിയിച്ചാൽ എന്താ തെളിയിക്കേണ്ടത്? സൂറത്തു ജിന്നിലെ 6ാമത്തെ ആയത്ത് അത് ശിർക്കല്ല, വസീലത്ത് ശിർക്കാണ്, ഹറാമാണ് എന്ന് ഏതെങ്കിലും മുഫസ്സിർ പറഞ്ഞത് തെളിയിച്ചാൽ, പൊന്നാര സെക്രട്ടറി, അതെങ്ങനെ ഉണ്ടാകുക? ഞങ്ങൾ ആരെങ്കിലും ആ ആയത്ത് ഓതിയിട്ട് ഈ ആയത്ത് പ്രകാരം വസീലത്തു ശിർക്കാണ്, ശിർക്കല്ല എന്ന് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ? ലോകത്താരെങ്കിലും പറഞ്ഞോ? ഞങ്ങൾക്കില്ലാത്തൊരു വാദം, നമുക്കില്ലാത്തൊരു വാദം മൂപ്പരുണ്ടാക്കുക. എന്നിട്ട് ആ വാദത്തേക്ക് മൂപ്പര് തെളിവ് കണ്ടെത്തുക. എന്നിട്ട് മൂപ്പര് പറയണേ നമ്മൾ കാണിച്ചു കൊടുക്കുക. നല്ല രസമുള്ള പരിപാടിയാണ്. ഇതാ പറ അന്തം കെട്ട വെല്ലുവിളി. ഒരിക്കലും ഇല്ല എന്ന് ഉറപ്പുള്ള, നമ്മളെല്ലാവരും ഒരുമിച്ച് അംഗീകരിക്കുന്ന ശിർക്കാണ്, 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 ഈ നിലക്കുള്ള കാര്യം ശിർക്കാണ്, ശിർക്കാണ്, ശിർക്കാണ് എന്ന് അംഗീകരിക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം? വസീലത്ത് ശിർക്ക് കാണിച്ചു കൊടുക്കണം. ഇങ്ങനത്തെ അന്തം കെട്ട ചോദ്യങ്ങൾ ചോദിക്കരുത്. ഇനി മൂപ്പര് പറയണ കാര്യം കേൾക്കുക. ഏതെങ്കിലും ഒരു മുഫസ്സിർ പറഞ്ഞത് തെളിയിച്ചാൽ എന്നോട് നേരിട്ട് പറയൊന്നും വേണ്ട.
സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾ നടത്തുന്ന പ്രൂഫ് പോയിന്റ് ഉണ്ടല്ലോ, അടുത്ത ആഴ്ച ഉണ്ടല്ലോ പ്രൂഫ് പോയിന്റ്, അതിൽ ആ തഫ്സീർ സ്ക്രീനിൽ ഇങ്ങനെ കാണിച്ച് ഇതാ ജിന്നിനോടുള്ള ഈ സഹായാർത്ഥന വസിയത്ത് ശിർക്കാണ് എന്നാണ് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരാണികനായ ഇന്ന മുഫസ്സിർ പറഞ്ഞത് എന്ന് തെളിയിച്ചാൽ, ഞാൻ പറയുന്നു കേരളത്തിൽ പുറത്തിറങ്ങുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പത്രങ്ങളിൽ പിറ്റേ ദിവസം അതിന്റെ ഒന്നാമത്തെ പേജിൽ വിസ്ഡം വാദിക ജിന്നുവാദികൾക്കെതിരെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ മുഴുവൻ ഞാൻ നടത്തിയ പരാമർശങ്ങൾക്ക് പരസ്യമായി മാപ്പ് ചോദിക്കുന്നുവെന്നും ഇനി മുതൽ ഇതുപോലെ പൊതുവേദികളിൽ ഞാൻ പ്രത്യക്ഷപ്പെടില്ല എന്നും പരസ്യം നൽകാൻ ഞാൻ തയ്യാറാണ്. ധൈര്യമുണ്ടോ? മതി മതി മതി, നല്ല കാര്യമാണ്, നല്ല കാര്യമാണ്. ഏതായാലും ഞങ്ങൾ തെളിയിച്ചു അങ്ങനെയല്ല. കാരണം എന്താ, അത് ആ വിഷയമല്ല, അത് ശിർക്കായ വിഷയമാണ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ, നിങ്ങൾ പൊതുരംഗത്തെ കാര്യം അവസാനിപ്പിക്കൊന്നും വേണ്ട. ഞങ്ങൾക്ക് നേരെയുള്ള ഈ കളവാരോപണം, ഈ നുണ പറച്ചിൽ, ഈ ശിർക്ക് ആരോപണം, അതൊക്കെ നിർത്തി നിങ്ങളെ പരലോകത്ത് നിങ്ങൾക്ക് രക്ഷപ്പെടാം. അത്രേ ഉള്ളൂ. അത് നിങ്ങൾ ചെയ്താൽ മതി. പിന്നെ നന്ദിയിലൊരു വെല്ലുവിളി നടത്തിയാലോ, നേരത്തെ കാണിച്ചല്ലോ, ആ ചാവ് നിങ്ങൾ കൊടുക്കോ ഇല്ലേ അത് തീരുമാനമാക്കി. അതിൻ്റെ കൂട്ടത്തിൽ വേണം. വെല്ലുവിളിച്ചിങ്ങനെ പോയാൽ പോരാ, വെടിയച്ചെങ്ങനെ പോകുക, അതുപോരാ. ആ താക്കോല് കൊടുക്കൽ തീരുമാനമാക്കി ആദ്യം. എന്നിട്ട് നിങ്ങൾ ഏതെങ്കിലും പത്രത്തിൽ നിങ്ങൾ കൊടുത്തോളി, നിങ്ങൾക്ക് ഒരു സമാധാനത്തിന് കൊടുത്തോളി. ഞാൻ ഇനി വിസ്ഡത്തെ പറ്റി ഇങ്ങനെ കുഫറും ശിർക്കും ഒന്നും പറയില്ല, ഞാൻ എൻ്റെ കാര്യം നോക്കി ഇങ്ങനെ പോവുകയാണ്, നിങ്ങൾക്ക് സമാധാനം കിട്ടും, അത്രേ പറയാനുള്ളൂ. അല്ലാതെ ഞങ്ങളെ തരിപ്പിക്കാനും സുഖിപ്പിക്കാനൊന്നും ഈ തട്ടിപ്പോണ്ട് നിങ്ങൾ നോക്കണ്ട. ഇവരുടെ പിന്നാലെ നടക്കുന്ന സാധാരണ രക്ഷിതാക്കളെ, യുവാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ടവരെ ആലോചിച്ചോളിം. ഇവർ നിങ്ങളെ കൊണ്ടുപോയി ചാടിക്കുന്നത് നിങ്ങൾക്ക് അറ്റം കിട്ടാത്ത അത്രയും വലിയ അപകടത്തിലാണ്. മനസ്സിലായോ? പിടുത്തം വിട്ട പിന്നെ എങ്ങനെയൊക്കെ ഓരോ വെല്ലുവിളി ഉണ്ടാവും. ഒരർത്ഥമില്ലാത്ത വെല്ലുവിളിയാണ്. അതുകൊണ്ട് ആ നിലക്ക് നിങ്ങൾ ജനങ്ങളെ കബളിപ്പിക്കരുത്. ശരി, ഇനി ഈ വിഷയത്തിൻ്റെ മർമ്മം നമുക്കറിയാലോ. ഇത് കാര്യകാരണ ബന്ധം, സാധാരണം അസാധാരണം, ഭൗതികം അഭൗതികം, സൃഷ്ടികളുടെ കഴിവ്, സൃഷ്ടാവിൻ്റെ കഴിവ്, ഇതെല്ലാവർക്കും പരിചയമുള്ള കാര്യമാണ്. പക്ഷേ ഇത് ഇവർക്ക് വല്ലാത്ത ഒരു തലവേദന. കാരണം ജിന്ന് ഭൗതികമല്ല, അഭൗതികം തന്നെ എന്ന് പറഞ്ഞതോടുകൂടി എന്തായി, മർക്കസ് ദവാ വിഭാഗത്തിൻ്റെ ആ ആശയത്തിലേക്ക് സീരിട്ടവർ കയറി. അപ്പോൾ പല നിലക്ക് ചോദ്യങ്ങൾ വരാൻ തുടങ്ങി. ഇവിടെ കൊപ്പത്തും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ വന്നപ്പോൾ ഇവിടെ വന്ന അനസ് മൗലവി ഉരുണ്ട് മറിഞ്ഞ് പറയുന്നൊരു കാര്യം കേൾക്കും. ആ പുതിയ പൈശാചിക പദ്ധതിയുടെ പ്ലാനിങ്ങിന്റെ ഭാഗമായി കൊണ്ടുവന്നതാണ് അവന്റെ സ്വന്തം പടയാളികൾ തന്നെ. കാരണം ജിന്ന് എന്ന് പറയുന്ന വർഗത്തിൽപ്പെട്ടതാണ് യഥാർത്ഥത്തിൽ ഇബ്ലീസ് എന്ന പിശാചടക്കം. അപ്പൊ സ്വന്തം സൈന്യത്തെ ഇറക്കിക്കൊണ്ട് പുതിയ ഒരു തത്വസംഹിത ഉണ്ടാക്കിയിട്ട് പറഞ്ഞു ഹയ്യും ഹാദുറും ഖാദിറും. കേട്ടില്ലേ? പുതിയ ഒരു തത്വസംഹിത ഉണ്ടാക്കി. ആര്? ഇബ്ലീസിന്റെ സൈന്യം. നമ്മളെക്കുറിച്ചാണ് പറയുന്നത്. ഹയ്യും ഹാദിറും ഖാദിറും. അനസ് മൗലവി, നിങ്ങൾ കൃത്യമായി അഖീദയുടെ കിതാബുകൾ പരതുന്ന, അത് പഠിക്കുന്ന, അത് കണ്ണുകൊണ്ട് കണ്ട് മനസ്സിലാക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? എത്ര പണ്ഡിതന്മാർക്ക് നേരെ ഈ ആരോപണം നിങ്ങൾ ഉന്നയിക്കും? പറയണം. നിങ്ങൾ ഒന്നും രണ്ടും പണ്ഡിതന്മാർക്ക് നേരെയാണോ? അഹ്ലുസുന്ന വൽ ജമാഅയുടെ ഉത്തമരും ഉന്നതരുമായിട്ടുള്ള നിരവധി പണ്ഡിതന്മാരെ പിശാചിന്റെയും ശൈത്വാനിന്റെയും ഇബ്ലീസിന്റെയും കൂട്ടാളികളെ കൂട്ടത്തിലേക്ക് ചേർത്തിട്ടല്ലാതെ നിങ്ങൾക്ക് ഈ ദുഷിച്ച വർത്തമാനം കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമോ? ഇല്ല. കേരളത്തിൽ മാത്രമാണോ ഹയ്യും ഹാദിറും ഖാദിറും ഉള്ളത്? പറയണം. നിങ്ങൾ ഇഹ്യാഉ തുറാസയുടെ ഫത്വക്ക് നേരെ, ലജ്നദായിമക്ക് നേരെ പറയുമോ? നിങ്ങൾ ഇവിടെ കാര്യകാരണ ബന്ധവുമായി ബന്ധപ്പെട്ട് ചർച്ചയിൽ വന്നിട്ടുള്ള എല്ലാവരെയും എടുക്കുക. അസ്ബാബുകൾ ആദിയായത് തഫ്സീറുകളിലില്ലേ? നിസാരല്ലതൊന്നും, ചെറുതായി കാണേണ്ടതല്ല, ഞങ്ങൾ ആരുണ്ടാക്കിയതല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിനോട് മനസ്സില്ലെങ്കിൽ മനസ്സില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ വഴിയിലേക്ക് പോവുക. നുവല്ലിഹിമാ തവല്ല, തിരിഞ്ഞിടത്തേക്ക് അല്ലാഹു തിരിച്ചുവിടും. അതാണ് നിങ്ങൾക്കൊരു വിറയലൊക്കെ, ഒരു വല്ലാത്ത വിഭ്രാന്തിയും ഒരു വെപ്രാളവുമൊക്കെ. നിങ്ങൾക്ക് കരുതിയ പോലെ കാര്യങ്ങൾ സമർത്ഥിക്കാനും അത് പ്രതിഫലിപ്പിക്കാനും കഴിയുന്നില്ല.
കാരണം നിങ്ങൾ ശിർക്കും കുഫറും രിദ്ദത്തുമൊക്കെ ആരോപിക്കുന്നത് ചില്ലറക്കാർക്ക് നേരെയല്ല, എത്ര കിതാബുകൾ വായിച്ചു പഠിച്ചവർക്ക് നേരെയാണ്. എന്നിട്ട് നമ്മൾ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ്. തൊലിക്കട്ടി അപാരാണ്, സമ്മതിക്കണം. മനസ്സിലായല്ലോ? അത് തോൽപ്പിക്കാൻ വേണ്ടി എന്തും വിളിച്ചു പറയാ. ശരി, ഇനി കേൾക്കും അടുത്ത വർത്താനം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അഭൗതികമായ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യമായ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കാര്യകാരണ ബന്ധത്തിന് അതീതമായ ബിന്നിസ്ബത്തി ഇലൽ ഇൻസാൻ, മനുഷ്യരിലേക്ക് ചേർത്ത് പറയുമ്പോൾ എന്ന് നമ്മൾ മനസ്സിലായി. മനുഷ്യന്മാരോടാണല്ലോ ഈ സംസാരിക്കുന്നത്. നമ്മുടെ ഈ സംസാരവും പ്രസംഗവും ഒക്കെ ജിന്നുകൾ കൂടിയാണ് എന്ന രൂപത്തിലല്ലോ നമ്മൾ പറയുന്നത്. മനുഷ്യരോട് സംസാരിക്കുമ്പോൾ മനുഷ്യബന്ധിതമായ കാര്യകാരണ ബന്ധം, മനുഷ്യബന്ധിതമായ അഭൗതികം, മനുഷ്യബന്ധിതമായ അദൃശ്യം, ഇതാണ് വേർതിരിച്ച് പണ്ഡിതന്മാർ പറഞ്ഞ് പോകുന്നത്. ഇപ്പോൾ അത് ഔസായി, വ്യാപകാർത്ഥത്തിലായി. കാര്യകാരണ ബന്ധം എന്ന് പറഞ്ഞാൽ അത് എല്ലാത്തിനും കാര്യകാരണ ബന്ധമുണ്ട്. കാര്യകാരണ ബന്ധം ഇല്ലാത്തത് ആര് മാത്രമേ ഉള്ളൂ? ആര് മാത്രമേ ഉള്ളൂ? അള്ള മാത്രമേ ഉള്ളൂ. അപ്പൊ ജിന്ന് അതിനോട് സഹായം തേടിയാൽ അത് ശിർക്കാകണമെങ്കിൽ കാര്യകാരണ ബന്ധത്തിന് അതീതമാകണം എന്ന് പറഞ്ഞാൽ ജിന്ന് അള്ളയാണെന്ന് വിശ്വസിക്കണം, അല്ലെങ്കിൽ അള്ളാനെ പോലെയാണ് ജിന്ന് എന്ന് വിചാരിച്ച് സഹായം തേടണം. ഒന്ന് ആലോചിച്ച് നോക്കാണ്, എത്ര വാചാലമായി പ്രമാണങ്ങൾ മുന്നിൽ വെച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആദർശം അങ്ങാടികളിലൂടെ പറഞ്ഞ ഒരു നാവായിരുന്നു ഇത്. എന്ത് പറ്റി? ഈ നിലക്കൊക്കെ ഒരു ദുർഗതി, ഒരു ദുർബലത എന്തുകൊണ്ട് സംഭവിച്ചു? ആദർശം ദുന്യാവിന് വേണ്ടി വിറ്റു, ആദർശം പ്രമാണിമാരുടെ കാഴ്ചവട്ടിൽ കാഴ്ചവെച്ചു, അതുകൊണ്ട് മാത്രം സംഭവിച്ചതാണ്. ഇത് ഔസാണത്രേ, അല്ലേ? ഔസാക്കീൻ. എന്താ ഔസ? ഏറ്റവും വിശാലാക്കി മാറ്റീൻ. ആരാ ഇത് പഠിപ്പിച്ചത്? അനസ് മൗലവി നിങ്ങളാണോ? സെക്രട്ടറിയാണോ? അബ്ദുറഹ്മാൻ സലഫിയാണോ? അല്ല. 1 നൂറ്റാണ്ട് പഴക്കമുണ്ട് കേരളത്തിൽ. നിങ്ങൾക്കത് വേണ്ടുമെങ്കിൽ ആ ആദർശ വസ്ത്രം ഊരി വെച്ചോളൂ, പ്രശ്നമില്ല. ഞങ്ങൾ ധരിച്ചത് ആദർശ വസ്ത്രമാണ്. ഞങ്ങളുടെ പരിച പ്രമാണത്തിന്റെ ബലമാണ്. ഞങ്ങൾ അഴിച്ചു വെക്കൂല. നിങ്ങൾ ആരെയാ തള്ളിയത്? ആർക്ക് നേരെയാണ് ഈ വളിഞ്ഞ വർത്തമാനം നിങ്ങൾ പറഞ്ഞത്? KM മൗലവി റഹിമഹുല്ല, അദ്ദേഹത്തിന്റെ കിതാബുകളിൽ ഈ കാര്യം വന്നിട്ടില്ലേ? പറയണം. നിങ്ങൾ തെറ്റുപറ്റിയോ? ആർക്ക് മറുപടി കൊടുക്കാൻ? പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർക്ക്, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർക്ക്, സകല പുരോഹിതന്മാർക്കും മറുപടി കൊടുക്കാൻ വേണ്ടി ഉൾക്കാഴ്ചയോടുകൂടി പ്രമാണങ്ങളെ പിൻബലത്തിൽ നടത്തിയ പ്രയോഗങ്ങൾ നിങ്ങൾക്ക് വേണ്ട. ഇതിന്റെ അർത്ഥം എന്താ അറിയോ? മുജാഹിദാകാൻ സൗകര്യമല്ല, മുജാഹിദ് പാരമ്പര്യം വേണ്ട. നന്നായി, അതന്നെ. MCC മൗലവിമാർ തള്ളുമോ നിങ്ങൾ? അലി മൗലവി റഹിമഹുല്ല, അമാനി മൗലവി റഹിമഹുല്ല, ഉമർ മൗലവി റഹിമഹുല്ല, പറയൂ നിങ്ങൾ. മനുഷ്യർ മാത്രമായ കാര്യകാരണ ബന്ധങ്ങളെ ഔസാക്കിയിട്ട് സൃഷ്ടികളിലേക്ക്, ജിന്നുകളിലേക്ക്, മലക്കുകളിലേക്ക് പേച്ചത് നിങ്ങൾക്കാണ്. എന്തറിയോ? ജിന്ന് അഭൗതികം. ആരെ കണ്ടെത്തൽ? സലാം സുല്ലമിയുടെ കണ്ടെത്തൽ. അവിടേക്ക് പോയി സലാം സുല്ലമി വിഭാഗം, മർക്കസുദ്ദഅവ, സമസ്തയുടെ തോളിൽ കൈയിട്ട് സ്വീകരിച്ച വിഭാഗം. ആ വാദം 2010 നിങ്ങളും ഏറ്റെടുത്തു. എന്നിട്ട് നിങ്ങൾക്കിപ്പോൾ അത് ഔസ, അല്ലേ, തിരിയണില്ല. പിന്നെന്താ പറയണത്? അല്ല മാത്രമേ ഉള്ളൂ, കാര്യകാരണ ബന്ധമൊന്നുമില്ലാതെ. അതന്നെ അനസ് മൗലവി ഇസ്ലാമിൻ്റെ വിശ്വാസം. അത് നിങ്ങൾക്ക് തിരിയാത്തിന് എന്താ ഞങ്ങൾ ചെയ്യുന്നത്? അള്ളാഹുവിന് ഇടപെടാൻ, ആ ഇടപെടുന്ന പോലെ ഒരു സൃഷ്ടിക്കും ഇടപെടാൻ കഴിയില്ല. ഏതൊരു സൃഷ്ടിയുടെ ഇടപെടലും ആ സൃഷ്ടിയുടെ പ്രകൃതം അനുസരിച്ചു കൊണ്ടുള്ള ബന്ധങ്ങൾ നിമിത്തമാണ്. ഇത് വായിച്ചു പഠിക്കണം. മുറിവരികൾ കൊണ്ട് കാര്യമില്ല. അതാ നിങ്ങൾക്ക് പറ്റിയ തെറ്റ്. ആരൊക്കെയോ പറഞ്ഞപ്പോ നിങ്ങൾ വേഗം അവിടേക്ക് വണ്ടി കയറി. അതാണ് പ്രശ്നം. ഇനി പോകട്ടെ. ഇത് പറഞ്ഞ് അവസാനം ഇയാള് പറഞ്ഞൊരു കാര്യം കേൾക്കുക. ഇൻഷാ അല്ലാഹ് ബാക്കി പറഞ്ഞുതരാം. ജബ്ബാർ മൗലവിയോട് ഹംസബ കവി ആവർത്തിച്ച് പറഞ്ഞൊരു വാചകമുണ്ട്. മൗലവി, നിങ്ങളൊരു 3 അഖീദയുടെ കിതാബെങ്കിലും വായിക്കണം കേട്ടോ. ഇത് മറുപടി പറയാൻ ഇറങ്ങുന്നതിന് മുമ്പ്, ഈ വിശദീകരണം നടത്തുന്നതിന് ഇടയിൽ നിങ്ങൾ അഖീദയുടെ പണ്ഡിതന്മാരെഴുതിയ 3 കിതാബെങ്കിലും നിങ്ങൾ വായിച്ചു നോക്കണം എന്ന് അവരോട് പറഞ്ഞു കൊടുക്കുന്നത് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ തിരിഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇവർക്ക് അഖീദയുടെ കിതാബുകൾ അറിയില്ല. ഇസ്ലാമിന്റെ അഖീദ ഇവർ കൃത്യമായി പഠിച്ചിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. ഘടകങ്ങൾ ഇസ്ലാമിൻ്റെ അഖീദയിൽ നിന്ന്
നല്ലൊരു ശതമാനം തെറ്റി സഞ്ചരിക്കുന്ന ഒരു മനുഷ്യൻ ഈ കൊപ്പത്ത് വന്ന് പറഞ്ഞ വാക്കാത്. അൽഹംദുലില്ലാ. എന്തിനാ അങ്ങനെ പറഞ്ഞു അറിയോ? ഇത് വല്ലാത്തൊരു അനുഗ്രഹമാണ്. എന്താ അനുഗ്രഹം എന്നറിയോ? മഹാനായ അബ്ദുൽ ജബ്ബാർ മൗലവി തുറക്കൽ, അദ്ദേഹത്തെ അറിയാത്ത ഒരു പുതിയ തലമുറ ഇവിടെയുണ്ട്. അവർക്കാരാണ് അബ്ദുൽ ജബ്ബാർ മൗലവി റഹിമഹുല്ലാ എന്ന് വായിക്കാനും കേൾക്കാനും അന്വേഷിക്കാനുമുള്ള വല്ലാത്തൊരു വാതിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നത്. ചെറിയൊരു വാതിലൊന്നുമല്ല. നിങ്ങൾക്കൊരു പക്ഷേ ഇതൊരു തമാശയായിരിക്കും. നിങ്ങൾക്ക് ആ പണ്ഡിതനെ വിലയുണ്ടാവുകയില്ല. ഞങ്ങൾ അങ്ങനെയല്ല. ആ പണ്ഡിതന്റെ ഓരത്തിരുന്ന് അദ്ദേഹത്തിന്റെ കൂടെ മണിക്കൂറുകൾ ചെലവഴിച്ച് രാവും പകലും അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ തമാശകളിൽ അദ്ദേഹത്തിന്റെ അറിവ് അത് കൃത്യമായി സ്വീകരിക്കാനും അദ്ദേഹം നൽകുന്ന പ്രോത്സാഹനങ്ങളെ കൃത്യമായി അതിനെ സ്വീകരിക്കാനും ഉൾക്കൊള്ളാനുമൊക്കെ തയ്യാറായ ഈ സംഘത്തിലെ ആളുകൾക്ക് അതൊരു വിലയില്ലാത്ത കാര്യമല്ല. എത്ര കിതാബുകൾ അദ്ദേഹത്തിന്റെ പാർശ്വങ്ങളോട് ചേർന്നിരുന്ന് നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്, നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്നിട്ട് അഖീദ മനസ്സിലാകാത്ത ആള് അല്ലേ? ഹംസബാക്കി ഉസ്താദ് ഞങ്ങളീ ഉസ്താദ് തന്നെയാണ്. ഉസ്താദ് ഏത് കിതാബാ വായിക്കാൻ പറഞ്ഞ എന്താ നിങ്ങൾ പറയാത്തത്? ആ കിതാബ് ഒന്നും പറയുങ്ങൾ എന്താ ധൈര്യം കാണിക്കാത്തത്? അബ്ദുൽ ജബ്ബാർ മൗലവി റഹിമഹുല്ലാ വായിക്കാതെ പോയ കിതാബുകളൊന്നും പറയുങ്ങൾ. വിമർശനങ്ങൾക്ക് മറുപടി കൊടുക്കാനോ വിമർശകരുടെ അടിസ്ഥാന ആശയം മനസ്സിലാക്കാനോ വേണ്ടി ജബ്ബാർ മൗലവി റഹിമഹുല്ലാ പരതാത്ത കിതാബുകൾ അതാ നിങ്ങൾ കൊണ്ടുവരേണ്ടത്. ഇത്ര ലജ്ജയില്ലാത്ത വർത്തമാനം പറയാൻ നിങ്ങൾ മുന്നോട്ട് വരരുത്. ഒരാൾക്ക് എത്ര കണ്ട് തരം താഴാനും നാണം കെടാനും കഴിയുമോ അതിൻ്റെ ഉദാഹരണം എന്നേ അനസ് മൗലവിയെ പറയാനുള്ളൂ. ഒന്നും വിചാരിക്കണ്ട. ഈ അനസ് മൗലവിയുടെ പല സന്ദർഭങ്ങളിലും അദ്ദേഹത്തോട് ഈ വിഷയ സംബന്ധമായി പലതും പറഞ്ഞും നിങ്ങളിങ്ങനെ തെറ്റിദ്ധരിപ്പിക്കരുത്, കൃത്യമായി പറയണമെന്ന് അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചു പറയാനുള്ള അവസരം ഈ ഉള്ളവന്റെ ജീവിതത്തിൽ ഉണ്ടായതുകൊണ്ട് അനസ് മൗലവി എന്ന ജ്യേഷ്ഠ സഹോദരനോട് സ്നേഹത്തോടെയാണ് പറയുന്നത്. ഈ നിലക്കുള്ള വർത്തമാനങ്ങൾ പറയരുത്. വിമർശകരുടെ ആഴം മനസ്സിലാക്കി നേരിട്ട മഹാപണ്ഡിതനാണ് അബ്ദുൽ ജബ്ബാർ മൗലവി റഹിമഹുല്ലാ. എതിരാളികൾ അദ്ദേഹത്തിന് മുമ്പിൽ പലപ്പോഴും പത്തിമടക്കിയിട്ടുണ്ട്. അദ്ദേഹം വായിച്ചതും പഠിച്ചതും പഠിപ്പിച്ചതുമായ ഗ്രന്ഥങ്ങളുടെ എണ്ണമെങ്കിലും ഈ വിമർശിക്കുന്ന ആളുകൾക്കൊന്ന് എണ്ണിയെടുക്കാൻ സാധിക്കുമോ? പറയണം. ആരാലും അറിയപ്പെടാൻ ആഗ്രഹിക്കാതെ അറിവിനെയും ദീനിനെയും സ്നേഹിച്ച് അതിനുവേണ്ടി സേവനം ചെയ്യാൻ രാവും പകലും മാറ്റിവെച്ച ഒരു മഹാപണ്ഡിതനെ ഈ നിലക്ക് അവഹേളിക്കാൻ നിങ്ങൾക്ക് വല്ലാത്തൊരു ധൈര്യമാണ്. പിന്നെയോ ആർക്ക് മുമ്പിലും നിലപാട് ഉയർത്തിയ പ്രമാണങ്ങളുടെ പക്ഷം ഉയർത്തിപ്പിടിച്ച ഒരു മഹാപണ്ഡിതനാണ് അബ്ദുൽ ജബ്ബാർ മൗലവി റഹിമഹുല്ലാ. ചില്ലറക്കാരനൊന്നുമല്ല. മനസ്സിലായോ? അപ്പോൾ അങ്ങനത്തെ ഒരാളെങ്ങൾ എന്ത് ചെയ്യരുത്, ഈ നിലക്ക് പറയരുത്. ഇനി ഒരനുജന്റെ നസീഹത്താണ്. സ്വീകരിക്കോ ഇല്ലെന്നറിയില്ല, തട്ടിയാലും വേണ്ടിയില്ല, സ്വീകരിച്ചാലും വേണ്ടിയില്ല. ഒരനുജന്റെ ഉപദേശമാണ്. പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദര, ഒരു 3 പുസ്തകം പച്ച മലയാളത്തിൽ നിങ്ങൾ വായിക്കൂ. 3 പുസ്തകം. ഒന്ന് ഏതറിയോ? ബഹുമാനായ അബ്ദുൽ ജബ്ബാർ മൗലവി റഹിമഹുല്ലാ എഴുതിയ അഹ്ലുസ് സുന്ന ആദർശവും ആചാരവും എന്ന ഈ പുസ്തകം, പച്ച മലയാളത്തിലെ പുസ്തകം പരിപൂർണമായി നിങ്ങൾ വായിച്ചിരുന്നുവെങ്കിൽ നിങ്ങളുടെ നാവിൽ നിന്ന് ഈ വർത്തമാനം പുറത്തു വരികയില്ല. ഒന്ന് വായിക്കുക. രണ്ടാമത്തെ പുസ്തകം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ വിമർശനങ്ങളും വസ്തുതയും. ആരെഴുതിയതാണ്? ഹിജറ 7-ാം നൂറ്റാണ്ടിൽ ഇസ്ലാമിന് വേണ്ടി അഹോരാത്രം പണിയെടുത്ത, നിലപാടുറപ്പിച്ച ഷെയ്ഖുൽ ഇസ്ലാമിന്റെ ജീവിതത്തിലെ വിശ്വാസ നിലപാടുകൾ, അദ്ദേഹത്തിന് നേരെ വന്ന വിമർശനങ്ങളെ പൊളിച്ചു കൊടുത്ത ജബ്ബാർ മൗലവിയുടെ പുസ്തകമാണ്. ഒന്ന് വായിക്കോ നിങ്ങൾ. മൂന്നാമത്തേത് അൽ ഇസ്ലാഹ് മാസികയിൽ ജബ്ബാർ മൗലവി പുരോഹിതന്മാരുടെ വാദങ്ങളെ പൊളിച്ചടുക്കി എഴുതിയ ലേഖനങ്ങളിലും ആ ലേഖനങ്ങളെങ്കിലും ഒരാവർത്തി ഒന്ന് വായിക്കൂ അനസ് മൗലവി. എന്നാ നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടാകും, നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്നാ പറയാനുള്ളത്. ഈ നിലക്ക് പണ്ഡിതന്മാരെ കൊച്ചാക്കി കളിയാക്കി നിങ്ങൾ ഉണ്ടാക്കി തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരാശയം സ്ഥാപിക്കുമ്പോൾ ഇൻഷാ അല്ലാ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ
തൗഫീഖ് ഉണ്ടെങ്കിൽ നിങ്ങൾ നന്നാകും, ഇല്ലെങ്കിൽ ഈ വഴി കൂടെ പോകുക, അത്രേ ഉള്ളൂ. ശരി, ഇനി പറയട്ടെ, അടുത്ത 2 വിഷമം കേട്ടോളി പറയട്ടെ. അപ്പോൾ ഉടൻ തന്നെ മൊബൈൽ എടുക്കും, ക്ലിപ്പുണ്ട്. ഇവർ മരിച്ചു പോകുമ്പോൾ കൂടെ ഇത് കൂടെ കൊടുത്തു വിടണം. കാരണം അവിടെ ഖബറിൽ വന്നിട്ട് ചോദിക്കും, മൻ റബ്ബുക, പ്ലീസ് വെയിറ്റ്, ക്ലിപ്പുണ്ട്. വമാദീനുക, വെയിറ്റ്, ക്ലിപ്പിട്ട് തരാം. ഇങ്ങനെ ഒരു ദീൻ നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ആരാണ് നിങ്ങൾക്ക് ഈ ക്ലിപ്പ് ദീൻ പഠിപ്പിച്ചത്? ശരി, അടുത്ത ആള് പറയട്ടെ, കേട്ടോളി. കാണണമെങ്കിൽ കിതാബ് നോക്കണം. അനസ് മൗലവിയുടെ ക്ലിപ്പ് മാത്രം തിരഞ്ഞാൽ കാണില്ല, എന്റെ ക്ലിപ്പ് മാത്രം തിരഞ്ഞാൽ കാണില്ല. ഇവരെ ഈ ബേജാറ് കണ്ടാല്, അല്ലെങ്കിൽ ഇങ്ങനെ ക്ലിപ്പ് എന്നൊക്കെ പറഞ്ഞ് കേട്ടാ തോന്നും നമ്മൾ ഇവരെ നാവിലൂടെ വന്ന വർത്താന തെളിവാക്കണെന്ന്. അല്ല, സെക്രട്ടറിയും മനസ്സിലാക്കുക, അനസ് മൗലവിയും മനസ്സിലാക്കുക, നിങ്ങളെ വാക്കല്ല ഞങ്ങളെ തെളിവ്. നിങ്ങൾ അന്ന് വിശദീകരിച്ച പ്രമാണം എന്താണോ, നിങ്ങൾ അന്ന് മറുപടി കൊടുക്കാൻ ഉപയോഗിച്ച ആദർശം എന്താണോ, അത് കൃത്യമായി ഞങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾ മാറ്റം വരുത്തി പോയപ്പോൾ അങ്ങനെ പോകാൻ വരട്ടെ, ഒരു കണ്ണീർ തൗബ കൊണ്ട് തീരൂല. അപ്പൊ ഞങ്ങൾ കാണിച്ചു തരികയാണ്, നിങ്ങൾ കരഞ്ഞിട്ട് കാര്യമില്ല. പിന്നെയോ ഒരു നൂറ്റാണ്ടുകാലം മുജാഹിദ് പ്രസ്ഥാനം സലഫികൾ പൊന്നുപോലെ സൂക്ഷിച്ച ആദർശവും പ്രമാണവുമാണ്. അതാണ് ഞങ്ങൾ കളിപ്പിക്കണത്. അത് നിങ്ങൾ പോയി ഞങ്ങൾ എന്ത് ചെയ്യാനാ? പിന്നെന്താ അറിയോ, മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുക എന്നുള്ളൊരു ഏർപ്പാടുണ്ട്, അത്രേ ഉള്ളൂ. നിങ്ങളാകുന്ന മുള്ളിനെ നിങ്ങളെ കൊണ്ട് തന്നെ എടുത്തൊഴിവാക്കുക, അത്രേ ഞങ്ങൾ കരുതിയിട്ടുള്ളൂ. എന്നാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യണ്ട, അത്രയും ശബ്ദം ഇട്ടുകാണ്ട് ഊറ് ചെലവഴിക്കേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും മനപ്പാടാണ്. അപ്പോൾ അതിൽ ബേജാറായിട്ട് കാര്യമില്ല. ഇൻഷാ അല്ലാ അതങ്ങനെ തുടർന്നു കൊണ്ടിരിക്കും. വേറെ ചില ആളുകൾ ഓല ക്ലിപ്പൂടി പുറത്തു വരാൻ വേണ്ടി വല്ലാതെ ഇങ്ങനെ ഓക്കാനിക്കുന്നുണ്ട്. അതവിടെ ഹൽക്കിൽ നിന്നോട്ടെ, ആ ഓക്കാനം പുറത്തേക്ക് ചാടണ്ട, ആ പൂതി അവിടെ വെച്ചളാ, അത്രേ അതിനെപ്പറ്റി പറയാനുള്ളൂ. ശരി, ഇനി അടുത്ത് നോക്കി കളിക്കി വായിച്ചു നോക്ക്. നിങ്ങൾ വായിച്ച വാചകത്തിന്റെ കോഴിച്ചിനയിൽ നിങ്ങൾ വായിച്ച വാചകത്തിന്റെ താഴ്ഭാഗം ഇമാം ഖുർത്തുബി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നത് സ്ക്രീനിൽ നിങ്ങൾ വായിച്ചു നോക്ക്. എന്താണ് അതിന്റെ അവസാനത്തെ വാചകം? അതിന്റെ അവസാനത്തെ വാചകം കൃത്യമായി രേഖപ്പെടുത്തി, വഖീല, പറയപ്പെട്ടു, ഇസ്തിംദാഉൽ ജിന്നി ബിൽ ഇൻസി, ഇസ്തിംദാഉൽ ജിന്നി ബിൽ ഇൻസി, മനുഷ്യനെ കൊണ്ട് ജിന്ന് ഇസ്തിംദാ ഉപകാരമെടുക്കൽ അല്ലെങ്കിൽ ലദ്ദത്ത്, അതിന്റെ ആസ്വാദനം, രുചി അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അന്നഹും യഅ്തരിഫൂന, മനുഷ്യർ അംഗീകരിക്കുന്നു, ഒരു സംഘം മനുഷ്യർ അംഗീകരിക്കുന്നു, അന്നൽ ജിന്ന, തീർച്ചയായും ജിന്ന്, യഖ്ദിറൂന, ജിന്നുകൾക്ക് കഴിയും, ഐ യദ്ഫഉ അൻഹും മാ യഹ്ദറൂൻ, അവർ പേടിക്കുന്ന കാര്യങ്ങളെ തടയാൻ, അവർ പേടിക്കുന്ന കാര്യങ്ങളെ തടയാൻ ജിന്നുകൾക്ക് കഴിവുണ്ട് എന്ന് അംഗീകരിച്ചാൽ അത് ഇസ്തിംദാ ആണ്. അപ്പോ ജിന്നുകളുമായി പിശാചുക്കളുമായി ഇസ്തിംദായിൽ പെടുന്നതാണെന്ത്? വിസ്റ്റം സഹോദരങ്ങളുടെ വാദം. ഇതാരാ പറഞ്ഞത്? ഇമാം ഖുർത്തുബി. അദ്ദേഹം കേട്ടില്ലേ? ഇതാണ് ഖുർത്തുബി, ഇമാം ഖുർത്തുബിയുടെ ആ തഫ്സീർ. ഇതെവിടെയെന്നറിയോ? നമ്മളെ കോഴിക്കോട് പരിപാടിയിൽ നിങ്ങൾ അത് കേട്ടവർക്കറിയാം, 2 കാര്യം ഫൈസൽ മൗലവി റൗണ്ട് ചെയ്ത് കാണിച്ചിരുന്നു. ഏത്? ഒന്ന് മാഷാ അല്ലാ, 2 ഇസ്തിംതാ. ഇതാണ് സൂറത്തു അൻആമിലെ 128-ാമത്തെ ആയത്തിലെ പ്രധാന കാര്യം, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണെന്ന് പറഞ്ഞ് ബഹുമാനനായ ഫൈസൽ മൗലവി വിശദീകരിച്ചിരുന്നു. ഇത് മൂപ്പർക്ക് വല്ലാത്ത അടിയായിട്ടുണ്ട്, ഒരു ഇടിവെട്ട് പോലെയാണ്, നല്ല വെട്ടയേറ്റത്. അപ്പോൾ ഉടനെ ബുസ്താനിൽ മറുപടി, ഒരു തട്ടിക്കൂട്ട് മറുപടി പെട്ടെന്ന് വെച്ചിട്ട് എന്ത് ചെയ്തു? ഇതാ വിദ്യത്തെ കബളിപ്പിച്ചിരിക്കുന്നു, മുസ്ലിയാർ വീണ്ടും പറ്റിച്ചിരിക്കുന്നു. എന്നാ ആരാ പറ്റിച്ചത്? ഇദ്ദേഹവും ഒരു മുസ്ലിയാരാണല്ലോ. അനസ് മൗലവി, നിങ്ങൾ എന്നെ പറ്റിച്ചത് എന്താണെന്നറിയോ? ശരി, അദ്ദേഹം വായിച്ച ഇബാറത്ത് എന്തിനാ വായിച്ചറിയോ? ഇസ്തിംതാ ശിർക്കന്നെ ഉള്ളൂന്ന് കേൾക്കണം കേട്ടോ. ഇസ്തിംതാ സുഖമെടുക്കൽ ശിർക്കന്നെ ഉള്ളൂ എന്ന് സ്ഥാപിക്കാനാ മൂപ്പരിപ്പ തഫ്സീർ വായിക്കണത്. എന്താ പറഞ്ഞത്? മൗലേ വായിച്ചിന്റെ താഴെ ഉണ്ട്, അത് അറിയാതെ പറഞ്ഞതാവും, താഴെയല്ല മേലെയാണ്. അത് പോട്ടെ. ശരി, എന്താണ് നോക്കുക, ഇയാൾ കാണിച്ചൊരു തട്ടിപ്പ്. എന്താണെന്നറിയില്ല, മൂപ്പര് ഉദ്ദേശം എന്താ അറിയില്ല, പക്ഷേ മൂപ്പര് സ്ഥാപിക്കാൻ ശ്രമിച്ചത് പ്രകാരം തട്ടിപ്പാണ്, വെട്ടിപ്പാണ്. നിങ്ങളാണ് ഈ പണി ചെയ്യുന്നത്.
നിരപരാധികളെ പേരിലേക്ക് നിങ്ങൾ ചാർത്തരുത്. ഇമാം ഖുർത്തുബിയുടെ തഫ്സീറിൽ ബഹുമാനനായ ഫൈസൽ മൗലവി ഒരക്ഷരം കൊണ്ടുപോലും ഒന്നും കാണിച്ചിട്ടില്ല, ഉള്ളതുപോലെ പറഞ്ഞു. എത്ര വർഷങ്ങളിത് ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഈ നുണ നിങ്ങൾ പറഞ്ഞു നടന്നു. ഇവിടെ നോക്കൂ നിങ്ങൾ, എന്താണിതാ റബ്ബനസ്തംതഅ ബഅദുനാ ബിബഅദ്, കേൾക്കണേ, റബ്ബനസ്തംതഅ ബഅദുനാ ബിബഅദ് എന്ന ആ ആയത്തിലെ ഭാഗം പറഞ്ഞിട്ട് പിന്നെ ഇസ്തിംതാഅ് ചർച്ച കൊണ്ടുവരികയാണ്. അപ്പൊ എങ്ങനെ ആരംഭിക്കുന്നത് അറിയോ? ഫസ്തിംതാഉൽ ജിന്നി മിനൽ ഇൻസ്, ജിന്ന് ആ ഇസ്തിംതാഇനെ പറ്റി പറഞ്ഞിട്ട് ഇന്നഹും തലദ്ദദു ബിത്വാഅത്തിൽ ഇൻസി ഇയ്യാഹും, കേൾക്കണം, മനുഷ്യർ ജിന്നുകളെ അനുസരിച്ചുകൊണ്ട് സുഖമെടുക്കുന്നു. അതുപോലെ തന്നെ വതലദ്ദുൽ ഇൻസു ബിഖബൂലിഹിം മിനൽ ജിന്നി ഹത്താ സനൗ വശരിബു അൽ ഖുമൂർ ബിഇഗ്വാഇൽ ജിന്നി ഇയ്യാഹും. എന്ത് ചെയ്യുന്നു? ജിന്നുകളെ അങ്ങോട്ടും ആസ്വദിക്കുന്നു, മനുഷ്യൻ അങ്ങോട്ടും അവരിങ്ങോട്ടും ആസ്വദിക്കുന്നു. അങ്ങനെ ആസ്വാദനം എടുത്തുകൊണ്ട് കള്ളു കുടിക്കുന്നു, വ്യഭിചരിക്കുന്നു, തോന്നിയവാസങ്ങൾ ചെയ്യുന്നു. ഇതാ സ്ക്രീനിൽ കാണൂല. ഈ ഇസ്തിംതാഅ് തഫ്സീറിലില്ലേ? എന്തിനാ അനസ് മൗലവി ഹറാമാകുന്ന ഇസ്തിംതാഅ് ഉണ്ട് എന്ന് പറയുന്ന ഖുർത്തുബിയിലെ ആ വരി നിങ്ങൾ മൂടിവെച്ചത്? എന്താ അവിടുന്ന് വായിക്കാതെ പോയത്? നിങ്ങളുടെ ലക്ഷ്യം നല്ലതല്ല, ദുരുദ്ദേശമാണ്. ആ ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ പിന്നെന്ത് ചെയ്തു? അടുത്ത വാചകം നിങ്ങൾ എടുത്തു. വഖീല ഇസ്തിംതാഉൽ ജിന്നി ബിൽ ഇൻസ് അന്നഹും യഅതരിഫൂന അന്നൽ ജിന്ന യഖ്ദിറൂന അൻ യദ്ഫഉ അൻഹും മാ യഹ്ദറൂൻ. അത് വായിച്ചിട്ട് കിട്ടിപ്പോയി, ഇസ്തിംതാഅ് ശിർക്കാണ്, ആ ശിർക്കിലാണ് വിസ്ഡം പെട്ടത്. ഇത് നിങ്ങളെ പരാജയം, നിങ്ങളെ എളിപ്പത്തരം, നിങ്ങളെ വഷളത്തരം. ഖുർത്തുബിന്റെ തഫ്സീർ തട്ടിപ്പ് നടത്തി. രണ്ട് ഇസ്തിംതാഅ് ഉണ്ടായില്ലേ? ഹറാമാകുന്ന ഇസ്തിംതാഇനെ പറ്റി പറഞ്ഞ വരികളുണ്ട്, അതിന്റെ താഴെ ശിർക്കാകുന്ന ഇസ്തിംതാഇനെ പറ്റി പറയുന്നതുണ്ട്. അവനാന് വേണ്ട എടുത്ത് പോക്കറ്റിക്ക് ഇടുക, മറ്റേ എടുത്ത് കണ്ട് മെല്ലെ പുറത്തേക്ക് ഇടുക. നല്ല പണിയാണ്. തട്ടിക്കൂട്ട് വാദം ഉണ്ടാക്കിയാൽ ഇങ്ങനൊക്കെ ചെയ്യേണ്ടി വരും. ശരി, ഇനി മൂപ്പര് ഈ തട്ടിപ്പ് എന്തിനാ നടത്തിയത്? അതാണ് അടുത്ത ഭാഗം കേട്ടോളി, ആ തട്ടിപ്പ് എടുത്തേ കേട്ടോളി. എന്നാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്ന പേരിൽ തഫ്സീർ ഖുർത്തുബിയിൽ എഴുതിയത് എന്താണെന്നറിയോ? നിങ്ങൾ കോഴിച്ചിനയിൽ വായിച്ചു എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ അടുത്ത വാചകം ഇതാണ് തഫ്സീർ ഖുർത്തുബി. ഇതാണ് തഫ്സീർ ഖുർത്തുബി. നിങ്ങൾ വായിച്ചു എന്ന് പറഞ്ഞ വാചകത്തിൻ്റെ തൊട്ടടുത്ത വാചകം, ആ വാചകം എന്താണെന്നറിയുമോ? എന്താണ്? മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തൊട്ട് പറയുകയാണ്, എന്ത്? അൽ ഇസ്തിസ്നാഉ ലി അഹ്ലി തൗഹീദ് അൽ ഇസ്തിസ്നാഉ ലി അഹ്ലിൽ ഈമാൻ ഫമാ അലാ ഹാദാ ബിമഅനാ മൻ. അത്രേ നിങ്ങൾ വായിച്ചതുള്ളൂ. അഥവാ ഇവിടെ മാ എന്നത് മൻ എന്ന അർത്ഥത്തിൽ വന്നതാണ്. അതിന്റെ അടുത്ത വാചകം എന്താണെന്നറിയോ? വൻഹു ഐളൻ അന്നഹു ഖാല ഹാദിഹിൽ ആയതു തൂജിബുൽ വഖഫ ഫീ ജമീഇൽ കുഫാർ. ഈ ആയത്ത് മുഴുവൻ കാഫറുകളുടെ മേലുമാണ് ചുമത്തപ്പെടേണ്ടത്, അത് നിർബന്ധമാണ്, അത് വാജിബാണ്. എന്നിട്ട് വിശദീകരിക്കണം, വമഅനാ ദാലിക അന്നഹു തൂജിബുൽ വഖഫ ഫീ മൻ ലം യമുത്. അങ്ങനെ വരുമ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ വ്യാഖ്യാനം മരിക്കാത്തവരുടെ മേലെ ചുമത്താൻ പറ്റൂ, മരിക്കാത്ത കാഫറുകളുടെ മേലെ ചുമത്താൻ പറ്റൂ. കാരണം ഇത് ഖദ് യുസ്ലിമു, അവൻ മുസ്ലിമായേക്കാമല്ലോ. ആഖിറത്തിലെത്തിയിട്ടാ മുസ്ലിം ആമോണ്? വിചാരണയൊക്കെ കഴിഞ്ഞിട്ടാണോ മുസ്ലിം ആകാൻ പോകുന്നത്? അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഈ ആയത്ത് മൻ എന്ന അർത്ഥത്തിൽ പറഞ്ഞാൽ അവിടെ അതിന്റെ അർത്ഥം ജീവിച്ചിരിക്കുന്ന ലം യമുത്, മരിക്കാത്ത കാഫറുകൾ. കാരണം ഇത് ഖദ് യുസ്ലിമു, മരിക്കുന്നതിന് മുമ്പ് അയാൾ മുസ്ലിമായേക്കാമല്ലോ. നന്നായി, ശരി. പൊന്നാരനുസൂരി, നിങ്ങൾക്ക് ഒന്നുകിൽ എന്ത് ചെയ്യാം, ഈ വാദം ആദ്യമായി കൊണ്ടു നടക്കുന്ന സമസ്തക്കാർക്കോ അല്ലെങ്കിൽ അവരെ സ്വീകരിച്ച മർക്കസ് ദഅവ വിഭാഗത്തിക്കൊണ്ട് പോവുക നല്ലത്. കാരണം പുരോഹിതന്മാരും മർക്കസ് ദഅവക്കാരും ചെയ്യുന്ന കിതാബിലെ തട്ടിപ്പ് തന്നെയാണ് നിങ്ങളും ചെയ്തത്. എന്താ ഉപരി കാട്ടിയത്? ആദ്യം പറഞ്ഞ അഭിപ്രായം അത് വേണ്ട, അത് മാറ്റി. അവസാനം പറഞ്ഞ അഭിപ്രായം നല്ല കിട്ടലായി. ഇന്ന പൊന്നാര അനസ് മൗലവി ഈ രണ്ട് അഭിപ്രായവും ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് അംഗീകരിച്ചെന്നല്ലേ പറഞ്ഞത്? അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്? നിങ്ങൾക്ക് വേണ്ടതെടുത്തിട്ട് മറ്റേത് നിങ്ങളെ വക ഒഴിവാക്കുക. അത് ഈ തഫ്സീറിനോട് കൂടി കാട്ടുന്ന പരാക്രമല്ലേ?
എന്താ നിങ്ങൾ വിചാരിച്ചത്? ഇതൊന്നും കാണൂല പിടിക്കൂല എന്നാണോ? നിങ്ങൾ അനുകൂലിക്കുന്ന ഏതെങ്കിലും ഇത്തരം വാചാലന്മാരായ ആളുകൾക്ക് ഇതൊക്കെ ഉപകരിക്കട്ടെ എന്ന് നിങ്ങൾക്ക് വിചാരം ഉണ്ടാവും. പക്ഷെ വിടൂലങ്ങളെ. എന്താ കേട്ടോളി. വഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ ഇസ്തിസ്നാഉ ലി അഹ്ലിൽ ഈമാൻ. ഇവിടെ ഒഴിവാക്കി എന്ന്, ഈ ആയത്തിൽ ഒഴിവാക്കി എന്ന് പറഞ്ഞത് അഹ്ലുൽ ഈമാനെയാണ്. ഫമാ, അങ്ങനെ വരുമ്പോൾ മാ അലാ ഹാദാ ബിമഅനാ മൻ, മൻ എന്ന അർത്ഥത്തിലാണ്, ഫുൾ സ്റ്റോപ്പ്. അപ്പൊ എന്താ അറിയോ, ഇപ്പോഴാണ് കള്ളി പൊളിയ. മൂപ്പര് നേരത്തെ മേലെ കട്ട എന്തിനാ? മേലത്തത് വായിക്കാതെ പോയതെന്തിനാ? അത് ഹറാമാകുന്ന ഇസ്തിംതാഅാണ്. ഹറാമാകുന്ന ഇസ്തിംതാഅ് സംഭവിച്ചാൽ അവരെ പറ്റിയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് അൽ ഇസ്തിസ്നാഉ ലി അഹ്ലിൽ ഈമാൻ. കണ്ടോ, ഞങ്ങൾ കൃത്യമായി കോഴിച്ചനയിലും പത്തപ്പിരിയത്തിലും നിങ്ങൾക്ക് തന്ന തെളിവിന്റെ ഫലം ഇതാണ്. നിങ്ങൾ കബളിപ്പിച്ചിട്ട് കാര്യമില്ല. എന്നിട്ടോ പിന്നെ മൂപ്പര് കാട്ടിയ മൂപ്പരെ കാര്യലാഭം എടുക്കൽ എന്താ അറിയോ? എന്താ അങ്ങനെ പറഞ്ഞ അർത്ഥം? എന്ന് പറഞ്ഞ എന്താണ് സോലി അർത്ഥം? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തൊട്ട് വീണ്ടും വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഈ വാക്കുകൊണ്ട് മേലെ പറഞ്ഞത് മൻസൂഖാകണം, ഇല്ല. മേലെ പറഞ്ഞതിനേക്കാൾ ഇതിനെ റാജിഹാക്കണം, അതും ഇല്ല. അദ്ദേഹത്തെ തൊട്ട് വന്നിരിക്കുന്നു അന്നഹു ഖാല ഹാദിഹിൽ ആയ തൂജിബുൽ വഖഫ ഫീ ജമീഇൽ കുഫാർ. എല്ലാ കാഫിറുകളുടെ കാര്യത്തിലും ഈ ആയത്ത് ബാധകമാണ്. അങ്ങനെ വരുമ്പോൾ വമഅനാ ദാലിക അന്നഹാ തൂജിബുൽ വഖഫ ഫീ മൻ ലം യമുത് ഇദ് ഖദ് യുസ്ലിം. കണ്ടോ, ഒരു മരിച്ചിട്ടില്ല, അവരെന്ത് ചെയ്യാം? പിന്നെ അവർ മുസ്ലിങ്ങളായേക്കാം. അപ്പൊ ഇത് കേട്ടപ്പോ എല്ലാവരും കരുതി, കിട്ടിപ്പോയി ഭയങ്കരാണ്. എന്താപ്പത്, എത്ര സിമ്പിളായി കാര്യം. പൊന്നാര അൻസ് മൗലവി, എങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ കബളിപ്പിച്ച് ഓടാൻ കഴിയണത്? ഞാൻ അതാലോചിക്കണത്. അതെങ്ങനെ കഴിയുന്നു? ഈ രണ്ട് ആയത്തിന്റെ അഥവാ നരകത്തിൽ ശാശ്വതരാകാതിരിക്കുന്നത് ആരാണ് എന്നാണ് വിശദീകരിക്കുന്നത്. രണ്ടഭിപ്രായമാണ്. ഒന്നാരാണ്? ഇവിടെ അഹ്ലുൽ ഈമാനാണ്. അവരിൽ ഹറാമ് വന്നിട്ടുണ്ടാകും, തെറ്റുകൾ വന്നിട്ടുണ്ടാകും. ഒന്നതാണ്. രണ്ടാമത്തതോ കാഫിറുകൾ മുസ്ലിങ്ങളായേക്കാം. ആർക്കാ സംശയമുള്ളത്? മരിക്കുന്നതിന് മുമ്പ് എത്ര കാഫിറുകൾ മുസ്ലിങ്ങളാകുന്നു? അവർ നരകത്തിൽ ശാശ്വതരാണോ? അല്ല. അതൊക്കെ എല്ലാവർക്കും അറിയാം. നിങ്ങൾ എന്തോ വലിയ സാധനം കിട്ടിയെഴുതിയാണ്ട് ഉരുട്ടി പിടിച്ച് വായിച്ചപ്പോ ഇതാ അതിന്റെ കോലം. അപ്പോ ഈ തഫ്സീർ ഖുർത്തുബി വെച്ച് ഇത്രയും കാലം നിങ്ങൾ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന് നേരെയും അതിന്റെ പണ്ഡിതന്മാർക്ക് നേരെയും പ്രബോധകന്മാർക്ക് നേരെയും വിളിച്ചു പറഞ്ഞ ആരോപണം ഒരു വിരൽ ചൂണ്ടി നിങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾ മുഴുവനായും നിങ്ങൾക്ക് തന്നെ എതിരായിട്ടുണ്ട്. അതാ മനസ്സിലാക്കേണ്ടത്. ഈ തഫ്സീറിലും ഈ ആയത്തിലും ഒക്കെ കൃത്യമായി കൈക്രിയ നടത്തിയവർ നിങ്ങളാണ്. തെളിവ് ഞങ്ങൾക്ക് കൃത്യമാണ്. ഒരു പേടിയില്ല, ഒരു പേടിയും ഇൻഷാ അല്ലാഹ് ഇത് പറയാനില്ല. ഈ പറഞ്ഞ പോലെ തഫ്സീറിൽ ഇല്ലേ ഇല്ല എന്ന് പറയും. ഉണ്ടെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും ഒന്ന് അംഗീകരിക്കും, മനസ്സുകൊണ്ട് സമ്മതിക്കും. ഇനി മടിയുണ്ടെങ്കിൽ പുറത്ത് പറയണ്ട. അല്ല, എന്താ നിങ്ങളോട് പറയാ? എന്നിട്ട് പിന്നെ മൂപ്പരെന്ത് ചെയ്യാറിയോ? തഫ്സീർ റാസിയിലുണ്ട്, അതുപോലെ തൻവീറിലുണ്ട്. ഉള്ളതൊക്കെ എന്താ? ഇത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ അഥവാ കാഫിറുകൾ അവർ മുസ്ലിങ്ങളായേക്കാം. പൊന്നാര അൻസമോരി, ആർക്കും സംശയമല്ല. മനസ്സിലായില്ലേ? കാഫിറുകൾ മുസ്ലിങ്ങളായാൽ ഓര് നരകത്തിലല്ല, നരകത്തിൽ ശാശ്വതരല്ല. മുസ്ലിം ആയാൽ തന്നെ എന്തായി? ഓൻ്റെ പാപങ്ങൾ തീരുമാനമാക്കപ്പെട്ടു. എന്നിട്ട് അതിങ്ങനെ വായിച്ചിട്ട് എന്തോ വലിയ കാര്യം കിട്ടിയെഴുതിയാണ് നടക്കുകയാണ്. അതുകൊണ്ട് ഇത് കൃത്യമായ തട്ടിപ്പാണ്. സമസ്തക്കാർ ചെയ്യുന്ന, MD-ക്കാർ ചെയ്യുന്ന അതേ കാര്യം CD-ക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നു. നിർത്തണം. ശരി, കഴിഞ്ഞില്ല. ഇനി അടുത്ത കേൾക്കും. കേരള നദുവത്തുൽ മുജാഹിദിന്റെ രണ്ട് പണ്ഡിതന്മാർ വന്നു നിൽക്കും. ബാക്കി നിങ്ങൾ നിങ്ങളുടെ പണ്ഡിതന്മാരെ കൊണ്ട് വന്നിരുത്തൂ. എന്നിട്ട് ഈ ആദർശം, നിങ്ങൾ പറയുന്ന ആദർശം അത് പ്രാമാണികമാണ് എന്ന് ബോധ്യപ്പെടുത്തി തരൂ എന്ന് അന്തസ്സായി നിങ്ങളോട് പറയുന്ന ചോദ്യമാണ്. ആഖിറത്തിൽ നിങ്ങൾക്ക് ഒഴിവ് കഴിവ് പറയാനില്ലാത്ത വിധം ഞങ്ങൾ ഞങ്ങളുടെ ദൗത്യം നിർവഹിച്ചിട്ടുണ്ട്. കേട്ടില്ലേ? രണ്ട് പണ്ഡിതന്മാർ. എന്തിനറിയോ? ഇതിന്, ഈ പണിക്കേ. അപ്പൊ നമുക്കൊരു സംശയം ഇപ്പം എന്താ വെച്ചാല്, ഒരു പണ്ഡിതനും 2 സേവകരും വന്നിരുന്നു പത്തപ്പിരിയത്ത്.
ഒരു പണ്ഡിതനും 2 സേവകരും വന്നിരുന്നു. അത് കൃത്യമായിട്ട് അന്ന് പൊളിച്ച് കയ്യിൽ കൊടുത്തു. ഇനി 2 പണ്ഡിതന്മാരാരാന്നാവോ? അത് നമുക്കറിയില്ല. അത് ഹുസൈൻ മടവൂർ സാഹിബാണോ, അതല്ല TP അബ്ദുൽ ഖോയ മദനിയാണോ, ആരാന്നറിയില്ല. ആരാണാകട്ടെ, ഈ പണിക്കല്ലേ വരുന്നത്, ഈ തട്ടിപ്പിനല്ലേ. അപ്പോൾ അത് തൽക്കാലം നിങ്ങളവിടെ വെക്കുക. ഇനി ഈ തട്ടിപ്പൊക്കെ നടത്തിയിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, അതുകൂടി കേൾക്കുക. അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് നിങ്ങളെ തെറ്റിച്ചതാണ് കോഴിക്കോട് വെച്ചുകൊണ്ട് വിസ്റ്റം നേതാക്കൾ ഉത്തരവാദിത്വത്തോടെ പറയുന്ന വാക്കാണിത്. ഇതൊഴിഞ്ഞു പോകുന്ന വാക്കല്ല. ഞങ്ങൾ ആരും ഓടി ഒളിക്കൂല. കേട്ടില്ലേ? ഉത്തരവാദിത്വത്തോടു കൂടി പറയാണ്, ഞങ്ങൾ ആരും ഓടി ഒളിക്കൂലാൻ. ശരി, അതെന്നെ പറയാനുള്ളത്. നിങ്ങൾ ഓടി ഒളിക്കരുത്. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് നിങ്ങൾ ആളുകൾക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കണം എന്നാണ് പറയാനുള്ളത്. ഒരു പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ കൂടിയുണ്ട്. ഇൻഷാ അല്ലാഹ് അതുകൂടി സൂചിപ്പിച്ച് അവസാനിപ്പിക്കുക. അടുത്തൊരു കാര്യം കേൾക്കുക. അതിന്റെ ഉത്തരം ഈ പാരഗ്രാഫിൽ പറയുന്ന അള്ളാഹുവിന്റെ പടപ്പുകളെ എന്നെ സഹായിക്കണേ, പടപ്പുകളെ എന്നെ സഹായിക്കണേ എന്നൊരു വാക്കതിലുണ്ട്. ആ വാക്കിൽ പിടിച്ചുകൊണ്ട് ഇത് ഇബാദല്ലാ യാ ഇബാദല്ലാ ഐനൂനിയുമായി കൂട്ടിച്ചേർക്കാം എന്ന കുബുദ്ധിയാണ് ഈ പാരഗ്രാഫ് എടുത്തു കൊടുക്കാൻ ഇവരെ പ്രേരിപ്പിച്ചത്. ഇവരാണ് കേരളത്തിൽ ഇത് യാ ഇബാദല്ലയാണ് ചർച്ച എന്നതിലേക്ക് കൊണ്ടുപോയതും. യഥാർത്ഥത്തിൽ യാ ഇബാദല്ലയാണോ ചർച്ച? ഒരിക്കലുമല്ല. കേട്ടല്ലോ, ഇതാണ് ശരിക്ക് കെണി കുടുങ്ങിയ പിന്നെ ഒരു പെടച്ചിലുണ്ടായി കടന്നു കാണ്ട്. ആ പെടച്ചിലിൻ്റെ ഭാഗമാണ് ഇതൊക്കെ. എന്താ പറഞ്ഞത് സെക്രട്ടറി? എന്താ പറഞ്ഞത്? യായി ബാറല്ലാണ് പ്രശ്നമാക്കി നമ്മൾ മാറ്റിയത്. ശരി, അതിനുള്ള മറുപടി സെക്രട്ടറിയുടെ പഴയ ഒരു സംസാരം കേൾക്കുക. വരട്ടെ. ജമിയത്തുൽ ഉലമയുടെ ഒരു ദൗറയിൽ ഞാനാണ് ആവശ്യപ്പെടുന്നത് യാ ഇബാദല്ലാ അഈനൂനി എന്ന ഹദീസ് നമ്മൾ ചർച്ച ചെയ്യണം. അങ്ങനെ ചർച്ചയ്ക്ക് തീരുമാനിച്ചു. അവിടെ വെച്ച് തന്നെ ആ യോഗത്തിൽ പങ്കെടുത്ത ആളുകൾ പറഞ്ഞു, ഇത് ഒന്നുകിൽ സക്കരിയ സലാഹി അവതരിപ്പിക്കണം, അല്ലെങ്കിൽ അബ്ദുൽ ജബ്ബാർ മൗലവി അവതരിപ്പിക്കണം. സംശയം തീർന്നു. യാ ഇബാദല്ലാ ജമിയത്തിൽ ചർച്ച ചെയ്യണമെന്ന് കണ്ടോ പറഞ്ഞ ആളാണ്. അതിൻ്റെ ഉദ്ഘാടനം നടത്തിയ ആളാണ് ഈ പറയണത്. അപ്പോൾ എവിടേക്കായി ഒളിച്ചോടുന്നത്? ഇനി തീർന്നില്ല. ഇത് അദ്ദേഹം എഴുതിയ 18 പേജ് പ്രബന്ധം. ഇതൊക്കെ എല്ലാവരും അറിയണം. 18 പേജ് പ്രബന്ധം ഈ വിഷയത്തിന് വേണ്ടി എഴുതാണ്. കേട്ടോ, എന്നാണ് 26/12/2011 നടന്ന കേരള ജമിയത്തുൽ ഉലമ ദൗറയുടെ നിർദ്ദേശപ്രകാരം ജിന്നിനോടുള്ള സഹായ തേട്ടം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ ഈ ദൗറയുടെ മുമ്പാകെ സമർപ്പിക്കുന്നു എന്നാണ് 2011. ശരി, 3 വിഷയങ്ങൾ പഠന വിധേയമാക്കിയ കാര്യങ്ങൾ. എന്നിട്ട് 1 ഇസ്തിആനത്ത്, ഇസ്തിഗാസ, ഇസ്തിആദ, ദുആ. 2 ദൃശ്യം അദൃശ്യം, ഭൗതികം അഭൗതികം. 3 കേട്ടോളി, 3 യാ ഇബാദല്ലാ അഈനൂനി എന്ന ഹദീസും അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പ്രകടിപ്പിച്ച അഭിപ്രായങ്ങളും. ആരെഴുതിയതാ? സെക്രട്ടറി എഴുതിയത്. ഈ ചർച്ചൻ്റെ ഉദ്ഘാടനം അത് വേണമെന്ന് പറഞ്ഞ് നടത്തിയ ആളാരാ? സെക്രട്ടറി തന്നെ. എന്നിട്ട് ഇപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി പറയാ അതൊന്നുമല്ല, അതാക്കി മാറ്റാനുള്ള ശ്രമമാണ്. അല്ല, അതെന്തിനാ മൂപ്പര് അങ്ങനൊരു ഒരു സംഗതി ആദ്യം പൊട്ടിച്ച് എന്തിനറിയോ? ഇൻഷാ അല്ലാഹ് ഇനി കാണുന്ന ഭാഗം ഒന്ന് കേൾക്കുക. 2 പ്രബന്ധങ്ങളാണ് ഇവിടെ ചർച്ച. ആ 2 പ്രബന്ധങ്ങളിൽ ഒരു മുഖം മിനുക്കുകയും ഒരു മുഖത്തെ ഇരുട്ടാക്കാൻ നോക്കുകയും ചെയ്യുന്നത് ഇൻഷാ അല്ലാഹ് നമ്മളുടെ കയ്യോടെ പിടികൂടാണ്. കേട്ടോളി. ഇത് എഴുതിയത് കൊണ്ടാ ഞങ്ങൾ പറഞ്ഞത്, ഇത് എഴുതിയത് കൊണ്ടാ TP പറഞ്ഞത്, ഇതാ പ്രാർത്ഥന, ജിന്നിനോടുള്ള പ്രാർത്ഥനക്കാണ് ഈ ആളുകൾ വഴിയൊരുക്കുന്നത്, പ്രാർത്ഥിക്കാമെന്നത് തന്നെയാണ് ചർച്ച. അപ്പൊ പ്രാർത്ഥിക്കാന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. കേട്ടില്ലേ? ഏതാ പ്രബന്ധം എന്നറിയോ? നേരത്തെ ഇവിടെ താജുദ്ദീൻ സ്വലാഹി അത് കൃത്യമായിട്ടൊന്ന് പറഞ്ഞു. പക്ഷേ ഈ സംസാരത്തിൽ കേട്ട പ്രയോഗം എന്താ അറിയോ? ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് പഠിപ്പിക്കാൻ ഒരു പ്രബന്ധം എഴുതി തയ്യാറാക്കിയിട്ടുണ്ട്. ബഹുമാനനായ സാലിം കയ്യും ബഹുമാനനായ അബ്ദുൽ ജബ്ബാർ മദീനിയും അതുപോലെ തന്നെ ബഹുമാനനായ റാഷിദ് ബിൻ ഖലീൽ അവര് അങ്ങനെ ഒരു പ്രബന്ധം എഴുതി തയ്യാറാക്കിയിട്ടുണ്ട്. ബഹുമാനനായ സെക്രട്ടറി, ശുദ്ധ കളവല്ലേ നിങ്ങൾ പറഞ്ഞത്? ആ 82 പേജുള്ള പ്രബന്ധം അത് പലരെ കയ്യിലുണ്ടല്ലോ, അതെങ്കിലും മനസ്സിലാക്കണ്ടേ? ആ പ്രബന്ധത്തിൽ അതിൻ്റെ ആദ്യാവസാനം മുതൽ ചർച്ചകളും മറ്റും വായിച്ചിട്ട് ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്നാണോ പഠിപ്പിച്ചത്? ഒരു വരി കാണിച്ചരോ നിങ്ങൾ? ഇല്ല. എന്നിട്ടോ അദ്ദേഹം എന്ത് കണ്ടില്ല? ഇതിൻ്റെ അവസാനത്തിൽ കിടക്കുമ്പോൾ 44-ാമത്തെ പേജ്
ഈ പ്രബന്ധത്തിന്റെ 44-ാമത്തെ പേജിൽ ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്. ബഹുമാന്യരായിട്ടുള്ള സീനി ടവർ വിഭാഗത്തിലെ സഹോദരങ്ങളെ, രക്ഷിതാക്കളെ, ഇത് കേട്ടോളിയും. ഈ നുണ കേട്ട് നിങ്ങൾ ആ കുടയുടെ തണലിൽ നിൽക്കണ്ട, ചൂട് കൂടും. കേട്ടോളിയും. എന്താണ്? ഇതാ, അതിൽ നിന്നും, ഏതിൽ നിന്ന്? ഈ പ്രബന്ധത്തിൽ കൊണ്ടുവന്ന മുഴുവൻ ചർച്ചകൾ, അതിൽ നിന്നും മനസ്സിലാവുന്നത് ഷിർക്കായ സഹായ തേട്ടത്തെ കുറിച്ചാണ്. ഷിർക്കെന്നും മൊത്തത്തിലുള്ള സഹായം ചോദിക്കൽ ഷിർക്കിലേക്കുള്ള വഴിയായതിനാൽ അത് അനുവദനീയമല്ല എന്നുമാണ്. കണ്ടോ? അനുവദനീയമാക്കാനല്ല, അതുപോലെ തന്നെ പ്രാർത്ഥിച്ചോളൂ എന്ന് പറയാനല്ല, മറിച്ചെന്തിനാണ്? അനുവദനീയമല്ല. ഇത്ര ഇവിടെ പ്രത്യേകം കാണാൻ വേണ്ടി അടിവരയിട്ട് കൊടുത്തിട്ട് പോലും നിങ്ങൾ ഈ പ്രബന്ധത്തിന്റെ പേരിൽ ഇത്ര വലിയ നുണ പറഞ്ഞ് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ MD വിഭാഗത്തിൽ നിന്ന് കടമെടുത്ത ആ വാദം സ്ഥാപിക്കാൻ നിങ്ങൾ മെനക്കെടുകയാണ്. ഇനി നോക്ക് നിങ്ങൾ, ഇനി എന്താ രസം എന്നറിയോ? ഇനി കേട്ടോളിയും. അങ്ങനെ എന്ത് ചെയ്തു? മൂപ്പര പ്രബന്ധം ചർച്ചയായി. ഏതാ പ്രബന്ധം? ഈ പ്രബന്ധം ചർച്ചയായി, 18 പേജുള്ള പ്രബന്ധം. അപ്പൊ മൂപ്പർക്ക് വല്ലാത്തൊരു വിഷമം. കേട്ടോളി നിങ്ങൾ. ഇതെന്താ പ്രബന്ധം? ദൗറയുടെ നിർദ്ദേശപ്രകാരം ജിന്നിനോടുള്ള സഹായതേട്ടം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ ഈ ദൗറയുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. ജിന്നിനോടുള്ള സഹായതേട്ടവുമായി ബന്ധപ്പെട്ട പഠനം നടത്തിയ അതിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവിടെ അവതരിപ്പിച്ചത്. അല്ലാതെ ജിന്നിനോടുള്ള സഹായാർത്ഥന ശിർക്കാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള പ്രബന്ധമല്ല. അതിലെല്ലാ വീക്ഷണങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതിലെല്ലാ വീക്ഷണങ്ങളും ഉണ്ട്. വസീലത്ത് ശിർക്കാണെന്ന് പറഞ്ഞതുണ്ട്, അതിന് തെളിവില്ല എന്നും പറഞ്ഞിട്ടുണ്ട്, അത് സ്വീകരിക്കാൻ പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ശിർക്കാണ് എന്ന് കൃത്യമായി പ്രമാണങ്ങൾ ഉദ്ധരിച്ചതിൽ പറഞ്ഞിട്ടുണ്ട്. കേട്ടില്ലേ? എന്തിനാ സെക്രട്ടറി ഈ ഇരട്ടത്താപ്പ്? എന്തിനാ ഇരട്ടത്താപ്പ്? നിങ്ങളെ ഭാഗത്ത് നീതിയും മറ്റുള്ളവർ അനീതിയുടെ പക്ഷത്തുമാണ് എന്ന് വരുത്തി തീർക്കുന്ന ഇരട്ടത്താപ്പ് എന്തിന്? എന്താ നിങ്ങൾക്ക് ഈ പ്രബന്ധത്തോട് തോന്നിയ അതേ മനസ്സ് ഇതിനോടില്ലാത്തത്? നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ എഴുതിയ പ്രബന്ധത്തിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളുണ്ട്, പഠനങ്ങളുണ്ട്, എല്ലാം ക്രോഡീകരിച്ചതാണ്. അതന്നെയല്ലേ ഇതിലുള്ളത്? അതന്നെയല്ലേ നിങ്ങൾ അവസാനത്തിൽ പറഞ്ഞ ആ നിലക്കുള്ള കാര്യം തന്നെയല്ലേ ഈ പ്രബന്ധത്തിന്റെ അവസാനത്തിലുമുള്ളത്? അതുകൊണ്ട് അണികളുടെ കണ്ണിൽ പൊടിയിട്ട് ഇരട്ടത്തോപ്പ് കാണിച്ച് രക്ഷപ്പെടുക എന്ന നയം അത് ശരിയല്ല. അതൊരിക്കലും നിങ്ങളെപ്പോലെയുള്ളവർ ചെയ്യേണ്ട ഒരു പണിയല്ല എന്നാണ് വളരെ സ്നേഹത്തോടെ വിനയത്തോടെ സൂചിപ്പിക്കാനുള്ളത്. ശരി, ഇനി അടുത്ത 2 നുണകൾ കേൾക്കുക കേട്ടോ. അപ്പോൾ വിസ്റ്റംകാരൻ പറയാതെ പറയുന്നൊരു വാദമുണ്ട്, ഒരു സാഹിർ ജിന്നിനോട് സഹായം തേടിയാൽ അത് ശിർക്കല്ല. ശരി, അനസ് മൗലവി എവിടെ വിസ്ഡം അങ്ങനെ പറഞ്ഞത്? നിങ്ങളൊന്ന് കാണിച്ചേരി. ഒരു സാഹിർ ജിന്നിനോട് സഹായം തേടിയാൽ ശിർക്കല്ല. കാണിച്ചേരി. നോണ പറഞ്ഞു പോകരുത്. നിങ്ങളെ കേൾക്കുന്നവർ നിങ്ങളെ ചോദ്യം ചെയ്യുകയില്ല. നിങ്ങൾ ഇട്ടുകൊടുക്കുന്നത് അപ്പടി സ്വീകരിച്ചു പോകുമെന്ന വിചാരവും വിശ്വാസവും നിങ്ങൾക്കുണ്ട്. അതിലുണ്ടാവും ഇതൊക്കെ ചിന്തിക്കുന്ന ആളുകൾ. മനസ്സിലായില്ലേ? നുണയാണ്, നമ്പർ 1 നുണയാണ്. ശരി, അടുത്ത വരട്ടെ. കല്ലിനോട്, മരത്തിനോട്, ജിന്നിനോട്, മലക്കിനോട്, മനുഷ്യരോട് ചോദിക്കുന്ന ഒരു സഹായതേട്ടം ചോദിച്ചാൽ ശിർക്കല്ല എന്ന് പറയുന്ന അബദ്ധജടിലമായ തൗഹീദ് തകർക്കുന്ന, ഈമാൻ കൊള്ളയടിക്കുന്ന, നാളെ ആഖിറത്തിൽ പടച്ചവന്റെ മുന്നിൽ നരകമുറപ്പിക്കുന്ന ഈ വിശ്വാസം യഥാർത്ഥത്തിൽ വിസ്റ്റം എന്ന് പറയുന്ന സമൂഹം താടി വെച്ച് തൊപ്പി വെച്ച് സലഫിയത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ അവതരിപ്പിച്ചു. നന്നായി. കണ്ണ് ചിമ്പി കൈ കൂപ്പിയിട്ടൊന്നും കാര്യമല്ല. കാര്യം നടക്കൂല. അങ്ങനെ കൂപ്പി ഇങ്ങനെ അപേക്ഷിച്ചിട്ടൊന്നും കിട്ടൂലത്. നുണയാണ്, പച്ച നുണയാണ്. അല്ലേ? താടിയും തൊപ്പിയൊക്കെ കുറച്ച് വിഷമമുണ്ടാവും. കാരണം താടിയൊക്കെ നീണ്ടു വരുമ്പോൾ ആ സുന്നത്തൊക്കെ സംരക്ഷിക്കുന്ന ആളുകളെ കാണുമ്പോൾ MD-ക്കാർക്ക് അരിശുണ്ടായിരുന്നു. അതേപോലത്തെ അരിശം CD-യിൽ പലർക്കും ഉണ്ട്. അത് നിങ്ങൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നുണ പറഞ്ഞ് കാര്യം സാധിക്കരുത്. അതാണ് വളരെ വിനയത്തോടു കൂടി പറയാനുള്ളത്. ഇനി എന്താ അറിയോ? 5 ചോദ്യങ്ങളാണ് കൊപ്പം പരിപാടിയിൽ അവർക്ക് നേരെ വന്നത്. 5 ചോദ്യങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ആ 5 ചോദ്യങ്ങളും വല്ലാത്തൊരു കുരുക്കായിരുന്നു. ആ കുരുക്കിന്ന് അയാൾ കൊതറി രക്ഷപ്പെടുന്നത് അത് ചുരുക്കത്തെ ഞാൻ പറഞ്ഞുതരാം. 1-ാം ചോദ്യം എന്താ അറിയോ? 1-ാമത്തെ ചോദ്യം, ഇവിടെ
വിസ്ഡം വിഭാഗത്തിലെ പിന്നെ ഹാരിസ് ബിൻ സലീം എന്ന് പേരുള്ള ആള്, അയാള് പിന്നെ കല്ലിനോട് സഹായം തേടിയാൽ ഷിർക്കല്ല എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? അപ്പം അത് നമ്മൾ പറഞ്ഞപ്പോൾ ആരോപണമാണെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഓഡിയോ കാണിക്കാണ്ടോ? മൂപ്പർ എണീറ്റിട്ട് പറഞ്ഞു അത് നമ്മൾ പെരിന്തൽമണ്ണ കാണിച്ചിട്ടുണ്ട്, അതങ്ങനെ തന്നെയാണ്, അതിൽ മാറ്റമൊന്നുമില്ല. അത് ഫൈസൽ മൗലവി അപ്പുറത്തും പറഞ്ഞിട്ടുണ്ട് ഇപ്പുറത്തും പറഞ്ഞിട്ടുണ്ട്. എന്തിനാ അനസ് മൗലവി, എന്തിനാണ്? എന്താ ബഹുമാനനായ ഹാരിസ് മൗലവിയുടെ പ്രയോഗം എന്താ? ഒരു വസ്തുവിനോട് ആ വസ്തുവിനെ വിളിക്കലല്ല, എന്തിന് വിളിക്കുന്നു എന്നതാണ്. അതന്നെയല്ലേ വിഷയം. അത് നിങ്ങൾക്കും അറിയാലോ, അയാൾക്കറിയാം. പണ്ട് അനസ് മൗലവി ഇതൊക്കെ വാചാലമായി പ്രസംഗിച്ചതാണ്. യാ ഹജർ, ആ വിളി ശിർക്കാണോ? അല്ലെങ്കിൽ ചന്ദ്രനെ കാണുമ്പോഴുള്ള വിളി ശിർക്കാണോ എന്നൊക്കെ ചോദിച്ചിട്ടില്ലേ? അത് പറഞ്ഞു കൊടുക്കാതെ എന്തിനാ നിങ്ങൾ ആ തട്ടിപ്പ് വീണ്ടും ആവർത്തിച്ച് അതിന് കുട ചൂടിക്കൊടുത്തത്? അതിൻ്റെ ഉത്തരം അതാണ്. ശരി, രണ്ടാം ചോദ്യം എന്തെന്ന് അറിയോ? സിഹിറിൻ്റെ ഹദീസ് നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ അതിൽ പിന്നെ നമ്മൾ കുടുങ്ങിപ്പോവും, ഇടങ്ങാറായി പോകുന്നവർ പറയണത് എന്ന് പറഞ്ഞപ്പോൾ അവിടെ മൂപ്പര് കുടുങ്ങി. അപ്പോൾ മൂപ്പര് പറഞ്ഞു നമ്മൾ തള്ളണില്ല, തള്ളേണ്ട ആവശ്യമില്ല, നമ്മൾ സ്വഹിഹായതി എടുക്കുന്നു. എന്നിട്ട് പിന്നെന്താ പറയണറിയോ? ഒരാൾ കളരിക്ക് പുറത്ത്, ആര്? മർക്കസ് ദവക്കാർ, വിസ്ഡംകാർ ആശാന്റെ നെഞ്ചത്ത്. എന്നിട്ട് ഇയാൾ പറഞ്ഞു ഒപ്പിക്കുകയാണ്. എന്തറിയോ? അഥവാ സാഹിർ ഷെയ്ത്വാനോട് സഹായം തേടിയാൽ ഷിർക്കല്ല എന്ന് പഠിപ്പിക്കുന്ന വിസ്ഡംകാർ. ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് അവസാനം മൂപ്പര നിലപാടെന്താ? ഹദീസ് എടുക്കുന്നു. ആ ചോദ്യത്തിലെ കുരുക്കെന്താ? അത് അനുസരിച്ച് മനസ്സിലുണ്ട്. ഉത്തരം പറഞ്ഞാൽ ഞാൻ കുടുങ്ങും, എനിക്ക് പൊള്ളുന്നു. മൂപ്പർക്കറിയാം. എന്താ അറിയോ? കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായിട്ടാണ് ആ ഷെയ്ത്വാന്റെ ഇടപെടൽ. അതാണ് പോയിന്റ്, അതാണ് മർമ്മം. പക്ഷേ മർക്കസ് ദഅവക്ക് തള്ളേണ്ടി വന്നു. എന്താണ്? കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമാണ്, അഭൗതിക മാർഗത്തിലൂടെയാണ്. അങ്ങനെ വരുമ്പോൾ സിഹർ ഫലിച്ചു എന്ന് പറഞ്ഞ് വിശ്വസിക്കൽ ഷിർക്കാണ്. അഭൗതിക മാർഗത്തിലൂടെ ശൈത്വാൻ ഇടപെടുന്നു, ഷിർക്കും കുഫറുമാണ്. അവിടേക്ക് തന്നെയല്ലേ നിങ്ങളും പോയത്? അത് ഞങ്ങൾ കയ്യോടെ പിടികൂടിയപ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞത്? ജിന്നുകൾക്ക് അവരെ കാര്യകാരണ ബന്ധം, മനുഷ്യർക്ക് അവരെ കാര്യകാരണ ബന്ധം, മലക്കുകൾക്ക് അവരെ കാര്യകാരണ ബന്ധം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെന്നുള്ള ഹദീസുകൾ എന്താ ചെയ്യുക? അതിനുത്തരല്ല. അതേപോലെ സിഹിറിന്റെ കണ്ണേറിന്റെ ഹദീസുകൾക്ക് മുമ്പിൽ നിങ്ങളെ മനസ്സ് വിയർത്തൊലിക്കുന്നുണ്ട്, ഉറപ്പാണ്. അത് നിങ്ങൾ പുറത്ത് കാണിക്കുന്നില്ല എന്ന് മാത്രം. ശരി, ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ അറിയോ? മൂന്നാമത്തെ ഒരു സ്വലായി ചോദിക്കുകയാണ്. ആ സ്വലായിൻ്റെ ഒക്കെ ഒരു ദയനീയ അവസ്ഥ ആലോചിച്ച് നോക്കുകയാണ്. എന്താ അറിയോ? അയാൾ ചോദിക്കുകയാണ്, ഇവിടെ സമസ്തക്കാര് സ്വമതിയത്ത് കൽപ്പിക്കാതെ ചോദിക്കുന്നു, വിസ്ഡം വിഭാഗം ഹയ്യും ഹാദിറും ഖാദിറും എന്ന ഒരു നിബന്ധന വെച്ച് ചോദിക്കുന്നു. രണ്ടും ഒന്നല്ലേ, എന്താ വ്യത്യാസം? മൂപ്പര് എണീറ്റിട്ട് ഭയങ്കര കൂളായിട്ട്, നല്ല തിരിച്ചറിവാണ്, നിങ്ങൾ നല്ല ഒരു ഉത്തരമാണ് കണ്ടെത്തിയിരിക്കുന്നത്, വളരെ ഭംഗിയായിട്ടുണ്ട് എന്നൊക്കെ അങ്ങോട്ട് സർട്ടിഫിക്കറ്റ് കൊടുത്തുകാണ്ട് അങ്ങനെ തന്നെയാണ്. എന്താ അനസ് മൗലവി, ഞാൻ നേരത്തെ ചോദിച്ചത് ആവർത്തിക്കുന്നു. നിങ്ങൾക്ക് വാദമുണ്ടോ? അഹ്ലുസുന്ന വൽ ജമാഅയുടെ ആധുനികരായ പണ്ഡിതന്മാരിൽ നിന്ന് എത്ര പണ്ഡിതന്മാരെ സൂഫി ആലയിലേക്ക്, സൂഫി കണ്ണിയിലേക്ക് ഈ നിലപാട് കൊണ്ട് നിങ്ങൾ ചേർക്കേണ്ടി വരും? ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? ഇബ്നു ബാസ് റഹിമഹുല്ല, ഫൗസാൻ ഹഫിളഹുല്ല, ഉസൈമി റഹിമഹുല്ല, ലജ്നത്തു ദായിമയിലെ പണ്ഡിതന്മാർ, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ചേർത്തോളിയും. നിങ്ങൾ അതും ചെയ്യും നിങ്ങൾ. അത്രേ പറയാനുള്ളൂ, നിങ്ങൾക്ക് മറുപടി ഇല്ല. പിന്നെ ആ സ്വലാഹി വീണ്ടും ചോദിക്കണം. ഇവിടെ സഹോദരങ്ങളെ, സമസ്തക്കാർ കൊണ്ട് നടക്കുന്ന ആശയല്ല ഇത്, മനസ്സിലാക്കണം കേട്ടോ. സമസ്തക്കാർ സ്വയം കഴിവില്ല എന്ന് കരുതിയിട്ട് ആരോട് എന്തും ചോദിക്ക, സെട്ടാവല്ല, ഖാലിഖല്ല, റാസിഖല്ല, മാലിക്കല്ല, റബ്ബല്ല, ഇലാഹല്ല എന്ന വിശ്വാസം അത് സൂഫികളതാണ്, മക്കത്തെ മുശ്രിക്കിൻ്റെതാണ്, ഷിയാക്കളതാണ്, ബറേൽവികളതാണ്. അതാണോ ഈ വിഷയം? അല്ല. അത്തരം കളികളിൽ ആരും അകപ്പെടാതിരിക്കാൻ, തൗഹീദും ശിർക്കും കൃത്യമായി വേർതിരിച്ച് കാണിക്കാൻ സൂക്ഷ്മതയോടെ തെളിവിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വെച്ചിട്ടുള്ള നിബന്ധനയാണ്. ആ നിബന്ധന പൊളിച്ചിട്ട് അത് കൈ കൊടുത്തിട്ട് ഒക്കെ തൗഹീദാണ്, എല്ലാ തൗഹീദ് അല്ലേ, അതിന് നന്നായി വെള്ളം ഒഴിച്ചു കൊടുത്തോളിയും, അതാണ് നിങ്ങളെ പണി. പിന്നെ അനുബന്ധ ചോദ്യം എന്താ അറിയോ? അത് സുലൈമാൻ നബി അലൈഹി സ്വലാമുമായി ബന്ധപ്പെട്ടു, അഥവാ സിംഹാസനം കൊണ്ടുവരേണ്ട വിഷയമുണ്ടല്ലോ. ഖുർആൻ എത്ര പച്ചയായിട്ട് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അതും ഇവർക്ക് വല്ലാത്ത അടിയായിട്ടുണ്ട്.
കാരണം അത് അംഗീകരിച്ചാൽ പിന്നെ ഷിർക്കിൻ്റെ അഭൗതികം എന്താ, ഷെയ്ത്താൻ്റെ അഭൗതികം എന്താ ചെയ്യുക? ജിന്ന അഭൗതികം പൊളിയോലോ. അപ്പോൾ അവിടെ കുടുങ്ങി. ശരിക്ക് പഴയ അനസ് മൗലവിയാണ് എന്താ ചെയ്യുക? ചങ്ങലീരിലെ സ്വലാഹി നിങ്ങൾ ചെയ്യേണ്ടത് ചോദ്യങ്ങൾ മറുപടികൾ വായിക്കണം. പഴയ അനസ് മൗലവി. പുതിയ അനസ് മൗലവിയോ കുടുങ്ങി. അതെന്താ പഴയ അനസ്? ചോദ്യങ്ങൾ മറുപടികൾ. ഒന്നാമത്തെ ബിൽഖീസിന്റെ സിംഹാസനം, ബഹുമാനായ AP അബ്ദുൽ ഖാദർ മൗലവി റഹിമഹുല്ലാ അന്ന് കൊടുത്ത മറുപടി. ആഹാ, എന്താണ് അതിൻ്റെ ഒക്കെ ഒരു പ്രാധാന്യം ആലോചിച്ചൊക്കെയാണെങ്കിൽ എന്താ പറയുന്നത് കേട്ടോളി. കേള്, എന്തുണ്ട് ഇതിൽ ഷിർക്ക്? പ്രാർത്ഥന അല്ലാഹു അല്ലാത്തവരോട് ആകുമ്പോഴാണല്ലോ ഷിർക്കാവുക. അഭൗതികമായ മാർഗത്തിൽ കാര്യം സാധിച്ചു തരാനുള്ള ആവശ്യപ്പെടലാണ് പ്രാർത്ഥന. അത് അള്ളാഹുവിനോട് മാത്രമേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് ചോദ്യകർത്താവിന്റെ ആശങ്ക ആസ്ഥാനത്താണ്. ചങ്ങലീരിൽ വന്ന് ചോദിച്ച ബഹുമാന ജ്യേഷ്ഠ സ്വലായി സഹോദര, നിങ്ങൾ ആശങ്ക തീർക്കാൻ ആ 10 മിനിറ്റ് ഉരുണ്ടു മറിഞ്ഞ മറുപടി വേണ്ട, ഇതെടുത്ത് വായിച്ചോളൂ, ഇതെടുത്ത് വായിച്ചോളൂ, ഒരു പണിയില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ ആ മറുപടി പറയാനും അദ്ദേഹത്തിന് വയ്യ. പിന്നെ 5ാമത്തെ ചോദ്യം, ഒരാൾ ഓടി വന്ന് സമയമില്ലാത്തവർ ചോദിക്കണത് ഇതിനൊരു ആയത്ത് വേണം. ഇവർ പറയുന്നു തെളിവ് കാണിച്ചൊരു തെളിവ് കൊടുക്കല്ല. ആ തെളിവാണ് നമ്മൾ നേരത്തെ പിന്നെ പരപ്പനങ്ങാടിയിൽ സെക്രട്ടറിയും ഇവിടെ കൊപ്പത്ത് അനസ് മൗലവിയും ഒരുപോലെ ദുർവ്യാഖ്യാനിച്ചത് നമ്മൾ നേരത്തെ തഫ്സീർ വെച്ചാണ് തീരുമാനാക്കിയിട്ടുണ്ട്. ആ ആയത്താണ് തെളിവായി ഓതി കൊടുത്തത്. ഇതാണ് നിങ്ങളെ അവസ്ഥ. ഇനി അവസാനത്തൊരു കാര്യം അതുകൂടി കാണിച്ച് നമ്മൾ നിർത്തുകയാണ് ഇൻഷാ അല്ലാഹ്. 2 ആളെ പരാതി, അതായത് സെക്രട്ടറിയുടെ പരാതിയും അദ്ദേഹത്തെ നന്നായി പിന്തുണച്ച് നടക്കുന്ന അനസ് മൗലവിയുടെ വല്ലാത്ത ഒരു പരാതിയും, അത് രണ്ടും കേട്ടോളി. ഈ 2 കൂട്ടരും 2 അതിവാദങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുക. ഇപ്പൊ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 2 അതിവാദങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പരപ്പനങ്ങാടിയിൽ നടക്കുന്നത് മുജാഹിദുകൾ തമ്മിലുള്ള ഖണ്ഡന പ്രസംഗമല്ല, 2 തരത്തിലുള്ള അഖലാനിയത്ത് പിടികൂടിയവർ തമ്മിലുള്ള പോരാട്ടമാണ്. 2 അഖലാനികളാണ്. കേട്ടില്ലേകള്, 2 അഖലാനികളാണ്. എന്താ അറിയോ, അത് സംഗതി ഒന്നുമല്ല, ഓലെ മനസ്സിൻ്റെ ഒരു വിഷമം ഒരു 2 ആളും പുറത്തിട്ട. എന്താ അറിയോ, ഇങ്ങനെയൊക്കെ ആയിട്ടും നന്ദിയിൽ വെച്ച് ഈ വിഭാഗത്തെ ആദർശപരമായും സംഘടനാപരമായും പിടിച്ചു കെട്ടാനുള്ള തൗഫീഖ് ആർക്കുണ്ടായത്? നമുക്കുണ്ടായത്. നന്ദി സംവാദം അല്ലേ ഉണ്ടായില്ലേ? എത്ര ഖണ്ഡനങ്ങൾ, മറുപടികൾ നമുക്ക് കാൽമുട്ടുകൾ വിറക്കാതെ മനസ്സ് പതറാതെ ഇവർക്ക് മുമ്പിൽ പറയാൻ സാധിച്ചു. ഇപ്പൊ പരപ്പനങ്ങാടിയിൽ ഇതിങ്ങനെ നടക്കുമ്പോ ബഹുമാനായ മാലി സലഫി അവിടെ പറഞ്ഞ പോലെ ഒറ്റ മിസൈൽ വിട്ടാൽ മതി, നേരെ കോഴിക്കോട് 2 പോയിട്ട് ടും ടും. കണ്ടുകള്, അത് ഇവർക്ക് വല്ലാത്ത വിഷമാണ്. അപ്പൊ ഇനി എന്താ പണി? 2 അഖലാനികൾ. ആര് കണ്ടെത്തി? സെക്രട്ടറിയും അതുപോലെ അനസ് മൗലവി കണ്ടെത്തി. എന്നാ നോക്കുക, എവിടെ അഖലാനിസം? അത് നോക്കണമല്ലോ. നോക്കാതെ നമ്മൾ ആരോപണം അത് വെറുതെ വിടാൻ പറ്റൂല. ശരി, 1ാമത്തെ അഖലാനിസം, തൗഹീദിനെ പൊളിക്കാൻ അബ്ദുസ്സലാം സുല്ലമി കൊണ്ടുവന്നു. എന്താ കൊണ്ടുവന്നത്? ജിന്നും മലക്കും അഭൗതികമാണ്. ഷബാബിലെഴുതി അഭൗതിക ശക്തി അല്ലാഹു മാത്രമോ. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതി, പ്രസംഗങ്ങളിൽ ആയത്തുകൾ ദുർവ്യാഖ്യാനിച്ച് അത് അദ്ദേഹം സ്ഥാപിക്കാൻ നോക്കി. അഖലാനിസം അതെവിടെ കാണുന്നു? അതെവിടെ കാണുന്നു? അത് കൃത്യമായി നമ്മൾ കാണുന്നു CD ടവർ വിഭാഗത്തിൽ. ഇതാ നേരത്തെ ഇവിടെ കാണിച്ചിരുന്നു. വിചിന്തനം 2013 ഫെബ്രുവരി 1, ജിന്ന് ഭൗതികമല്ല അഭൗതികം തന്നെ. തിരുത്തിയോ? മാന്യമായ മറുപടിയുണ്ടോ? ഒളിച്ചോടരുത്. അമർത്തിയാണ് നിങ്ങൾ പറഞ്ഞത്. സാധാരണ അഭൗതികം എന്ന നിലക്കല്ല, അഭൗതികം തന്നെ. കണ്ടോ, എന്താ അഭൗതികം തന്നെ തൗക്കീദിട്ട് എന്തിനാ പറഞ്ഞത്? നിങ്ങൾ എന്തിനായി തൗക്കീദ്? നിങ്ങൾ തട്ടിക്കൂട്ടി ആശയം സ്ഥാപിക്കാൻ. ഇതാ അടുത്തത് 2013 ഫെബ്രുവരി വീണ്ടും അടുത്ത ലക്കത്തിലും അതേ കാര്യം അതേ ഹെഡിങ്ങിൽ 2ാം ഭാഗം ആവർത്തിച്ചു. അപ്പൊ ഇവരിങ്ങനെ ഒഴിഞ്ഞു മാറാൻ തുടങ്ങി. അത് സാക്ഷാൽ യഥാർത്ഥ അഭൗതികല്ല, സാക്ഷാൽ അഭൗതികാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു, ശരി, എന്നാൽ നമുക്ക് പരിശോധിക്കാം. എവിടെ പരിശോധിക്കാം? മർക്കസ് ദാവക്കാരനെ പറയട്ടെ, ഇതവരെ അത്തൗഹീദാണ്. എന്താണ് അത്തൗഹീദിലുള്ളത്? നിങ്ങൾ കൊടുത്ത സമാന പ്രയോഗം, മലയാള ഭാഷയിൽ അതിനോട് ഒത്ത പ്രയോഗം നോക്കുക. ശാസ്ത്രീയ നിരീക്ഷണ
പരീക്ഷണങ്ങൾക്കും പഞ്ചേന്ദ്രിയങ്ങൾക്കും മനസ്സിലാവുന്ന വസ്തുക്കൾക്കും ശക്തികൾക്കുമാണ് ഭൗതികം എന്ന് പറഞ്ഞു വരുന്നത്. കേൾക്കുക, ആ രണ്ടു നിലയിലും ഉൾക്കൊള്ളാവുന്നവയല്ല ജിന്നുകൾ. ഇനി കേൾക്കുക, അതിനാൽ ജിന്നുകൾ തീർത്തും അഭൗതികമാണ്. ജിന്നുകൾ തീർത്തും അഭൗതികമാണ്. ജിന്ന് ഭൗതികമല്ല, അഭൗതികം തന്നെ. കണ്ടോ, ഒരേ സാധനം. എവിടെ? CD-യിലും MD-യിലും. അപ്പൊ എവിടെ അഖലാനിയത്ത്? നിങ്ങൾ തീരുമാനിച്ചോളി. തീർന്നില്ല. അടുത്തതോ, ഒരേ ആയത്ത് അലിമദനി മൊറയൂർ ദുർവ്യാഖ്യാനിക്കുന്നു. സൂറത്തു ജിന്നിലെ ആയത്ത് ശിർക്കായ ആയത്ത്. ആ ആയത്തോടിയിട്ട് ശിർക്ക് ചെയ്യാത്തവർക്ക് നേരെ ശിർക്ക് ആരോപിക്കുന്നു. അതേ പണി സെക്രട്ടറി ചെയ്യുന്നു. അതേ ആയത്ത് അലിമദനി മൊറയൂർ പറയുന്ന അതേ വാക്കുകൾ, അലിമദനി മൊറയൂർ സ്ഥാപിക്കുന്ന അതേ വാദം ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയും. ഇൻഷാ അല്ലാഹ് കൃത്യമായിട്ട് കാണിച്ചരാ. മൂന്നാമത്തെ അഖലാനിയത്ത് ഹദീസ് നിഷേധം. ഇല്ല എന്ന് പറയാൻ പറ്റുമോ? സിഹിറിന്റെ വിഷയത്തിൽ എന്താണ് ബഹുമാനായ ഹുസൈൻ മടവൂർ സാഹിബിന്റെ നിലപാട്? കോഴിക്കോട് ഞങ്ങൾ ചോദിച്ചല്ലോ, എന്താ ഉത്തരമില്ലാത്തത്? സിഹിർ ഫലിക്കുന്നു വിശ്വസിച്ചാൽ ഷിർക്ക്. കണ്ടോ, ഇനി തീർന്നില്ല. അവരെ സമ്മേളനത്തിൽ, ആ സമ്മേളനത്തിൽ ഈച്ചയുമായി ബന്ധപ്പെട്ട ഹദീസ്, അജ്വ കാരക്കയുമായി ബന്ധപ്പെട്ട ഹദീസ് ബഹുമാനായ മുഹമ്മദ് കുട്ടശ്ശേരി അതൊക്കെ നിഷേധിക്കുന്ന വർത്തമാനം പറഞ്ഞു. കൃത്യമായ ഒരു തിരുത്തലോ ശബ്ദിക്കലോ ഉണ്ടായില്ല. നിഷേധമല്ലേ? ഇതേ കാര്യമല്ലേ MD-യിലുള്ളത്? അതേ കാര്യമല്ലേ ഇവിടെയുള്ളത്? തീർന്നില്ല. ഐക്യപ്പെരുന്നാൾ നടന്നു 2016. എങ്ങനെ നടന്നത്? ഷിർക്ക് ഫലിക്കുമെന്നും ഷിർക്ക് ഫലിക്കില്ല എന്നും വിശ്വസിക്കുന്നവർ ഒരുമിക്കുന്നു. ഷിർക്കും ഒരുമിക്കുന്നു. എന്തൊരു അത്ഭുതമാണ് നോക്കൂ നിങ്ങൾ. രണ്ടാൾക്കാർ കായക്കൊടി അത് പറയുന്നുണ്ട്, സെക്രട്ടറി പറയുന്നുണ്ട്. ഞാനും അതുപോലെ തന്നെ അനസ് മൗലവിയും അലിമദനിയും അതുപോലെ കരിമ്പിലാക്കൽ സാഹിബും, ഞങ്ങൾ നാലാളും കൊണ്ട് ശരിയായാൽ ഇതൊക്കെ തീരുമാനമായിക്കോളും. എന്തിനറിയോ? അലിമദനിയും കരിമ്പിലാക്കൽ സാഹിബും പറയുന്നത് ഷിർക്ക് ഫലിക്കൂല, ഇവിടെ ഷിർക്ക് ഫലിക്കും. ഇല്ലാന്ന് പറയും. നിങ്ങൾ എഴുതിയതും അവരെഴുതിയതും ഒക്കെ ഉണ്ട്. നിങ്ങൾ ചിലപ്പോൾ അവിടെ ലേഖനം കൊടുത്തു ഇവിടെ ലേഖനം കൊടുത്തു ഒക്കെ പറയും. പക്ഷേ മറുഭാഗക്കാർ സമ്മതിക്കൂല. നിങ്ങൾ അങ്ങനെയാണ്. തീർന്നില്ല. പിന്നെയോ അടുത്തത് നാലാമത്തെ അഖലാനിയത്ത് ശുദ്ധമായ ഹദീസ് പരിഹാസം. എവിടെ? മർക്കസ് ദവയിൽ ധാരാളം എത്ര ഹദീസുകളെ പരിഹസിച്ചു. അതേ പണി CD-യിലുമുണ്ട്. ഉദാഹരണം, ഇത് അൽമനാർ മുഖപത്രമല്ലേ? ജൂലൈ 2013 അൽമനാർ. ആ അൽമനാറിൽ നിങ്ങൾ ഇതാ പരിഹസിക്കുന്നു, കേട്ടോളൂ. നോമ്പുമായി ബന്ധപ്പെട്ട അതിൻ്റെ സേട്ടതകളൊക്കെ പറയാണ്. അതിൻ്റെ ഇടയിൽ നോക്കൂ നിങ്ങൾ, റസൂലിൻ്റെ ഇത്തരം ചര്യകൾ ഇവിടെ പഠിപ്പിക്കപ്പെടാനോ ചർച്ച ചെയ്യാനോ ആരും മുതിരാറുമില്ല. കേട്ടോളിം, താടി രോമത്തിൻ്റെ നീളത്തെക്കുറിച്ചും പല്ലിയെ കൊന്നാൽ സ്വർഗമോ നരകമോ എന്നൊക്കെയാണ് ഇവിടെ വാമൊഴിയും വരമൊഴിയുമായി ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എവിടേത്? അൽമനാറിൽ. ഷബാബിൽ കണ്ടത്, MD-യുടെ വേദികളിൽ കേട്ടത്, അൽമനാറിൽ കാണുന്നു, CD-യുടെ വേദികളിൽ കേൾക്കുന്നു. എവിടെ അഖലാനിയത്ത്? എവിടെ അഖലാനിയത്ത്? എന്നിട്ട് സുന്നത്തിന്റെ വിഷയത്തിലും പ്രമാണങ്ങളുടെ കാര്യത്തിലും ആദർശ വിഷയത്തിലും കൃത്യനിലപാട് കൊണ്ട് നടക്കുന്നവരെ നിങ്ങളിതാ വേദനിപ്പിക്കുന്നു. ഇനി അഞ്ചാമത്തത് മൻഹജ് വിരോധം, മൻഹജിനെ പരിഹസിക്കൽ. അത് കൃത്യമായി നിറഞ്ഞു നിൽക്കുന്നു. എവിടെ? CD-MD വിഭാഗത്തിൽ. ഇനി CD-യിലോ ഒരു പ്രസംഗം കേൾക്കുക, കേട്ടോളി. മൻഹജുസ് സലഫ് എന്ന് പറയുന്നത് ഒരു അനുകരണത്തിന്റെ പേരല്ല, ഒരു സമൂഹത്തിന്റെ രൂപഭാവങ്ങളല്ല, അത് തക്ലീദിയൻ ശൈലിയല്ല, മറിച്ച് ശുദ്ധമായ ഖുർആനിൽ നിന്ന് ശുദ്ധമായ ഹദീസിൽ നിന്ന് നേർക്ക് നേരെ മതം മനസ്സിലാക്കി വളരെ സ്വതന്ത്രമായി ജീവിച്ചു പോവുക. അതാണ് ദീൻ. ഏതെങ്കിലും പണ്ഡിതന്റെ കിതാബുകൾ അവലംബിക്കുന്നത് അത് അതേ ശരി, ഇന്ന പണ്ഡിതൻ സഹിയാക്കിയ ഹദീസ് ഒക്കെ സഹീഹ് എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചാൽ ഒരു തരം തക്ലീദ് അവിടെ ഇതൊന്നും ഇല്ലാത്ത വളരെ സ്വതന്ത്രമായ വിശുദ്ധ ഖുർആന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള ഒരു ജീവിത രീതിയാണ് മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ പരിചയപ്പെടുത്തിയത്. അത് തന്നെയാണ് ശരി എന്നേരത്താണ് ഇപ്പോഴും നമ്മൾ നിൽക്കുന്നത്. വിശുദ്ധ ഖുർആനാണ് പ്രമാണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹിയായ ഹദീസുകളാണ്. ആ രണ്ടിൽ നിന്നും ഓക്കെ. കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ഇങ്ങനത്തെ ഒരു മനഹജ് പരിചയപ്പെടുത്തിയിട്ടില്ല. ബഹുമാനായ സലീം സുല്ലമി ഇല്ല. മനസ്സിലായില്ലേ? ഓരോരുത്തരും ഇങ്ങനെ ആണ് മനസ്സിലാക്കിയിട്ട് പോകുക, അതാണ് മനഹജ്. അങ്ങനത്തെ ഒരു മനഹജ് ഇല്ല. അത് മൗലവി മുതൽ ഇങ്ങോട്ടില്ല.
കേരള ജംഇയ്യത്തുൽ ഉലമ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്ന പേര് അന്നെടുത്തത് ഈ നിലപാടിലല്ല. മനസ്സിലായോ? ആ നിലപാടിലേക്ക് നിങ്ങൾ ചില ആൾക്കാർ മാറ്റിക്കൊണ്ടുപോയി. ഇതേതറിയോ? ആദർശ വ്യതിയാനം ഒരു പുകമറ. ആരതാ? ഹുസൈൻ മടവൂർ സാഹിബ്. ഇപ്പോ ഈ കേട്ട വർത്താനുണ്ടല്ലോ, അതേ വർത്താനാണ് ഈ പുസ്തകത്തിന്റെ 21-ാമത്തെ പേജിലുള്ളത്. ഈ പുസ്തകത്തിന്റെ 21-ാമത്തെ പേജിൽ പറയും എവിടെയാണ് MD യിൽ നിന്ന് രോഗം CD-യിലേക്ക് പകർന്ന വഴിയാണിത്. മനസ്സിലായോ? മൻഹജ് വിരോധം, അഖലാനിയത്ത് പടർന്ന വഴിയാണിത്. എന്നിട്ട് ഞങ്ങൾ നേരെ കുതിര കയറുക. തീർന്നില്ല. ഇതെന്താ അറിയോ? ഇതാ അൽ ഹിദായ, ഇത് സമ്മേളന സ്പെഷ്യൽ പതിപ്പ. നമ്മളൊക്കെ പുറത്താക്കിയ ആ കോഴിക്കോട് സമ്മേളനം ഉണ്ടല്ലോ, ആ മൂവർ സംഘം ഒറ്റക്കല്ല, മുജാഹിദുകൾ കൂടെയുണ്ട്. ഇതിൽ ഒരു വല്ലാത്തൊരു പരിഹാസം. ഇതെന്തിനെ കളിപ്പിക്കണേ അറിയോ? എന്തിനാണ്? നേതാക്കന്മാരെ കണ്ടാണല്ലോ അണികൾ ഇതൊക്കെ ചെയ്യുക, അല്ലേ? കേട്ടോളി. ഇതാ ഇതിന്റെ നാപരനാമത്തിൽ അവൻ അപ്പടി സൊല്ലി ഇവൻ ഇപ്പടി സൊല്ലി ഇരുതാനാ മൻഹജ്. ഇരുതാനാ മൻഹജ്, അല്ലേ? ഒന്നും തിരിയാത്ത നിങ്ങളെ കണ്ട് നടക്കുന്ന ആളുകളെ കൊണ്ട് ഇതൊക്കെ എഴുതിപ്പിക്കാനും ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കാനും ആരാ ഇതിനൊക്കെ സൗകര്യമൊരുക്കി കൊടുത്തത്? എന്നിട്ട് കൃത്യമായി കാര്യങ്ങൾ പറയുന്ന ആളുകൾക്ക് നേരെ നോക്കി വേണ്ടാത്തരം പറയുക. അപ്പോൾ 5. ഇനി 6 എന്താ? കേൾക്കി. 6 കേൾക്കി. 6 ആദർശ പാരമ്പര്യത്തെ എന്ത് ചെയ്തു? തള്ളി. ആദർശ പാരമ്പര്യത്തെ തള്ളി. കേട്ടോളി. ആ നിദാന ശാസ്ത്രപ്രകാരം പ്രത്യക്ഷ ബുദ്ധിക്ക് എതിരാകാൻ പാടില്ല എന്നത് കൃത്യം. ഓക്കെ, ഇത് ജാബിർ അമാനി അഥവാ മർക്കസ് ദഅവയുടെ ആള്. അദ്ദേഹം പറയാണ് കാര്യകാരണ ബന്ധം, ഭൗതികം അഭൗതികം എന്നിങ്ങനെയുള്ള അപകടകരമായ കാര്യങ്ങളൊക്കെ നടത്തിയത് എന്തിനായിരുന്നു? വല്ലാത്തൊരു ചോദ്യം. ഇടത്തനാട്ടെ ചോദിച്ചതാണ്. ഒന്നും വേണ്ട, KM മൗലവി മുതൽ ഇങ്ങോട്ട് ഒന്നും വേണ്ട. ഇതേ നിലപാട് എവിടെ കാണുന്നു? കേൾക്കി. ത്തിന്റെ ആൾക്കാർ ഈ കാര്യകാരണ ബന്ധങ്ങളെ സൃഷ്ടിയുടെ കാര്യകാരണ ബന്ധം എന്നാക്കിയിട്ട് നമ്മുടെ മുമ്പുള്ള പണ്ഡിതന്മാരെ പാവങ്ങള് നേരെ വാ ഇങ്ങനെ ജിന്നുവാദം വരുന്നൊന്നും അവർക്കറിയില്ല. അവര് മനുഷ്യന്റെ കാര്യകാരണ ബന്ധം എന്നതിന് പകരം ആരെങ്കിലും പണ്ഡിതന്മാര് സൃഷ്ടിയുടെ എന്ന് എഴുതി പോയിട്ടുണ്ടാവാം, പറഞ്ഞു പോയിട്ടുണ്ടാവാം. ഖുറാഫികൾ കാണിക്കാറില്ലേ? അൽ മുർഷിദിൽ നബിദിനെ ആഘോഷിക്കണമെന്ന് മുജാഹിദ് നേതാവ് പറഞ്ഞു എന്ന്. ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല, ഞെട്ടേണ്ട കാര്യമില്ല. അൽ മുർഷിദിൽ ഉണ്ടാവും, പഴയ അൽമനാറിലും വന്നിട്ടുണ്ടാവും. ഞെട്ടണെന്തിന്? അവരൊക്കെ മുസ്ലിയാക്കന്മാരല്ലായിരുന്നു. കേട്ടില്ല നിങ്ങള്? അവരൊക്കെ മുസ്ലിയാക്കന്മാരായിരുന്നു, അതുകൊണ്ട് അതൊക്കെ ഉണ്ടാവും, നമുക്കത് വേണ്ട. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ 1 നൂറ്റാണ്ട് കാലഘട്ടത്തിലെ ആദർശ പ്രമാണ പാരമ്പര്യം CD-ക്കാരും വേണ്ട എന്ന് വെച്ചു. ആരെപ്പോലെ? മർക്കസ് ദഅവക്കാരെ പോലെ. ശരി, ഇനി അടുത്തതെന്താ? അടുത്തത് ഹദീസ് നിഷേധം പച്ചയായി നടത്തിയവരെ പ്രശംസിക്കുക, പുകഴ്ത്തുക. അതാരെ പണിയായിരുന്നു? ചേകന്നൂരിനെ നവോത്ഥാന നായകനാക്കിയത് ആരാ? അത് മർക്കസ് ദഅവക്കാർ. തിരുത്തിയോ? കുടി കിടക്കാണ്, മിണ്ടാട്ടല്ലപ്പോഴും. ഇനി സലാം സുല്ലമിയെ നല്ല അറിയപ്പെട്ട മുഹദ്ദിസാണ്, ഒരുപാട് സേവനങ്ങളൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് പ്രശംസിച്ച സോവനീർ ഏതാറിയോ? ഇപ്പൊ കോഴിക്കോട് അവസാനം CD ടവറിന്റെ സമ്മേളനം നടന്ന ആ സോവനീറിൽ ഐക്യം പൊളിഞ്ഞതിന് ശേഷം, മനസ്സിലായല്ലോ, ഐക്യം പൊളിഞ്ഞതിന് ശേഷം വീണ്ടും ആ നിഷേധങ്ങളെ പറ്റി മിണ്ടാതെ നല്ല പ്രശംസ. ഇപ്പൊ ഷബാബിന്റെ 50-ാം വാർഷികം ആഘോഷിച്ചു. KNM CD ടവറിലെ 2 ആളുകൾ പോയിട്ടാണ് ഷബാബിന് ആശംസ. ഷബാബിൽ എന്താ? എത്ര നിഷേധങ്ങളുണ്ട്, എത്ര വ്യതിയാനങ്ങളുണ്ട്, ആശംസ ഓതി കൊടുക്കുന്നു. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നു. 8-ാമത്തതോ വസീലത്തു ശിർക്ക് എന്ന കാര്യം, അത് നമ്മൾ പുതുതായി ഉണ്ടാക്കിയതാണ് 2 കൂട്ടരും പറയുന്നു. ഇവിടെ ഇത് അത്തൗഹീദ്. ഈ അത്തൗഹീദിൽ ആര് പറയുന്നു? MD-ക്കാർ പറയുന്നു ജിന്നുകളോട് സഹായം തേടൽ ശിർക്കല്ല, വസീലത്തു ശിർക്കും ഹറാമുമാണ്. ഇതാണ് മറ്റൊരു നൂതനവാദം. പറയുന്നു. ശരി, ഇത് അൽമനാറ് CD-യുടേത്. ഇതിലും അതേ കാര്യം. എന്താ പറയുന്നത്? തൗഹീദ് എന്തെന്ന് സമൂഹത്തിന് പഠിപ്പിച്ച മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ ജിന്നിനോട് സഹായം തേടിയാൽ ശിർക്കല്ലെന്നും ജിന്നിനോടുള്ള സഹായതേട്ടത്തിൽ ശിർക്കാവുന്നതും അല്ലാത്തതുമുണ്ടെന്നുമുള്ള വിചിത്രവാദം പ്രചരിപ്പിക്കുന്നു. നൂതനവാദം, വിചിത്രവാദം. എവിടെയാണ് അഖലാനിയത്ത്? അഹ്ലുസുന്നയെ തള്ളൽ എവിടെയാണ്? ആരോപിക്കൽ എവിടെയാണ്? നുണ പറയൽ എവിടെയാണ്?
കൃത്യമായി നിങ്ങൾ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണം. ഇനിയോ 9ാമത്തത് മുവഹിദുകളെ മുശ്രിക്കുകളാക്കുന്നു. സീരി ടവർ വിഭാഗം ആ പണി ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് നേരത്തെ ഇവിടെ കേൾപ്പിച്ചത് മൗലവി വിഭാഗം മുശ്രിക്കുകൾ. ആര്? മർക്കസ് ദാവ. ഇപ്പോ ഇവരെ ചില വാചാലമായി പറയുന്ന നടക്കുന്ന ആളുകൾ പറയുന്നു വിസ്ഡം ഷിർക്കിലാണ്, കുഫറിലാണ്, റിദ്ദത്തിലാണ്, മതം വിട്ടവരാണ്. ആരാ ഒരേ പണി ചെയ്യുന്നത്? ആരാ ചെയ്യുന്നത്? അത് കൃത്യമായി സമൂഹം മനസ്സിലാക്കട്ടെ. 10ാമത്തത് ഇവിടത്തെ പുരോഹിതന്മാർക്ക്, ഷിർക്കിന്റെ വക്താക്കൾക്ക്, മുസ്ലിയാക്കന്മാർക്ക് മുവഹിദുകളെ അടിക്കാനുള്ള വടി, തല്ലാനുള്ള വടി ഓരോ നിമിഷങ്ങളിലും കൊടുത്തുകൊണ്ടിരിക്കുന്നു. MD വിഭാഗവും CD വിഭാഗവും. അതുകൊണ്ട് അഖലാനിയത്ത് ആരോപിച്ചുകൊണ്ട് സഹോദരങ്ങളെ, ജനങ്ങളെ പാട്ടിലാക്കാൻ നിങ്ങൾ നോക്കരുത്. വളരെ വിനയത്തോടെ സ്നേഹത്തോടെ പറയുന്നു. 23 വർഷത്തോളം മർക്കസ് ദഅവ വിഭാഗം കളവുകളിലൂടെ, ആരോപണങ്ങളിലൂടെ, വക്രീകരണങ്ങളിലൂടെ, ദുർവ്യാഖ്യാനങ്ങളിലൂടെ, കബളിപ്പിക്കലിലൂടെ നടത്തി വന്ന പണി എന്താണോ ആ പണിക്ക് മാറ്റമില്ലാതെ 10 വർഷത്തിലേറെയായി നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ഇതുമായി മുന്നോട്ട് പോകാം. ഞങ്ങൾ തളരില്ല. ഇൻഷാ അല്ലാഹ് കൃത്യമായ പ്രമാണങ്ങളും ആദർശവും മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ വിധി വരുവോളം ഞങ്ങൾ നേരിടുക തന്നെ ചെയ്യും. ഇത് പരലോകത്തിന്റെ കാര്യമാണ്, സ്വർഗത്തിന്റെ വിഷയമാണ്. മരിക്കുന്ന നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിക്കാൻ സാധിക്കണമെങ്കിൽ ഇത് കൃത്യമാക്കിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് ഇനി ആവശ്യമെങ്കിൽ ഓരോ കാര്യങ്ങളും വീണ്ടും നമുക്ക് തുറന്നു കാണിക്കാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.